എല്ലാവർക്കും നമസ്കാരം. അനില് ക്ലാസ്സിലുണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേക്കുക. ഞാൻ മലയാളത്തിൽ പറയുന്ന കാര്യങ്ങൾ അനിൽ അത് കന്നഡയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യും. പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണ്, അവർക്ക് വേണ്ടിയിട്ടാണ് പ്രയോറിറ്റി. അപ്പോൾ അവർക്ക് എന്തെങ്കിലും സംശയങ്ങളുള്ളത് രാജേഷിനെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കും നമ്മൾ പറയേണ്ടത്. കോമൺ ടോപ്പിക്ക് സംസാരിച്ചു പോകും. എല്ലാവരും ശ്രദ്ധയോടെ ഇരുന്നുകൊള്ളുക. അനിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? നമസ്തേ ഗുരുജി. നമസ്തേ. എന്താണ് ഇപ്പൊ ഇന്ന് സംസാരിക്കാനുള്ളത്? ഇപ്പൊ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നോക്കണോ ഗുരുജി? ആ, ರಾಜೇಶ್ ಏನಾದ್ರು ಪ್ರಶ್ನೆ ಬರ್ಕೊಂಡಿದ್ದೀರಾ? ನಮಸ್ತೆ ಗುರುಜಿ. ನಮಸ್ತೆ ಅನಿಲ್ ಜಿ. ನಮಸ್ತೆ. ನಮಸ್ತೆ ನಮಸ್ತೆ. ಪ್ರಶ್ನೆ ಇದೆ, ಹಿಂದಿನದ್ದೇ ಉಂಟು. ಹೇಳಿ. ಗುರೂಜಿ, ನೀವು ಹೇಳುತ್ತೀರಿ ಪ್ರಾಣಿ ಹತ್ಯೆ ಮಾಡಬಾರದು ಎಂದು. ಬ್ರಹ್ಮಾಂಡ ಬೇಕಾದ್ದನ್ನು ಎಲ್ಲ ನಮಗೆ ಕೊಡುತ್ತದೆ, ತಪ್ಪು ಮಾಡಿದರೆ ಶಿಕ್ಷಿಸಿದೆ ಅಂತ. ಹಾಗಿದ್ದರೆ ಈ ಪ್ರಾಣಿ ಹತ್ಯೆಯನ್ನು ಬ್ರಹ್ಮಾಂಡ ಯಾಕೆ നിയന്ത്രിಸಬಾರದು ಅಂತ? എനിമൽസിനെ കൊല്ലുന്നത് തെറ്റാണെന്ന് പറഞ്ഞാല് അപ്പൊ ബ്രഹ്മാണ്ടം തന്നെ ഇതിനെ കൺട്രോൾ ആക്കാല്ലേ എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. പ്രപഞ്ചം തന്നെ കൺട്രോൾ ആക്കാല്ലേ? മനസ്സിലായി. നമ്മളൊരു സത്യം മനസ്സിലാക്കണം. ನಾವೊಂದು ಸತ್ಯ ತಿಳ್ಕೋಬೇಕು. ഈ ഭൂമിയിൽ വന്നിരിക്കുന്ന ഓരോ ജീവജാലങ്ങളും അനേക ലൈഫിന് ശേഷമാണ് ഓരോ ജീവിതത്തിലേക്ക് എത്തിപ്പെടുന്നത് തന്നെ. ಈ ಭೂಮಿ ಮೇಲೆ ಬಂದಿರುವಂತಹ ಪ್ರತಿಯೊಂದು ಜೀವಜಾಲಗಳು ಎಷ್ಟೋ ಜನ್ಮಗಳ ನಂತರ ಬಂದಿರುವಂತಹದ್ದು ಜೀವಜಾಲಗಳು. നമ്മൾ പണ്ട് മുതലേ കേട്ടിട്ടുണ്ട്, പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണ് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ ജീവജാലങ്ങളും. ನಾವು ಮೊದಲಿಂದ ಕೇಳ್ಕೊಂಡಿದೀವಿ ಈ ಪಂಚಭೂತಗಳಿಂದ ಎಲ್ಲಾ ಜೀವಜಾಲಗಳು ಆಗಿರುವಂತದ್ದು ಅಂತ. ഏതൊരു വസ്തു ഉണ്ടാവുന്നുണ്ടോ അത് പിന്നീട് നിലനിന്ന് നശിച്ചു പോകുന്ന എല്ലാം പഞ്ചഭൂത നിർമ്മിതമാണ്. ಯಾವ್ದು ಭೂಮಿ ಮೇಲೆ ಬಂದಿದೆಯೋ ಅದು ಮತ್ತೆ ನಾಶವಾಗಿ ಹೋಗುತ್ತೋ ಅದೆಲ್ಲವೂ ಪಂಚಭೂತಗಳಿಂದ ಆಗಿದ್ದು. പക്ഷെ പഞ്ചഭൂതങ്ങൾക്ക് പഞ്ചഭൂതമുണ്ടെന്ന് ആരെങ്കിലും പഠിപ്പിക്കാറുണ്ടോ? ಆದ್ರೆ ಈ ಪಂಚಭೂತಗಳಲ್ಲಿ ಪಂಚಭೂತಗಳಿದೆ ಅಂತ ಯಾರಾದ್ರೂ ಕಲ್ಸಿದಾರಾ? വീണ്ടും പഞ്ചഭൂതങ്ങൾക്ക് പഞ്ചഭൂതമുണ്ട്. ತದನಂತರವೂ ಆ ಪಂಚಭೂತಗಳಿಗೂ ಪಂಚಭೂತಗಳಿವೆ. നമുക്കതിനെ എത്രമാത്രം വേണമെങ്കിലും വീണ്ടും പഞ്ചഭൂതങ്ങൾക്ക് പഞ്ചഭൂതമാക്കി കീഴോട്ട് 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 പോകാം. ಸೊ ನಾವು ಅದಕ್ಕೆ ಎಷ್ಟು ಬೇಕಾದ್ರೂ ಈ ಪಂಚಭೂತಗಳಿಗೆ ಮತ್ತೆ ಪಂಚಭೂತಗಳು, ಅದರಲ್ಲಿ ಮತ್ತೆ ಪಂಚಭೂತಗಳು, ಸೊ ಆ ರೀತಿ ಕೆಳಗೆ ಹೋಗ್ತಾನೆ ಇರುತ್ತೆ. എത്രമാത്രം മൈക്രോ ലെവലിലേക്ക് പോകുന്നോ അത്രമാത്രം നമുക്ക് അതിനെ പരിചയപ്പെടാൻ വളരെയധികം സൂക്ഷ്മവും ബുദ്ധിമുട്ടുമായിരിക്കും. ಸೊ ಎಷ್ಟು ಅದು ಮೈಕ್ರೋ ಲೆವೆಲ್ಗೆ ಹೋಗುತ್ತೆ ಅಷ್ಟು ನಾವು ಅದನ್ನ ತಿಳ್ಕೊಳ್ಳೋಕೆ ತುಂಬಾ ಬರುತ್ತೆ. വായു ആകാശം ഭൂമി അഗ്നി ജലം എന്ന് പറഞ്ഞ പഞ്ചഭൂതങ്ങളാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. ವಾಯು ಆಕಾಶ ಅಗ್ನಿ ಭೂಮಿ ಜಲ ಇದು ಪಂಚಭೂತಗಳು ನಾವು ಕೇಳಿರುವಂತದ್ದು. ഈ വായുവിൽ തന്നെ ആകാശമുണ്ട്, ഭൂമിയുണ്ട്, അഗ്നിയുണ്ട്, ജലമുണ്ട്. ಈ ವಾಯುವಿನಲ್ಲೇ ಭೂಮಿ ಇದೆ, ಆಕಾಶ ಇದೆ, ಅಗ್ನಿ ಇದೆ, ಜಲ ಇದೆ. അതുപോലെ ഓരോ പഞ്ചഭൂതത്തിനകത്തും പഞ്ചഭൂതമുണ്ട്, അതിന്റെ പഞ്ചഭൂതങ്ങളുണ്ട്. ಸೊ ಅದೇ ರೀತಿ ಈ ಪಂಚಭೂತಗಳ ಒಳಗೆ ಪಂಚಭೂತಗಳಿದೆ, ಅದರೊಳಗಡೆ ಕೂಡ ಪಂಚಭೂತಗಳಿವೆ. നമ്മൾ ഈ ഭൂമിയിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെടുന്നതെന്ന് പോലും നമുക്കറിയില്ല. ನಾವು ಈ ಭೂಮಿಗೆ ಹೇಗೆ ಬಂದು ಸೇರಿದ್ದೀವಿ ಅಂತಾನೆ ನಮಗೆ ಗೊತ್ತಿಲ್ಲ. നമുക്കറിയാവുന്ന ഒരേ ഒരു രീതിയേ ഉള്ളൂ. ನಮಗೆ ಗೊತ್ತಿರುವ ಒಂದೇ ಒಂದು ರೀತಿ, പുരുഷനും സ്ത്രീയും തമ്മിൽ ഒരുമിച്ച് ചേർന്നാൽ അതിൽ നിന്ന് വീണ്ടും ഒരു പൂർണ്ണമായിട്ട് ഒന്നുകൂടി ഉണ്ടാവും. ಒಂದು ಗಂಡು ಹೆಣ್ಣು ಒಟ್ಟು ಸೇರಿದ್ರೆ ಅದರಿಂದ ಪೂರ್ಣವಾಗಿ ಒಂದು ಮಗು ಹುಟ್ಟುತ್ತೆ. പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്ഛതേ പൂർണ്ണസ്യ. ഇത് തന്നെ രണ്ട് പൂർണ്ണമായിട്ടുള്ള ഒരുമിച്ച് ചേരുമ്പോൾ വീണ്ടും ഒരു പൂർണ്ണമായിട്ട് അതിൽ നിന്ന് വീണ്ടും സൃഷ്ടിക്കപ്പെടും. ಸೊ ಪೂರ್ಣವಾಗಿರುವಂತದ್ದು ಒಟ್ಟು ಸೇರಿದಾಗ ಮತ್ತೆ ಪೂರ್ಣವಾಗಿರುವಂತದ್ದು ಒಂದು ಸೃಷ್ಟಿಯಾಗುತ್ತೆ. നമുക്കൊരിക്കലും ഇതിന്റെ രഹസ്യങ്ങളൊന്നും അറിയാൻ നമ്മൾ ശ്രമിക്കാറുമില്ല, നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുമില്ല. ಸೊ ನಮಗೆ ಈ ರಹಸ್ಯವನ್ನ ತಿಳಿಯುವಂತದ್ದಾಗ್ಲಿ ಅಥವಾ ಅದ್ರ ಬಗ್ಗೆ ಥಿಂಕ್ ಮಾಡುವಂತದ್ದಾಗ್ಲಿ ನಾವು ಮಾಡಿಲ್ಲ. ഇന്ന് നമുക്കറിയാം, നമുക്കുള്ളത് പള്ളിക്കൂടങ്ങളാണ്. ಇವತ್ತು ನಮಗ್ ಗೊತ್ತು ಗುರುಕುಲಗಳು, പള്ളിക്കൂടങ്ങൾ, ಸ್ಕೂಲ್. അതുമല്ലേ സ്കൂളുകൾ എന്നും പറയാം. ಸ್ಕೂಲ್ಗಳು ನಮಗೆ ಗೊತ್ತಿರುವಂತದ್ದು. ഈ സ്കൂളുകൾക്ക് മുൻപ് നമുക്കുണ്ടായിരുന്ന ഗുരുകുല വിദ്യാഭ്യാസങ്ങളായിരുന്നു. ಈ ಶಾಲೆಗಳಿಗಿಂತ ಮುಂಚೆ ಇದ್ದಿದ್ದು ನಮಗೆ ಗುರುಕುಲ ವಿದ್ಯಾಭ್ಯಾಸ. ആ ഗുരുവിന്റെ കുലത്തിൽ കുട്ടികൾ താമസിച്ച് അവിടെ നിന്ന് ആത്മവിദ്യ നേടി പുറത്തേക്ക് വരികയാണ്.
ಸೊ ಆ ಗುರುವಿನ ಜೊತೆನೆ ಮಕ್ಕಳು ಅಲ್ಲೇ ಸ್ಟೇ ಮಾಡ್ಬಿಟ್ಟು ಅಲ್ಲಿ ಕಲ್ತ್ಬಿಟ್ಟು ಅವ್ರು ಹೊರ ಬರ್ತಾ ಇದ್ರು. അങ്ങനെ ജനിക്കുന്ന ഒരു കുട്ടികൾക്ക് അല്ലെങ്കിൽ അങ്ങനെ വരുന്ന ഔട്ട്പുട്ട് ആയിട്ട് വരുന്ന ഒരു കുട്ടികൾക്കും PhD അല്ലെങ്കിൽ ഡോക്ടറേറ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. ಸೊ ಅವಾಗ ಆ ಗುರುವಿನ ಜೊತೆ ಇದ್ದಂತಹ ಆ ಶಿಷ್ಯರಿಗೆ, ಆ ವಿದ್ಯಾರ್ಥಿಗಳಿಗೆ ಡಾಕ್ಟರೇಟ್ ಅನ್ನುವಂತ ಇದೇ ಇರ್ಲಿಲ್ಲ. അങ്ങനെയുള്ള സമൂഹത്തിന് ഒരിക്കലും ഇതിനെപ്പറ്റി സംശയം ഉണ്ടായിരുന്നില്ല. ഒരു ജീവിയെ കൊല്ലാമോ തിന്നാമോ ഇതിനെ പ്രപഞ്ചത്തിന് നിയന്ത്രിക്കുകയോ ഇല്ലയോ എന്നൊന്നൊരു ചോദ്യം പോലും വരില്ലായിരുന്നു. ಸೊ ಅವಾಗ ಇದ್ದಂತಹ ಆ ಸಮೂಹಕ್ಕೆ ಒಂದು ಜೀವಿನ ಸಾಯಿಸ್ಬೋದಾ, ಸೊ ಅಥವಾ ಏನೇನ್ ತಪ್ಪು ಯಾವ್ದು ಸರಿ ಅಂತ ನಾವು ಹೇಳ್ಬೇಕಾದ ಅವಶ್ಯಕತೆನೇ ಇರ್ಲಿಲ್ಲ. ഇന്ന് നമുക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ നമ്മളെ നിറം, ഗുണം, മണം ഇതെല്ലാം കാണാതെ പഠിപ്പിച്ചു വെച്ചേക്കാണ്. ಸೊ ಇವಾಗ ನಮಗೆ ಏನಾಗಿದೆ, ಅದರ ಆ ವಾಸನೆ, ಗುಣ, ಆ ಕಲರ್ ಇದೆಲ್ಲ ಕಾಣದೆ ಹೇಳ್ಕೊಟ್ಟಿದ್ದೇನೆ ನಾವು ತಿಳ್ಕೊಂಡಿದೀವಿ. ഇന്ന് സാമാന്യ ജനങ്ങൾക്ക് ആർക്കും ചിന്തിക്കാനുള്ള ശേഷി പോലും ഇല്ല. ಸೊ ಇವತ್ತು ಸಾಮಾನ್ಯ ಜನಗಳಿಗೆ ಅದನ್ನ ಯೋಚನೆ ಮಾಡುವಂತಹ ಆ ಶಕ್ತಿನೇ ಹೋಗ್ಬಿಟ್ಟಿದೆ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ പാലിന്റെ നിറം വെളുപ്പ് എന്ന് നമ്മളെ ചെറുപ്പത്തിലേ പഠിപ്പിച്ചു. ಸರಳವಾಗಿ ಹೇಳೋದಾದ್ರೆ ಹಾಲಿನ ಬಣ್ಣ ಬಿಳಿ ಅಂತ ಅದು ಚಿಕ್ಕದಿನಿಂದಲೇ ನಮಗೆ ಹೇಳ್ಕೊಟ್ಟಿದ್ದಾರೆ. ഇന്ന് നമുക്ക് വെളുപ്പിന്റെ രുചി അറിയില്ല, മണം അറിയില്ല, വെളുപ്പ് എന്താണെന്ന് പോലും അറിയില്ല. പാലിന്റെ നിറം വെളുപ്പ് എന്ന് കാണാതെ പഠിച്ചിട്ടുണ്ട്. ಸೊ ಇವತ್ತು ನಮಗೆ ಆ ಬಿಳಿಯ ಗುಣವೇನು, ಅದರ ಕಲರ್ ಏನು, ಅದರ ಸ್ಮೆಲ್ ಏನು ಅಂತ ನಮಗ್ ಗೊತ್ತಿಲ್ಲ. ನಾವು ಕಾಣದೆ ಅದನ್ನ ತಿಳ್ಕೊಂಡ್ಬಿಟ್ಟಿದೀವಿ. ഇത് നമ്മളുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നമ്മളുടെ ഉള്ളിൽ കയറ്റി വെച്ചിരിക്കുന്ന ഒരു സാധനമാണ്. ಇದು ನಮ್ಮ ಶಾಲಾ ವಿದ್ಯಾಭ್ಯಾಸದಲ್ಲಿ ನಮಗೆ ತಿಳಿಸಿಕೊಟ್ಟಿರುವಂತಹ ವಿಷಯ. ഇതിനെ പൊട്ടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ಸೊ ಇದನ್ನ ಓಪನ್ ಮಾಡೋದು ತುಂಬಾ ಕಷ್ಟ. ಅದು നമ്മൾ ഈ പ്രായം വരെ നമ്മൾ എല്ലാത്തിനും ഇതേപോലെ ഒരു ചട്ടക്കൂടിൽ നിന്നിട്ട് ഒരു പ്രത്യേക മെത്തേഡിൽ ഇതിനെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. ಸೊ ಇವಾಗ ನಾವು ಒಟ್ಟು ಸೇರಿ ಒಂದು ಪ್ರತ್ಯೇಕವಾಗಿ ಇದನ್ನ ನಾವು ಅರ್ಥ ಮಾಡ್ಕೊಳ್ತಾ ಇದೀವಿ. ഈ മനസ്സിലാക്കിയിരിക്കുന്ന രീതി പോലും ശരിയാണോ എന്ന് നമുക്കറിയില്ല. ಆದ್ರೆ ಇವಾಗ ಅರ್ಥ ಮಾಡ್ಕೊಂಡಿರುವಂತಹ ಈ ರೀತಿನೇ ಸರಿಯಾ ಅಂತ ನಮ್ಗೆ ಗೊತ್ತಿಲ್ಲ. പക്ഷെ അതിന് നമുക്ക് വിവേക ബുദ്ധി വേണം. അതിനെ വിഭജിച്ച് പലതരത്തിലായിട്ട് നമുക്ക് ആഴങ്ങളിലേക്ക് ഇറങ്ങി ചിന്തിക്കാനുള്ള ഒരു ബുദ്ധിയെങ്കിലും നമുക്ക് വേണം. ಅದಕ್ಕೆ ತುಂಬಾ ವಿವೇಕವಾಗಿ ನಾವು ಥಿಂಕ್ ಮಾಡ್ಬೇಕಾಗುತ್ತೆ, ಚಿಂತೆ ಮಾಡ್ಬೇಕಾಗುತ್ತೆ. ಸೊ ಅದ ತುಂಬಾ ಒಳಗಡೆ ಇಳಿದು ನಾವು ಅದನ್ನ ತಿಳ್ಕೊಬೇಕಾಗುತ್ತೆ. ഇന്ന് അത്തരം വിവേക ബുദ്ധി നമുക്ക് ഇല്ലാതെ പോയി. ಇವತ್ತು ಅಂತಹ ವಿವೇಕ ನಮಗಿಲ್ಲದ ಆಯ್ತು. കാരണം നമ്മളെ ആ രീതിയിൽ ഷാർപ്പൺ ചെയ്ത് വിട്ടേക്കാണ്. ಕಾರಣ ನಮ್ಮನ್ನ ಆ ರೀತಿ ಈಗ ಶಾರ್ಪ್ ಮಾಡಿ ಬಿಟ್ಟಿದ್ದಾರೆ. എന്ത് വിഷയം പറഞ്ഞാലും നമുക്ക് സയൻസിന്റെ എവിഡൻസ് വേണം. എവിഡൻസ് കിട്ടിയാൽ നമ്മൾ അതിനങ്ങ് സമ്മതിച്ചു. ಸೊ ನಾವು ಏನೇ ವಿಷಯ ಹೇಳ್ಬೇಕಾದ್ರೂ ಕೂಡ ಅದಕ್ಕೆ ಸೈನ್ಸ್ ಎವಿಡೆನ್ಸ್ ಬೇಕು. ಸೊ ಸೈನ್ಸ್ ಎವಿಡೆನ್ಸ್ ಸಿಕ್ಕಿದ್ರೆ ಮಾತ್ರ ನಾವು ಅದನ್ನ ಒಪ್ಕೊಳ್ತೀವಿ. എന്നാൽ ആത്മീയത ഇപ്പോഴും നമ്മൾ വിട്ടിട്ടില്ല. ಆದ್ರೆ ಆಧ್ಯಾತ್ಮ ಅನ್ನುವಂಥದ್ದನ್ನ ನಾವು ಇವತ್ತು ಬಿಟ್ಟಿಲ್ಲ. ആധ്യാത്മികതയല്ല, ആത്മീയത നമ്മൾ വിട്ടിട്ടില്ല. ಸೊ ಆತ್ಮೀಯದನೇ ಆಧ್ಯಾತ್ಮ എന്ന് പറയുന്നത് ಗುರುಜಿ നമ്മുടെ ಕನ್ನಡದಲ್ಲಿ. അത് ഭയങ്കര വ്യത്യാസമായി പോയില്ലോ. ಈಗ ನೋಡಿ ಮಲಯಾಳಂನಲ್ಲಿ ಆತ್ಮೀಯದ ಅಂತ ಹೇಳಿದ್ರೆ ಅದೇ ಆಧ್ಯಾತ್ಮ. ನಾವು ಕನ್ನಡದಲ್ಲಿ ಆತ್ಮೀಯತೆ ಅಂತ ಹೇಳಿದ್ರೆ ಅದು ಸ್ನೇಹ ಬರುತ್ತೆ. ಸೊ ಆಧ್ಯಾತ್ಮ. ഈ ആത്മീയത നമ്മുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് ഇപ്പോഴും അമ്മ പറയുമ്പോ ഇത് അച്ഛനാണ് എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങ് വിശ്വസിച്ചേക്കും. DNA ടെസ്റ്റ് ചെയ്ത് വേണമെന്ന് ഒരിക്കലും പറയാറില്ല. ಸೊ ಆಧ್ಯಾತ್ಮದಲ್ಲಿ ನಾವು ಈಗ ಏನು ಅಂತ ಹೇಳಿದ್ರೆ ತಾಯಿ ಇದೇ ತಂದೆ ಅಂತ ನಮಗೆ ಹೇಳಿದ್ರೆ ನಾವು ಅದನ್ನೇ ವಿಶ್ವಾಸಕ್ಕೆ ತಗೊಳ್ತೀವಿ. ಸೊ ನಾವು DNA ಟೆಸ್ಟ್ ಮಾಡಿ ಇದೇ ನನ್ನ ತಂದೆ ಅಂತ ಏನು ಪರೀಕ್ಷೆ ಮಾಡಿ ನೋಡಲ್ಲ. ഞാൻ ഇതിന്റെ ഈ യാത്രയുടെ വരവിന്റെ ഒരു രീതി സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ಸೊ ಈ ಯಾತ್ರೆ ಯಾವ ರೀತಿ ಬರುತ್ತೆ ಅಂತ ಒಂದು ಸಿಂಪಲ್ ಆಗಿ ಗುರುಗಳು ಹೇಳ್ಕೊಡ್ತಾರೆ. ഇപ്പൊ നമ്മൾ ഈ കേരളം, ഇന്ത്യ, തമിഴ്നാട്, കർണാടക ഇതൊക്കെ വിട്ടിട്ട് നമ്മൾ ബംഗാളിലേക്ക് പോകാന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആസാം, മേഘാലയ, നാഗാലാൻഡ് ഈ ഭാഗത്തേക്കൊക്കെ പോകാന്നുണ്ടെങ്കിൽ അവിടെ പട്ടിയിറച്ചി തിന്നും. ಸೊ ನಾವು ಈ ಕೇರಳ, ತಮಿಳುನಾಡು ಅಥವಾ ಆಂಧ್ರ ಪ್ರದೇಶ ಇದನ್ನ ಬಿಟ್ಬಿಟ್ಟು ಈ ಅಸ್ಸಾಂ ಇಂತಹ ಜಾಗಗಳಿಗೆ ಹೋದ್ರೆ ಅಲ್ಲಿ ನಾಯಿ ಮಾಂಸವನ್ನ ತಿಂತಾರೆ. ചൈനയിലേക്ക് പോയ പാമ്പ് മുതൽ ഉറുമ്പ് മുതൽ സകലതിനും തിന്നും. ಚೈನಾಕ್ ಹೋದ್ರೆ ಹಾವು, ಇರುವೆ ಇಂಥ ಬೇರೆ ಬೇರೆ ಜೀವಿಗಳನ್ನ ತಿಂತೀವಿ. ഇപ്പൊ ചിലരുടെയൊക്കെ മുഖം ഏതാവണില്ലേ? ಈಗ ತುಂಬಾ ಜನರಿಗೆ ಒಂಥರ ಅಸಹ್ಯ ಅಂತ ಅನ್ನಿಸ್ತಾ ಇಲ್ವಾ? എന്തുകൊണ്ട് അങ്ങനെ ഏതാവണം? നമ്മൾ അത് കഴിക്കാറില്ല. ಏನಕ್ಕೆ ನಮಗೆ ಅದು ಅಸಹ್ಯ ಅನ್ಸುತ್ತೆ? ನಾವು ಅದನ್ನ ತಿನ್ನಲ್ಲ. അത്തരം ശവങ്ങൾ നമുക്ക് എന്ന് പറയും. ಸೊ ಆ ತರದ ಶವಗಳನ್ನ ನಾವು ನೆಗ್ಲೆಕ್ಟ್ ಮಾಡ್ತೀವಿ, ಹೇ ಅಂತ ಹೇಳ್ತೀವಿ. പക്ഷെ ഈ പറയുന്ന നമ്മുടെ ഏരിയയില് പോത്ത്, കോഴി, ആട്, പശു, കാള, മൂരി, എരുമ, പോർക്ക് ഇതിനെയൊക്കെ തിന്നുന്നത് നമുക്ക് ഹായ് എന്ന് പറയും. ಸೊ ಇಲ್ಲಿ ನಾವು ಏನಿದೆ ಅಂತ ಹೇಳಿದ್ರೆ ಕೋಳಿ, ಕುರಿ, ಆಡು, ಎಮ್ಮೆ, ಸೊ ಇದನ್ನೆಲ್ಲ ತಿನ್ನೋದಕ್ಕೆ ನಮಗೆ ತುಂಬಾ ಖುಷಿ ಆಗುತ್ತೆ. ഇത് ശരിക്കും നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ മറ്റെവിടെ നിന്നോ വന്ന് ചേർന്നതാണ്. ಸೊ ಇದು ಭಾರತೀಯ ಸಂಸ್ಕೃತಿಗೆ ಬೇರೆ ಕಡೆಯಿಂದ ಬಂದು ಸೇರಿರೋದು.
അപ്പൊ ഈ വന്നു ചേർന്നത് എവിടെ നിന്നാണെന്നൊന്നും അന്വേഷിക്കേണ്ട, നമുക്ക് ഇതൊന്നും ഉണ്ടായിരുന്ന ആളല്ല. ಸೊ ಇದು ಎಲ್ಲಿಂದ ಬಂದಿದೆ ಅಂತ ಹೇಳಿ ನೀವು ಯೋಚನೆ ಮಾಡೋ ಬದಲು ಸೊ ನಮಗೆ ಇದು ಬೇಕಾ ಬೇಡ ಅಂತ ನೀವು ಯೋಚನೆ ಮಾಡಿದ್ರೆ ಸಾಕು. ഇതിപ്പോ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി സമൂഹത്തിൽ എല്ലാവരും ഇത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ಸೊ ಇದು ನಮ್ಮ ಏನು ಜೀವನದ ಒಂದು ಭಾಗ ಆಗ್ಬಿಟ್ಟಿದೆ. ಹಂಗಾಗಿ ನಮ್ಮ ಸಮೂಹದಲ್ಲಿ ಎಲ್ಲರೂ ಕೂಡ ಇದನ್ನ ತಿಂತಾರೆ. നമ്മളൊരു പ്രാവിനെ മടിയിൽ ഇരുത്തി വെച്ചേച്ച് പ്രാവിനെ നമ്മൾ സ്നേഹത്തോടെ നോക്കും. ನಾವೊಂದು ಪಿಜನ್ ಅಥವಾ ಆ ಪಕ್ಷಿಯನ್ನ ನಾವು ಮಡಿಯಲ್ಲಿ ಇಟ್ಕೊಂಡ್ರೆ ಸೊ ಅದನ್ನ ತುಂಬಾ ಪ್ರೀತಿಯಿಂದ ನೋಡ್ತೀವಿ. ಪಾರಿವಾಳ. അതിന് ജീവനുണ്ട് എന്ന് നമ്മൾ സമ്മതിക്കുന്നുണ്ട്. ಸೊ ಆ ಪಾರಿವಾಳಕ್ಕೆ ಜೀವ ಇದೆ ಅಂತ ಹೇಳಿ ನಾವು ಒಪ್ಕೊಳ್ತೀವಿ. പക്ഷെ നമ്മളൊരു കോഴിയെ കൊല്ലുമ്പോൾ, താറാവിനെ കൊല്ലുമ്പോൾ, ഒരു ആടിനെ കൊല്ലുമ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു വാത്സല്യവും സ്നേഹവും അതിനോട് തോന്നാത്തത്? ಸೊ ನಾವು ಈ ಪ್ರೀತಿ ವಾತ್ಸಲ್ಯ ಏನು ಈ ಪಾರಿವಾಳಕ್ಕೆ ತೋರಿಸ್ತೀವಿ, ಸೊ ಅದೇ ರೀತಿ ಈ ಕುರಿ, ಮೇಕೆ ಅಥವಾ ಕೋಳಿ ಇದಕ್ಕೆಲ್ಲ ತೋರಿಸ್ಬೋದಲ್ವಾ? ഇന്ന് തിന്നാൻ ആഗ്രഹമുള്ളവൻ എഴുതി ചേർത്തും അല്ലാത്ത രീതിയിലും പറഞ്ഞ് അതിനെ അങ്ങോട്ട് ഫലിപ്പിച്ചേ ഉള്ളൂ. ಸೊ ಇವತ್ತು ತಿನ್ಲಿಕ್ಕೆ ಆಸೆ ಇರುವವನು ಸೊ ಇದನ್ನೆಲ್ಲ ಏನು ಕೆಲವೊಂದು ಗ್ರಂಥಗಳಲ್ಲಿ ಬರೆದು ಸೇರಿಸಿ ಸೊ ಅದನ್ನ ತಿಂತಾ ಇದ್ದಾರೆ. നമുക്ക് എല്ലാവർക്കും അറിയാം വ്യഭിചാരം തെറ്റാണ് എന്നുള്ളത്. ಸೊ ನಮ್ಗೆಲ್ಲರಿಗೂ ಗೊತ್ತು ಈ ವ್ಯಭಿಚಾರ ಮಾಡುವಂತದ್ದು ತಪ್ಪು ಅಂತ. പക്ഷെ എല്ലാവരും വ്യഭിചാരത്തെ ഇഷ്ടപ്പെടുന്നുണ്ട്. ಆದ್ರೆ ಎಲ್ರು ಇಷ್ಟನೂ ಪಡ್ತಾರೆ ಅದನ್ನ. ഈ തെറ്റായ കാര്യത്തെ എങ്ങനെ ഇഷ്ടമായിട്ട് പറയുന്നത്? ಸೊ ಈ ತಪ್ಪಾದ ರೀತಿಯನ್ನ ಯಾವ ರೀತಿ ಇಷ್ಟ ಆಗುತ್ತೆ ಅದು? നമ്മളുടെ ബുദ്ധിക്ക് എന്തോ പ്രശ്നം സംഭവിച്ചു. ಸೊ ನಮ್ಮ ಬುದ್ಧಿಗೆ ಏನೋ ಒಂದು ಪ್ರಾಬ್ಲಮ್ ಆಗಿದೆ. ശരിക്കും ഇത് പ്രപഞ്ചത്തിന് കൺട്രോൾ ചെയ്യാൻ പറ്റും. ನಿಜವಾಗಿಯೂ ಇದು ಬ್ರಹ್ಮಾಂಡಕ್ಕೆ ಕಂಟ್ರೋಲ್ ಮಾಡಕ್ ಆಗುತ್ತೆ. പ്രപഞ്ചം കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഭൂമിയിൽ പിന്നെ ഒരെണ്ണം പോലും കാണൂല, ഒരു മനുഷ്യനും കാണൂല. ಆದ್ರೆ ಬ್ರಹ್ಮಾಂಡ ಇದನ್ನ ಕರೆಕ್ಟ್ ಆಗಿ ಏನು ಸ್ಟ್ರಿಕ್ಟ್ ಆಗಿ ಕಂಟ್ರೋಲ್ ಮಾಡಿದ್ರೆ ಭೂಮಿ ಮೇಲೆ ಯಾವ ಜೀವಜಾಲಗಳನ್ನು ಏನು ನೋಡ್ಲಿಕ್ಕೆ ಆಗಲ್ಲ. രണ്ടാമത്തെ ഒരു രീതി, ಸೊ ಎರಡನೆಯ ರೀತಿ, നമ്മുടെ നാട്ടിലെ ഉടനീളം കാണാൻ പറ്റും ഈ ലോക്കൽ ഗുണ്ടകൾ, അല്ലെങ്കിൽ ഈ എന്താ പറയുക, ഈ ടെററിസം, ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? ಸೊ ನಾವು ನೋಡಿದೀವಲ್ಲ ನಮ್ಮ ಊರಲ್ಲಿ ಏನು ಲೋಕಲ್ ಗುಂಡಾಯಿಸಮ್, ಟೆರರಿಸಮ್ ಇದೆಲ್ಲ ನಾವು ನೋಡ್ತಾ ಇದೀವಲ್ವಾ? ഇവർക്കെല്ലാം അറിയാം എന്തെങ്കിലും ഒരു ദിവസം പിടിക്കപ്പെടും, പിടിക്കപ്പെട്ടാൽ ഇതിന് ഭയങ്കര പണിഷ്മെന്റ് ആണെന്ന്. ಸೊ ಇವ್ರಿಗೆಲ್ರಿಗೂ ಗೊತ್ತು ಯಾವತ್ತಾದ್ರೂ ಒಂದಿನ ನಾವು ಸಿಕ್ಕಾಕೊಳ್ತೀವಿ, ಸಿಕ್ಕಾಕೊಂಡ್ರೆ ತುಂಬಾ ದೊಡ್ಡ ಪನಿಷ್ಮೆಂಟ್ ಸಿಗುತ್ತೆ ಅಂತಾನು ಗೊತ್ತು. എന്നാലും തെറ്റ് ചെയ്യുന്നവരുടെ എണ്ണത്തിന് വല്ല കുറവുണ്ടോ? ಆದ್ರೆ ತಪ್ಪು ಮಾಡೋರು ಸಂಖ್ಯೆ ಏನಾದ್ರೂ ಕಮ್ಮಿ ಆಗಿದೆಯಾ? അപ്പൊ ശിക്ഷ ഇല്ലാഞ്ഞിട്ടോ ഇത് ആളുകൾക്ക് അറിയില്ലാഞ്ഞിട്ടോ അല്ല, ആളുകൾ ഒരു ജാതി ഭ്രമം പിടിച്ച് കോംപ്ലിക്കേറ്റഡ് മെമ്മറി കൊണ്ട് ഭ്രമിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ಆದ್ರೆ ಇದು ಶಿಕ್ಷೆ ಸಿಗಲ್ಲ ಅಥವಾ ಇದು ಗೊತ್ತಿಲ್ಲ ಅಂತಲ್ಲ. ಸೊ ಜನರಲ್ಲಿ ಆ ಒಂದು ಭ್ರಮೆ ಆಗಿ ಆ ಭ್ರಮೆಯಲ್ಲೇ ಅವರು ಬದುಕ್ತಾ ಇದ್ದಾರೆ. ആത്മീയത എന്ന് പറയുന്നത് ഇന്ന് മനുഷ്യന്റെ ഉള്ളിൽ ഇല്ലാതെയായി. ಸೊ ಅಧ್ಯಾತ್ಮ ಅನ್ನುವಂಥದ್ದು ಜನಗಳ ಒಳಗಡೆ ಇಲ್ಲದಾಯ್ತು. ആത്മീയത ഇല്ലാത്ത ലോകത്ത് ആളുകൾ സ്വസ്ഥമായിട്ട് ഒരു മിനിറ്റ് ഇരിക്കാൻ പോലും പറ്റില്ല. ಸೊ ಅಧ್ಯಾತ್ಮ ಇಲ್ಲದಂತಹ ಜನಗಳಿಗೆ ಭೂಲೋಕದಲ್ಲಿ ಒಂದ್ ಕಡೆ ನೆಮ್ಮದಿಯಿಂದ ಕೂರ್ಲಿಕ್ಕೂ ಕೂಡ ಆಗಲ್ಲ. അവന് ചിന്താശേഷിയും നഷ്ടപ്പെട്ടു. ಸೊ ಅವನ ಚಿಂತೆಗಳು ಕೂಡ ಏನು ನಷ್ಟವಾಗ್ತಾ ಬರುತ್ತೆ. അതുകൊണ്ട് മറ്റുള്ളവർ പറയുന്നത് കേട്ട് പറയുന്നതാണ് ഇപ്പൊ അവന് ഇഷ്ടം. ಸೊ ಆದ್ದರಿಂದ ಬೇರೆಯವರು ಹೇಳೋದನ್ನ ಕೇಳಿ ಅದನ್ನ ಹೇಳೋದೇ ಅವನಿಗೆ ಇಷ್ಟ. അവൻ ഒരിക്കലും ചിന്തിക്കുകയില്ല, അതിനെപ്പറ്റി വിവേചിക്കുക പോലും ഇല്ല. ಸೊ ಅವನು ಯಾವಾಗಲೂ ಅದ್ರ ಬಗ್ಗೆ ಥಿಂಕ್ ಮಾಡಲ್ಲ, ಸೊ ಅದ್ರ ಬಗ್ಗೆ ಯೋಚನೆನೂ ಮಾಡಲ್ಲ. ഇതിന്റെ എല്ലാം ബേസ് ആത്മീയതയാണ്. ಸೊ ಇದಕ್ಕೆಲ್ಲ ಬೇಸ್ ಅಂದ್ರೆ ಆಕ್ಚುಲಿ ಆಧ್ಯಾತ್ಮ. അപ്പൊ ചിന്തിക്കാൻ അറിയാവുന്നവരൊക്കെ അറിയാം മരണശേഷം വലിയ ശിക്ഷയുണ്ട്, അതിന് കർമ്മഫലങ്ങളുണ്ട്. നമ്മളൊരു ചെറിയ കൊലപാതകം ചെയ്താൽ നമുക്ക് ഇത്രയും വലിയ ശിക്ഷ നമുക്ക് ഭാരതത്തിൽ ലഭിക്കും. ಸೊ ಪ್ರತಿಯೊಬ್ಬ ಯೋಚನೆ ಮಾಡೋರ್ಗೂ ಗೊತ್ತು ನಾವು ತಪ್ಪು ಮಾಡಿದ್ರೆ ಅದು ಶಿಕ್ಷೆ ಆಗೇ ಆಗುತ್ತೆ. ಸೊ ಭಾರತದಲ್ಲಿ ಕೂಡ ನಾವು ಏನಾದ್ರೂ ತುಂಬಾ ಏನು ಕೆಟ್ಟ ರೀತಿಯ ಏನು ಚಟುವಟಿಕೆಗಳೆಲ್ಲ ಮಾಡಿದ್ರೆ ಅದಕ್ಕೆಲ್ಲ ಶಿಕ್ಷೆ ಆಗುತ್ತೆ ಅಂತ ಗೊತ್ತು. ഒരു മനുഷ്യനെ കൊന്ന ഇത്രയും ശിക്ഷ കിട്ടുന്നുണ്ട്, ഈ മറ്റ് ജീവജാലങ്ങൾക്കൊക്കെ അവരെ കൊന്നാലും ശിക്ഷയൊന്നും കിട്ടില്ല എന്ന് ഓർത്താണോ നമ്മൾ ഇരിക്കുന്നത്? ಸೊ ಒಬ್ಬ ಮನುಷ್ಯನನ್ನ ಸಾಯಿಸಿದ್ರೆ ಮಾತ್ರ ಶಿಕ್ಷೆ, ಅಂದ್ರೆ ಬೇರೆ ಪ್ರಾಣಿಗಳನ್ನ ಸಾಯಿಸಿದ್ರೆ ಶಿಕ್ಷೆ ಇಲ್ಲ ಅಂತ ನಾವು ತಿಳ್ಕೊಂಡಿದೀವಿ. നമ്മളിപ്പോൾ ജീവിക്കുന്ന ഒരു ഭ്രാന്തന്മാരുടെ ഡയമെൻഷനിലാണ്, തേർഡ് ഡയമെൻഷൻ എന്ന് പറയും അതിന്. ಸೊ ನಾವು ಒಂದು ಹುಚ್ಚರ ಒಂದು ಡೈಮೆನ್ಷನ್ ಅಲ್ಲಿ ವಾಸ ಮಾಡ್ತಾ ಇದೀವಿ ಅಂತ ಹೇಳ್ಬೋದು. ഈ ഡയമെൻഷനിൽ നിന്നൊന്ന് ക്രോസ് ചെയ്തിട്ട് നോക്കിയാൽ മനസ്സിലാവും ഈ ഡയമെൻഷൻ എങ്ങനെയിരിക്കണമെന്ന്. ಸೊ ನಾವೀಗ 3ನೇ ಡೈಮೆನ್ಷನ್ ಇದ್ದೀವಿ. ಈ ಡೈಮೆನ್ಷನ್ ಕ್ರಾಸ್ ಮಾಡಿ ಬೇರೆ ಡೈಮೆನ್ಷನ್ಗೆ ಹೋದ್ರೆ ಈ ಡೈಮೆನ್ಷನ್ ಆಗಿದೆ ಅಂತ ನಮಗೆ ಗೊತ್ತಾಗುತ್ತೆ. അങ്ങനെ ഇവിടെ ദൈവങ്ങൾ ഇരിക്കുന്ന ഡയമെൻഷനിലേക്ക് ഒന്ന് പോയ ശേഷം അവിടെ നിന്ന് ഭൂമിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഭൂമിയിൽ മനുഷ്യനെന്നോ ആടെന്നോ കോഴിയെന്നോ പോത്തെന്നോ ഒരു ജീവജാലങ്ങൾക്കും ഷേപ്പിന് വ്യത്യാസമില്ല. എല്ലാ ജീവജാലങ്ങളും ഒരുപോലെയാണ് ഇരിക്കുന്നത്. ಸೊ ನಾವು ಇಲ್ಲಿಂದ ಬೇರೆ ಡೈಮೆನ್ಷನ್ಗೆ ಹೋಗಿ ಅಲ್ಲಿಂದ ನೋಡಿದ್ರೆ ಈ ಭೂಮಿ ಮೇಲೆ ಇರುವಂತಹ ಎಲ್ಲಾ ಜೀವಜಾಲಗಳು ಅದರ ಶೇಪ್ ಅಂದ್ರೆ ಅದರ ಆ ರೂಪಗಳು ಅಥವಾ ಬಣ್ಣಗಳಾಗ್ಲಿ ಅಥವಾ ಏನು ಆ ಗಾತ್ರಗಳಾಗ್ಲಿ ಎಲ್ಲ ಒಂದೇ ತರ ಕಾಣುತ್ತೆ.
അവിടെ കോടതിയല്ല ഉള്ളത്. അവിടെ നമ്മുടെ ഉള്ളിൽ കോടതിയും ജഡ്ജിയും എല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെ ഫിക്സ് ചെയ്താണ് ഓരോ ജീവിയെയും ഭൂമിയിലേക്ക് വിട്ടേക്കുന്നത്. കാരണം കോടാനുകോടി ട്രില്യൺസ് അതുപോലത്തെ ലൈഫ് ഇവിടെ ഉണ്ട്. ആ ലൈഫിനെ എല്ലാം കോടതി കയറ്റി നിർത്തി വിധി പറഞ്ഞ് ശിക്ഷ കൊടുക്കാൻ ദൈവത്തിനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഉണ്ടാക്കിയപ്പോഴേ ഇത്രയും AI ടെക്നോളജി ഉപയോഗിച്ച് ഇത്ര ഹൈടെക്കിലാണ് നമ്മൾ ഉണ്ടാക്കി വിട്ടേക്കുന്നത് തന്നെ. ಸೊ ಅಲ್ಲಿ ಅಂದ್ರ ಈ ಕೋರ್ಟ್ ಕಚೇರಿಗಳು ಅಲ್ಲಿ ಇಲ್ಲ. ಸೊ ಇಲ್ಲಿ ಅಂದ್ರೆ ಅಲ್ಲಿನ ಏನು ಆ ಜೀವಜಾಲಗಳು ಏನಿದೆ, ಸೊ ಅದರಲ್ಲಿ ಆ ಕೋರ್ಟ್ ಕಚೇರಿ ಅಂತ ಹೇಳೋದು ಅಲ್ಲಿಂದನೇ ಅದು ಕ್ರಿಯೇಟ್ ಆಗಿದೆ. ಸೊ ಹಾಗಾಗಿ ಅಲ್ಲಿ ಅವ್ರಿಗೆ ತಪ್ಪು ಮಾಡ್ಬೇಕು ಅಂತ ಗೊತ್ತಾಗಲ್ಲ. ഭൂമിയിൽ ജനിക്കുന്ന ഏതെങ്കിലും ഒരുവൻ, ഞാൻ ഉദാഹരണത്തിന് ഞാൻ ജീവിക്കുന്നത് പോലെ ആത്മീയ രീതിയിൽ ജീവിച്ചു പോവുകയാണ്, റിയലൈസേഷൻ ഉണ്ടായാൽ ಸೊ ಭೂಮಿಯಲ್ಲಿ ಇರುವಂತಹ ಯಾವುದೇ ಒಂದು ಜೀವ ಅಥವಾ ಯಾವುದೇ ಒಬ್ಬ ವ್ಯಕ್ತಿ, ಸೊ ಈಗ ಗುರುಗಳು ಬದುಕ್ತಾ ಇರುವಂಗೆ, ಸೊ ಅಷ್ಟೊಂದು ಆಧ್ಯಾತ್ಮದಲ್ಲಿ ಸೊ ಆ ರಿಯಲೈಸ್ ಮಾಡ್ಕೊಂಡು ಹೋದ್ರೆ, അല്ലെങ്കിൽ നമ്മുടെ ഗുരു പരമ്പര ജീവിച്ചു വന്ന രീതിയിൽ ആരെങ്കിലും ഒക്കെ ജീവിച്ചാൽ, ಅಥವಾ ನಮ್ಮ ಗುರು ಪರಂಪರೆ ಏನಿತ್ತು ಅದೇ ತರಹ ನಾವು ಬದುಕ್ತಾ ಹೋಗೋದಾದ್ರೆ, അവരെല്ലാം ദൈവത്തിന്റെ അടുത്ത് തന്നെ എത്തിച്ചേരാൻ പറ്റും. ಸೊ ಅಂತವರು ದೇವರ ಹತ್ರಕ್ಕೆ ಬೇಗನೆ ತಲುಪಬಹುದು. കഴിവുള്ള ഗുരുക്കന്മാർ അവരുടേതായ ഒരു ഡയമെൻഷൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ಸಾಮರ್ಥ್ಯ ಇರುವಂತಹ ಗುರು ಪರಂಪರೆ ಅಥವಾ ಗುರುಗಳು, ಸೊ ಅವ್ರಿಗೆ ಬೇಕಾದಂತಹ ಡೈಮೆನ್ಷನ್ ಅವರೇ ಕ್ರಿಯೇಟ್ ಮಾಡಿದ್ದಾರೆ. ആ ഡയമെൻഷനിലേക്കാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഇടയ്ക്ക് പോയി ഗുരുക്കന്മാരെയും ദൈവത്തിനെയും ഒക്കെ കണ്ടിട്ട് വരുന്നത്. ಸೊ ಆ ಡೈಮೆನ್ಷನ್ಗೆ ನಾವು ಏನು ಮೆಡಿಟೇಷನ್ ಮಾಡೋದಿಗೆ, ಸೊ ನಾವು ಹೋಗಿ ಅಲ್ಲಿಂದ ನಾವು ನೋಡ್ಕೊಂಡು ಬರ್ತಾ ಇದೀವಿ ಗುರುಗಳನ್ನ, ದೇವರನ್ನೆಲ್ಲ. അവരൊന്നും ശരിക്കും നമ്മളെ പറ്റി ചിന്തിക്കണമില്ല, നമ്മളെ പറ്റി അറിയുന്നുമില്ല, നമ്മളെ തിരിഞ്ഞു നോക്കണ പോലുമില്ല. ಸೊ ಅವರು ನಮ್ಮ ಬಗ್ಗೆ ಏನು ಚಿಂತೆ ಮಾಡಲ್ಲ, ಸೊ ನಮ್ಮನ್ನ ನೋಡ್ತಾ ಏನು ಇರಲ್ಲ. നമുക്കറിയാം കർണാടകയിൽ ഇങ്ങനെ ഈ വേസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വണ്ടി വരുമ്പോൾ ഒരു പാട്ട് വെച്ചുകൊണ്ട് വരുമ്പോൾ നമുക്കറിയാം ആ വരുന്നത് വേസ്റ്റ് വണ്ടിയാണല്ലോ എന്ന്. ಸೊ ನಮಗ್ ಗೊತ್ತು, ನಮ್ಮ ಕರ್ನಾಟಕದಲ್ಲಿ ಇವಾಗ ನಮ್ಮ ಮನೆಗೆ ಏನು ಈ ವೇಸ್ಟ್ ಗಳನ್ನ ತಗೊಂಡು ಹೋಗ್ಲಿಕ್ಕೆ ಗಾಡಿ ಬರುತ್ತೆ. ಸೊ ಅವ್ರು ಹಾಡ ಹಾಕಿದಾಗ, ಸೊ ಹಾಡು ಕೇಳೋತ್ತಿಗೆ ನಮಗ್ ಗೊತ್ತು, ವೇಸ್ಟ್ ತೆಗಿಲಿಕ್ಕೆ ಗಾಡಿ ಬಂದಿದೆ ಅಂತ. അപ്പൊ നമ്മൾ വേസ്റ്റ് ആയിട്ട് വീടിന്റെ പുറത്തേക്ക് ചെല്ലും. ಸೊ ಆ ವೇಸ್ಟ್ ತಗೊಂಡು ನಾವು ಹೊರಗಡೆ ಹೋಗ್ತೀವಿ. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ കിടന്ന് മന്ത്രങ്ങൾ ഇങ്ങനെ ചൊല്ലി 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 നമ്മളുടെ വൈബ്രേഷൻ അങ്ങോട്ട് എത്തുന്ന സമയമാകുമ്പോൾ അവിടെ നിന്ന് നോക്കും, ആരുടെ കുറെ നേരമായിട്ട് അവിടെ മന്ത്രം ചൊല്ലണ്ടല്ലോ. ಸೊ ನಾವು ಅದೇ ರೀತಿ ಇಲ್ಲಿ ಮನೆಯಲ್ಲೇ ಕೂತ್ಕೊಂಡು ಅಥವಾ ಎಲ್ಲಾದ್ರೂ ಕೂತ್ಕೊಂಡು, ಸೊ ನಾವು ಈ ಮಂತ್ರಗಳನ್ನ ಜಪ ಮಾಡಿ ಮಾಡಿ, ಸೊ ಆ ವೈಬ್ರೇಷನ್ ತಲುಪಿದಾಗ, ಸೊ ಅವ್ರು ನೋಡ್ತಾರೆ, ಯಾರು ಇದು ಜಪ ಮಾಡ್ತಾ ಇದಾರಲ್ಲ ಅಂತ. അവനത് ഭഗവാനത് മന്ത്രമായിട്ടൊന്നും തോന്നൂല, പട്ടി ഓലിയിടുന്ന പോലെ ഒരു ഒച്ചയായിട്ടേ തോന്നുള്ളൂ. ಸೊ ದೇವರಿಗೆ ಅದು ಮಂತ್ರ ಅಂತ ಏನು ಅನ್ಸಲ್ಲ. ಸೊ ಈ ನಾಯಿಗಳು ಬೊಗಳೋ ತರ ಆ ಸೌಂಡ್, ಅಂತ ಸೌಂಡ್ಗಳೇ ಕೇಳೋದು. കാരണം എന്താന്ന് വെച്ചാൽ മന്ത്രത്തിന് ശക്തിയിലായിട്ടല്ല, മന്ത്രങ്ങൾ നമ്മൾ ഉച്ചരിക്കുന്ന രീതിയോ നമ്മൾ അതിനു വേണ്ടി ഇരിക്കുന്ന രീതിയോ നമ്മളുടെ മുദ്രകളോ ഒന്നും ശരിയല്ല. ಸೊ ಕಾರಣ ಏನು ಅಂತ ಹೇಳಿದ್ರೆ, ಈಗ ಅದು ಏನು ಮಂತ್ರ ಸರಿ ಏನು ತಪ್ಪು ಅಂತ ಹೇಳ್ತಾ ಇಲ್ಲ. ಸೊ ಮಂತ್ರಗಳನ್ನ ಹೇಳುವಂತಹ ರೀತಿ, ಅಂದ್ರೆ ಅದರ ಉಚ್ಚಾರ ಮಾಡುವಂತಹ ರೀತಿ, ನಾವು ಕೂತ್ಕೊಳ್ಳುವಂತಹ ರೀತಿ, ನಮ್ಮ ಮುದ್ರೆಗಳು, ಸೊ ಇದೆಲ್ಲ ತುಂಬಾ തപ്പാಗಿದೆ. ഞാൻ ഇതിനോടകം എന്റെ എക്സ്പീരിയൻസ് പറയാണ്. ഞാൻ എവിടെയൊക്കെ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടോ, ഏതെല്ലാം യൂട്യൂബ് ചാനലിലെ കണ്ടിട്ടുണ്ടോ, ഏത് ചാനലുകാരെ കണ്ടിട്ടുണ്ടോ, ഏതെല്ലാം പൈസക്കാരെ കണ്ടിട്ടുണ്ടോ, ഇവർക്കൊന്നും ആത്മീയതയിൽ താല്പര്യമില്ല. ഇവർ ആത്മീയതയെ പറ്റി പറയും. ഇവിടെ സ്വന്തമായിട്ട് അമ്പലമുള്ള 3 അമ്പലമുള്ള ഒരാള് മുഴുക്കുടിയനും ശവക്കറി തീറ്റക്കാരനുമാണ്. ಸೊ ಗುರುಜಿ ಏನ್ ಹೇಳ್ತಿದಾರೆ ಅಂತ ಹೇಳಿದ್ರೆ, ಗುರುಜಿ ಇದುವರೆಗೂ ಕೊಟ್ಟಂತಹ ಇಂಟರ್ವ್ಯೂಗಳಾಗಲಿ, ಯಾವುದೇ ಯೂಟ್ಯೂಬ್ ಚಾನೆಲ್ಗಳಾಗಲಿ ಅಥವಾ ಬೇರೆ ಯಾವುದೇ ಚಾನೆಲ್ಗಳಾಗಲಿ, ಸೊ ಅವರು ಏನು ಆ ಚಾನೆಲ್ಗಳಲ್ಲಿ ಮಾತನಾಡಿದಾಗ ಅವ್ರಿಗೆ ಗೊತ್ತಾಯ್ತು, ಸೊ ಆ ಚಾನೆಲ್ ಅವರಿಗೆ ಅವರು ಏನು ಸ್ಪಿರಿಚುವಲ್ ಇಂಟ್ರೆಸ್ಟ್ ಇದ್ಬಿಟ್ಟು ಅವರು ನನ್ನನ್ನು ಇಂಟರ್ವ್ಯೂ ಮಾಡ್ತಾ ಇಲ್ಲ. ಸೊ ಅವರು ಅವರ ಬೇರೆ ಏನೋ ಉದ್ದೇಶಗಳಿಗೋಸ್ಕರ ಅವರು ಇಂಟರ್ವ್ಯೂ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ಸೊ ಇಲ್ಲೇ 3 ಏನು ಟೆಂಪಲ್ ಗಳಿರುವಂತಹ ಒಬ್ಬ ವ್ಯಕ್ತಿಯನ್ನ ನಾನು ನೋಡಿದ್ದೀನಿ. ಆತ ಕುಡಿದು ನಾನ್ ವೆಜ್ ತಿನ್ಕೊಂಡು ಬದುಕ್ತಾ ಇದ್ದಾನೆ. അപ്പൊ 3 അമ്പലമുള്ള ഒരാള് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അയാൾ ഭയങ്കര ഭക്തനാണല്ലേ. ಸೊ 3 ಟೆಂಪಲ್ ಆತನಿಗೆ ಇದೆ ಅಂತ ಹೇಳೋದಕ್ಕೆ ನಾವು ಥಿಂಕ್ ಮಾಡ್ತೀವಿ ಆತ ತುಂಬಾ ದೊಡ್ಡ ಭಕ್ತ ಇರ್ಬೋದು ಅಂತ. 100 അല്ല കേട്ടോ, 3 ആണ്. 3. 3. ഓക്കെ. ഈ 3 അമ്പലമുള്ള വ്യക്തിയാണ് ഈ പറഞ്ഞ വൈകുന്നേരം ആവുമ്പോ പാമ്പ് വന്നമാതിരി വരും, ശവക്കറിയാണ് തീറ്റയും. ಸೊ ಈ 3 ಟೆಂಪಲ್ ಇರುವಂತಹ ವ್ಯಕ್ತಿ ಸಾಯಂಕಾಲ ಆಗೋತ್ತಿಗೆ, ಸೊ ಅವನು ಹಾವು ಬರುವಂಗೆ ಬರ್ತಾನೆ, ಅವನು ಶವಕರಿ ತಿಂತಾನೆ. ഇവിടെ ഒരു പ്രത്യേക ദിവസമുണ്ട്, ആ സമയത്ത് വണ്ടിയുടെ മുന്നിലിട്ട് ഇവർ ആടിനെ വെട്ടും, കോഴീനെ വെട്ടും. ಸೊ ಇಲ್ಲಿ ಪ್ರತ್ಯೇಕವಾದಂತಹ ದಿನಗಳಲ್ಲಿ ಅವರು ಏನು ಕೋಳಿ ಕಟ್ ಮಾಡ್ತಾರೆ, ಸೊ ಕುರಿಯನ್ನ ಕತ್ತರಿಸ್ತಾರೆ. ഇത് ഏത് തരത്തിലുള്ള ആത്മീയതയാണ്? ಸೊ ಇದು ಯಾವ ರೀತಿಯ ಆಧ್ಯಾತ್ಮ? ഇത് അന്യമതസ്ഥരുടെ അല്ല, സനാതന ധർമ്മത്തിൽപ്പെട്ട ആൾക്കാർ തന്നെ ചെയ്യുന്ന കാര്യമായി പറഞ്ഞു. ಇದು ಬೇರೆ ಧರ್ಮದವರು ಅಂತಲ್ಲ, ಈ ಸನಾತನ ಧರ್ಮದಲ್ಲಿ ಸೇರಿದವರು ಮಾಡ್ತಾ ಇರುವಂತ ವಿಷಯನ ನಾನು ಹೇಳ್ತಾ ഈ ಇರೋದು. ഭൂമിയിൽ ജനിക്കുന്നവരുടെ ശിക്ഷ അനുഭവിക്കുന്നത് മരണശേഷമാണ്. അതിനാണ് കർമ്മഫലം എന്ന് പറയുന്നത്.
ಸೊ ಈ ಭೂಮಿ ಮೇಲೆ ಯಾರಿದ್ದಾರೆ ಸೊ ಅವರು ಶಿಕ್ಷೆ ಅನುಭವಿಸೋದು ಮರಣದ ನಂತರ, ಅದಕ್ಕೆ ಕರ್ಮಫಲ ಅಂತಾರೆ. അത് ചെറിയ അനുഭവമൊന്നുമല്ല, വളരെ ആസ്വദിച്ച് അനുഭവിക്കാൻ പറ്റും. ഇതൊന്നും ചെയ്യാതെ പുറത്ത് ശവക്കറി തിന്ന് തോന്നിവാസം ജീവിക്കുന്നവർക്ക് മരണശേഷം ഇതെല്ലാം ആസ്വദിച്ച് അനുഭവിക്കാം. ಸೊ ಇಲ್ಲಿ ಆಧ್ಯಾತ್ಮದಲ್ಲಿ ಯಾರಿದ್ದಾರೆ ಅವರನ್ನ ಬಿಟ್ಟು ಸೊ ಈ ನಾನ್ ವೆಜ್ ಎಲ್ಲ ತಿನ್ಕೊಂಡು ಕುಡ್ಕೊಂಡು ಏನು ಇರ್ತಾರೆ ಸೊ ಅವರು ತನ್ನ ಏನು ಪ್ರಾಣ ಕಳ್ಕೊಂಡ ಮೇಲೆ ಅಥವಾ ಸತ್ತ ಮೇಲೆ ಸೊ ಅವ್ರಿಗೆ ಸಿಕ್ಕುವಂತಹ ಶಿಕ್ಷೆ ತುಂಬಾ ದೊಡ್ಡದಿರುತ್ತೆ. ഇപ്പോ മനസ്സിലായി കാണൂ എന്തുകൊണ്ടാണ് പ്രപഞ്ചം നിയന്ത്രിക്കാത്തത്. ഓരോരുത്തർ ചെയ്യുന്ന തെറ്റിനും ഇപ്പൊ നമ്മുടെ രാജ്യം ഇത്രയും വലിയ നിയമ സംവിധാനം ഉണ്ടായിട്ടും ബാങ്ക് കൊള്ളയടിക്കാനും പോകും, റേപ്പ് ചെയ്യാനും പോകും, കൊലപാതകം ചെയ്യാനും പോകും, തോന്നിവാസം മുഴുവൻ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും കഠിന നിയമങ്ങൾ ഉണ്ടായിട്ടും ആളുകൾ അങ്ങനെ ചെയ്യണത്? ಸೊ ಇವಾಗ ನಿಮಗೆ ಗೊತ್ತಿರ್ಬೇಕು ಬ್ರಹ್ಮಾಂಡ ಏನಕ್ಕೆ ಇನ್ನು ಸಂಪೂರ್ಣವಾಗಿ ಅದೇ ನಿಯಂತ್ರಣ ಮಾಡ್ತಾ ಇಲ್ಲ ಅಂತ. ಪ್ರತಿಯೊಬ್ಬರಿಗೂ ಅವ್ರದೇ ಆದಂತಹ ಒಂದು ಜೀವನ ಶೈಲಿ ಇದೆ. ಅಥವಾ ಇವಾಗ ನಮ್ಮ ಏನು ರಾಜ್ಯದಲ್ಲಿ ನೋಡಿ ಕಾನೂನು ಇಷ್ಟೊಂದು ಸ್ಟ್ರಿಕ್ಟ್ ಆಗಿದ್ರು ಕೂಡ ಜನ ಏನು ಬ್ಯಾಂಕ್ಗಳಿಗೆ ಹೋಗೋದು, ಕೊಳ್ಳೆ ಹೊಡೆಯುವಂಥದ್ದು ಅಥವಾ ರೇಪ್ ಮಾಡುವಂಥದ್ದು ಇದೆಲ್ಲ ಮಾಡ್ತಾ ಇದಾರಲ್ವಾ. നമ്മുടെ രാജ്യത്തെ പീനൽ കോഡ് നിയമങ്ങൾ പോലെ തന്നെയാണ് ഭാരതീയത്തിൽ ഈ പറഞ്ഞിട്ടുള്ള സനാതന ധർമ്മത്തിലെ ഈ ആചാര അനുഷ്ഠാനങ്ങളും ധർമാധർമ്മങ്ങളും ഈ പറയുന്ന സത്യാസത്യങ്ങളും ഇതെല്ലാം ഉൾപ്പെടുത്തി മരണശേഷമുള്ള കർമ്മഫലം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമ്മളുടെ നിയമത്തിൽപ്പെട്ടിട്ടുള്ളതാണ്. ഇങ്ങനെ ജീവിച്ചാൽ നിനക്ക് ഇങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ജീവിച്ചാൽ നീ കർമ്മഫലം അനുഭവിക്കേണ്ടി വരും. ಸೊ ನಮ್ಮ ಭಾರತದ ಕಾನೂನು ಏನಿದೆ ಅಥವಾ ಈ ಪೀನಲ್ ಕೋಡ್ ಏನಿದೆ ಸೊ ಅದರಲ್ಲಿ ಏನ್ ಬರ್ದಿದ್ದಾರೆ ಸೊ ಅದೆಲ್ಲೂ ಸನಾತನ ಧರ್ಮದಲ್ಲೇ ಇದೆ. ಸೊ ನಾವು ಅದನ್ನ ಅನುಸರಿಸಿಕೊಂಡು ಬದುಕಿದ್ರೆ ನಮಗೆ ಒಳ್ಳೇದು. അവര് വിചാരിച്ച് ഇവിടെ ഇപ്പൊ സാധാരണഗതിയിൽ ജീവിച്ചിരിക്കുന്ന അവര് വിചാരിച്ചേക്കുന്നത് നമുക്ക് മുമ്പ് പോയ വേറെ ആരെങ്കിലും അവിടെ പോയി കഴിഞ്ഞാൽ ബ്രൈബ് കൊടുത്ത് ഷോർട്ട് കട്ടില് നമ്മുടെ കാര്യം നേടാന്ന് ഓർത്തുകൊണ്ടൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. ಸೊ ತುಂಬಾ ಜನಗಳು ಥಿಂಕ್ ಮಾಡಿದ್ದಾರೆ ಸೊ ಇಲ್ಲಿ ಏನು ಲಂಚ ಕೊಟ್ಕೊಂಡು ನಾವಿರ್ತೀವಿ ಸೊ ಅದೇ ರೀತಿ ಸೊ ಅಲ್ಲೋದ್ರು ಕೂಡ ಲಂಚ ಕೊಟ್ಕೊಂಡು ಏನಾದ್ರು ಮಾಡ್ಬೋದು ಅಂತ ಥಿಂಕ್ ಮಾಡಿರ್ತಾರೆ. ഇവിടെ ലഞ്ചം കൊടുക്കലൊന്നും നടക്കില്ല. ഇവിടെ നിങ്ങൾക്കറിയാം, മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ നിങ്ങൾ ഒരു ചെറിയ തെറ്റ് ചെയ്താൽ പ്രപഞ്ചം തരുന്ന പണിഷ്മെന്റ് എങ്ങനെയാണ്? ಸೊ ಆದ್ರೆ ಅಲ್ಲಿ ಲಂಚ ಕೊಡುವಂತದ್ದೇನು ನಡೆಯಲ್ಲ. ಸೊ ನೀವು ಮೆಡಿಟೇಷನ್ ಮಾಡ್ಬೇಕಾದ್ರೆ ನಿಮಗೆ ಗೊತ್ತಾಗುತ್ತೆ ಸೊ ಒಂದು ಚಿಕ್ಕ ತಪ್ಪು ಮಾಡಿದ್ರು ಕೂಡ ಬ್ರಹ್ಮಾಂಡ ಅದಕ್ಕೆ ಶಿಕ್ಷೆ ನೀಡುತ್ತೆ. ഓരോ ജന്മത്തിനും അതിൻ്റെതായ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യം പൂർത്തിയാക്കി അതിൽ നിന്ന് അടുത്ത ക്ലാസ്സിലേക്ക് കയറി പോവുക ചെയ്യേണ്ടത് ഓരോ ജീവിയും. ಸೊ ಪ್ರತಿಯೊಂದು ಜನ್ಮಕ್ಕೂ ಅದರದೇ ಆದಂತಹ ಏನು ಲಕ್ಷ್ಯ ಅಥವಾ ಅದರದೇ ಆದಂತಹ ಉದ್ದೇಶ ಇದೆ. ಸೊ ಅದನ್ನ ಸಬಲೀಕರಿಸಿ ನಾವು ಬೇಕು ಮುಂದಿನ ಜನ್ಮಗಳಿಗೆ ಹೋಗ್ಲಿಕ್ಕೆ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇവിടെ ഭൂമിയിൽ വന്നിരിക്കുന്നത് പൂർവകാല ജന്മവാസനയുടെ ഭാഗമായിട്ടാണ്. ഓരോ ജന്മങ്ങളും അതിന്റെ ജീവിത ചക്രം പൂർത്തിയാക്കി കർമ്മഫലങ്ങൾ അനുഭവിച്ച് ഇവിടുന്ന് മോക്ഷത്തിലേക്ക് പോവുക. അത് തന്നെയാണ് എല്ലാ ജീവജാലങ്ങളുടെയും ലക്ഷ്യമെന്ന് പറയുന്നത്. ಸೊ ನಿಜವಾದ ಏನು ಈ ಜೀವಜಾಲಗಳದ ಲಕ್ಷ್ಯ ಏನು ಅಂತ ಹೇಳಿದ್ರೆ ಸೊ ಉದ್ದೇಶ ಏನು ಅಂತ ಹೇಳಿದ್ರೆ ಸೊ ಇಂದಿನ ಜನ್ಮದಿಂದ ಬಂದಂತಹ ವಾಸನ ಏನಿದೆ ಸೊ ಅದನ್ನ ಏನು ಅನುಭವಿಸಿ ಅಥವಾ ಅಲ್ಲಿ ತಪ್ಪುಗಳು ಮಾಡಿದ್ರು ಕೂಡ ಸೊ ಇಲ್ಲಿ ಅದನ್ನ ಸರಿಪಡಿಸಿ ಮುಂದೆ ಹೋಗುವಂತದ್ದೇ ಸೊ ಸರಿಯಾದ ಒಂದು ಜೀವನ ಕ್ರಮ. പക്ഷെ നമ്മുടെ സമൂഹം നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചേക്കണത് എന്താണ്? ജീവിതം ഭൂമിയിലേക്ക് വന്നേക്കുന്നത് കള്ളു കുടിക്കാനും കഞ്ചാവ് വലിക്കാനും വെറുതെ ഭോഗിച്ച് തിന്ന് എന്തൊക്കെയോ പ്രാന്ത് കാണിച്ച് ജീവിച്ച് ഇവിടുന്ന് ചത്തുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ. ಆದ್ರೆ ನಮ್ಮ ಸಮೂಹ ಇವಾಗ ಏನ್ ಮಾಡ್ತಾ ಇದೆ, ಏನ್ ತಿಳ್ಕೊಂಡಿದ್ದೆ ಸೊ ಭೂಮಿ ಮೇಲೆ ಬಂದ್ಬಿಟ್ಟು ಸೊ ಎಂಜಾಯ್ ಮಾಡ್ಕೊಂಡು ಬದುಕಬೇಕು ಅಂದ್ರೆ ಧೂಮಪಾನ, ಮದ್ಯಪಾನ ಅಥವಾ ಗಾಂಜಾ ಸೇದೋದು ಇದೆಲ್ಲ ಮಾಡ್ಕೊಂಡು ಸೊ ನಾವು ಇಲ್ಲಿಂದ ಎಂಜಾಯ್ ಮಾಡ್ಕೊಂಡು ನಂತರ ಒಂದಿನ ಸತ್ರ ಸಾಕು ಅಂತ ಆ ರೀತಿ ಥಿಂಕ್ ಮಾಡಿದ್ದಾರೆ. അല്ലാതെ ഒരു നല്ല കാര്യവും നമ്മൾ ഒരു സ്ഥലത്ത് നിന്നും പഠിപ്പിക്കണില്ല. നമ്മൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട്, കോളേജിൽ പഠിക്കുന്നുണ്ട്, എഞ്ചിനീയറിംഗ് പഠിക്കുന്നുണ്ട്, ഡോക്ടറേറ്റ് എടുക്കുന്നുണ്ട്. ഇവിടെ എവിടെയെങ്കിലും ധർമ്മത്തെ പറ്റി ആരെങ്കിലും പഠിപ്പിച്ചു തരണ്ടോ? ಆದ್ರೆ ಯಾರು ಕೂಡ ಒಳ್ಳೆ ವಿಷಯನ ಕಲ್ಸ್ತಾನೆ ಇಲ್ಲ ಇವಾಗ. ಯಾವುದೇ ಶಾಲಾ ಕಾಲೇಜುಗಳಾಗ್ಲಿ ಸನಾತನ ಧರ್ಮದ ಬಗ್ಗೆ ಏನಾದ್ರು ಪಾಠ ಮಾಡ್ತಾ ಇದ್ದಾರ? ഇത് നമ്മുടെ ഗ്രന്ഥങ്ങളാണ് പഠിപ്പിക്കുന്നത് സനാതനധർമ്മം പഠിപ്പിക്കാൻ. ഇവിടെ അവിടെ ഇവിടെ എല്ലായിടത്തും ഓരോ ഗുരുക്കന്മാർ മാത്രമല്ലാതെ ആരുമില്ല അത് പഠിപ്പിക്കുന്നു. ಈ ಸನಾತನ ಧರ್ಮನ ಕಲ್ಸಲಿಕ್ಕೆ ಎಲ್ಲೋ ಅಲ್ಲಿ ಇಲ್ಲಿ ಒಬ್ಬೊಬ್ರು ಗುರುಗಳು ಮಾತ್ರ ಇದ್ದಾರೆ ಹೊರತು ಸೊ ಬೇರೆ ಯಾರು ಇಲ್ಲ ಇದ್ರ ಬಗ್ಗೆ ತಿಳಿ ಹೇಳಲಿಕ್ಕೆ. ആരാണ് ഈ ചോദ്യം ചോദിച്ചെങ്കിൽ ചോദ്യം ചോദിക്കാൻ നിങ്ങൾക്ക് ഒരു സെക്കൻഡ് പോലും വേണ്ടി വന്നില്ല. ഇതിന്റെ ആൻസർ പറയാനുള്ള ഡിഫിക്കൽട്ടി നിങ്ങൾ കണ്ടോ? ನೋಡಿ, ನೀವು ಯಾರು ಈ ಕ್ವಶನ್ ಅನ್ನ ಕೇಳಿದ್ದೀರಾ, ನೀವು ಒಂದು ಸೆಕೆಂಡ್ ಸಾಕು ನಿಮಗೆ ಇಂತಹ ಕ್ವಶನ್ ಕೇಳಲಿಕ್ಕೆ. ಆದ್ರೆ ನೋಡಿ ಅದಕ್ಕೆ ಉತ್ತರ ಕೊಡ್ಲಿಕ್ಕೆ ಎಷ್ಟು ಸಮಯ ತಗೊಳುತ್ತೆ ಅಂತ. എനിക്ക് ബുദ്ധിമുട്ടില്ല, ഇത് പറയാൻ എടുക്കുന്ന ടൈമാണ്. ಸೊ ನನಗೇನ್ ತೊಂದರೆ ಇಲ್ಲ ಹೇಳ್ಲಿಕ್ಕೆ, ಆದ್ರೆ ಇದನ್ನ ಹೇಳ್ಲಿಕ್ಕೆ ನೋಡಿ ಎಷ್ಟು ಟೈಮ್ ಬೇಕಾಗುತ್ತೆ ಅಂತ ನೀವು ತಿಳ್ಕೊಳ್ಳಿ. എന്നാലും ഞാൻ ഇത്രയും പറഞ്ഞാൽ ഇത് എത്ര പേർക്ക് മനസ്സിലാവുമെന്ന് ഒരു ബോധ്യവും എനിക്കില്ല. എങ്കിലും ഞാൻ എൻ്റെ കഴിവിന്റെ പരമാവധി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ലളിതമായി പറഞ്ഞു തന്നിട്ടുണ്ട്.
ಸೊ ನನಗೆ ಗೊತ್ತಿರುವಂತಹ ವಿಷಯವನ್ನ ನಾನು ಸ್ವಲ್ಪ ಸರಳವಾಗಿಯೇ ನಿಮಗೆ ಹೇಳ್ಕೊಟ್ಟಿದ್ದೀನಿ. ಎಷ್ಟು ಜನ ಇದನ್ನ ಅರ್ಥ ಮಾಡ್ಕೊಳ್ತಾರೋ ಬಿಡ್ತಾರೋ ನನಗೆ ಗೊತ್ತಿಲ್ಲ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ರಾಜೇಶ್ ಅವರ ಮುಂದಿನ ಕ್ವಶನ್ ಏನಿದೆ ದಯವಿಟ್ಟು ಓದಿ. ಅನ್ಮ್ಯೂಟ್ ಮಾಡು. ನಮಸ್ತೆ ಗುರುಜಿ, ನಮಸ್ತೆ ಗುರುಮ. ಇವತ್ತಿನ ದಿನಗಳಲ್ಲಿ ಸ್ತ್ರೀಯರು ದಾರಿ ತಪ್ಪಲು ಕಾರಣ ಏನು ಗುರುಜಿ ಅಂತ ಕೇಳಿರ್ತಾರೆ. ಯಾರು ದಾರಿ ತಪ್ಪಲು? സ്ത്രീയರು. സോ ഇന്നത്തെ ദിവസത്തിൽ സ്ത്രീകൾ വഴിതെറ്റാൻ കാരണം എന്താണെന്ന് ചോദിക്കുന്നു. അപ്പൊ പുരുഷര് വഴിതെറ്റുന്നില്ലെന്നാണോ? പറഞ്ഞുതരാം. അല്ലല്ല, ആ ചോദിച്ച ചോദ്യം ചെറുതല്ല, ഭയങ്കര വലുതാണ്. ಈ ಈ ಕೇಳಿದಂತ ಭೂಮಿ ಕ್ವಶನ್ ಹಾ. ಈ ಕೇಳಿದಂತ ಕ್ವಶನ್ ತುಂಬಾ ಡೆಪ್ತ್ ಆಗಿದೆ, ತುಂಬಾ ಡೀಪ್ ಆಗಿರುವಂತ ತುಂಬಾ ಒಳ್ಳೆ ಕ್ವಶನ್ ಅದು. ഇവിടെ പുരുഷൻ ചീത്തയായാലും സ്ത്രീ ചീത്തയായാലും അതിന് കാരണം സ്ത്രീ തന്നെയാണ്. ಸೊ ಇಲ್ಲಿ ಪುರುಷರು ಏನು ಕೆಟ್ಟವರಾದ್ರೂ ಕೂಡ, ಸ್ತ್ರೀಗಳು ಕೆಟ್ಟವರಾದ್ರೂ ಕೂಡ, ಸೊ ಅದಕ್ಕೆ ಕಾರಣ ಸ್ತ್ರೀಗಳೇ ಆಗಿರ್ತಾರೆ. ഒരു പുരുഷൻ നന്നായാലും ഒരു സ്ത്രീ നന്നായാലും അതിന്റെ കാരണവും സ്ത്രീ തന്നെയാണ്. ಸೊ ಒಬ್ಬ ಪುರುಷ ಉದ್ಧಾರ ಆದ್ರೆ ಅಥವಾ ಅಂದ್ರೆ ಒಳ್ಳೆಯವರಾದ್ರೆ, ಸ್ತ್ರೀಗಳು ಒಳ್ಳೆಯವರಾದ್ರೆ, ಸೊ ಅದಕ್ಕೂ ಕಾರಣ ಸ್ತ್ರೀಗಳೇ. ഇപ്പൊ ഞാനൊരു പുരുഷനാണ്. ಈಗ ಗುರುಜಿ ಹೇಳ್ತಿದಾರೆ ನಾನೊಬ್ಬ ಪುರುಷ. ഈ ബ്രാഹ്മ മുഹൂർത്തത്തിൽ നിങ്ങളെ വന്നിരുന്ന് ബ്രഹ്മവിദ്യ പറഞ്ഞു തരാൻ ഈ ക്വാളിറ്റിയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ എന്റെ ഭാര്യയും എന്റെ അമ്മയും നല്ല ക്വാളിറ്റി ഉള്ളവരായിരിക്കണം. ಸೊ ಈಗ ಈ ಬ್ರಹ್ಮ ಮುಹೂರ್ತದಲ್ಲಿ ನಿಮಗೆ ಪಾಠ ಹೇಳ್ಕೊಡುವಂತಹ ಗುರುವಾಗಿ ನಾನ್ ಬರ್ಬೇಕು ಅಂದ್ರೆ, ಸೊ ನನ್ನ ಪತ್ನಿ ಮತ್ತೆ ನನ್ನ ತಾಯಿ, ಸೊ ಅವರು ಕೂಡ ಧರ್ಮದಲ್ಲಿ ಆಗಿರ್ತಾರೆ. ഒരു ധർമ്മത്തിൽ ജീവിക്കുന്ന മാതാവും ഒരു ധർമ്മത്തിൽ ജീവിക്കുന്ന ഭാര്യയും ധർമ്മപത്നിയും ധർമ്മത്തിൽ ജീവിക്കുന്ന അമ്മയും ആയതുകൊണ്ടാണ് ഈ ഇരിക്കുന്ന ഞാൻ ഇത്രയും ക്വാളിറ്റിയിൽ വന്നത്. ಸೊ ಧರ್ಮದಲ್ಲಿ ಬದುಕ್ತಾ ಇರುವಂತಹ ಏನು ಸ್ತ್ರೀ ಆಗಿರೋದ್ರಿಂದ, ಆತರ ಧರ್ಮ ಪತ್ನಿ ಆಗಿರೋದ್ರಿಂದ, ಮತ್ತೆ ಧರ್ಮದಲ್ಲಿ ಬದುಕ್ತಾ ಇರುವಂತಹ ಧರ್ಮದ ಆ ತಾಯಿ ಆಗಿರೋದ್ರಿಂದ, ಸೊ ನನಗೆ ಈ ಕ್ವಾಲಿಟಿ ಬಂದಿದೆ. എന്റെ മാതാവ് അധർമ്മത്തിൽ ജീവിച്ചിരുന്ന ആളായിരുന്നുണ്ടെങ്കിൽ എന്നോട് പറയും, നീ കൊലപാതകം ചെയ്തോ, കഞ്ചാവ് കടത്തി, എങ്ങനെയാണ് കാശ് ഉണ്ടാക്കിയാൽ മതി, കാശ് വേണമെന്ന് പറയും. ನನ್ನ ತಾಯಿ ಯಾವತ್ತಾದ್ರೂ ಏನಾದ್ರೂ ಅಧರ್ಮದಲ್ಲಿ ಬದುಕ್ತಾ ಇದ್ದಿದ್ರೆ, ಸೊ ನನಗೆ ಹೇಳ್ತಾ ಇದ್ರು, ನೀನು ಕದಿ ಅಥವಾ ಕೊಲೆ ಮಾಡು ಅಥವಾ ಬೇರೆ ಅಧರ್ಮದಲ್ಲಿ ನೀನು ಬದುಕು ಅಂತ ಅವರು ಅದನ್ನೇ ಹೇಳ್ಕೊಡ್ತಾ ಇದ್ರು. എന്റെ ധർമ്മത്തിലേക്കും അധർമ്മത്തിലേക്കും നയിക്കാൻ കഴിവുള്ളവളാണ് എന്റെ അമ്മ. ಸೊ ನನ್ನನ್ನ ಧರ್ಮದಲ್ಲೂ ಅಧರ್ಮದಲ್ಲೂ ಯಾವ ರೀತಿ ಕೊಂಡೊಯ್ಬೇಕು ಅಂತ ಹೇಳಿ ಆ ಸಾಮರ್ಥ್ಯ ಇರುವಂತದ್ದು ನನ್ನ ತಾಯಿಗೆ. എനിക്ക് ജന്മം നൽകിയത് പോലും ശ്രേഷ്ഠമായ രീതിയിലായതുകൊണ്ടാണ് നല്ല പുത്രനായിട്ട് മാറിയത്. ಸೊ ನನಗೆ ಜನ್ಮ ನೀಡಿದ್ದು ಅಷ್ಟೊಂದು ಶ್ರೇಷ್ಠತೆಯಿಂದ ಆಗಿರೋದ್ರಿಂದ, ಸೊ ನಾನೊಬ್ಬ ಒಳ್ಳೆಯ ಪುತ್ರನಾಗಿ ನಾನು ಬೆಳೆದೆ. നമുക്കൊരു ക്വാളിറ്റിയുള്ള പുത്രൻ വേണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി മാതാപിതാക്കൾ അല്പം ഒന്ന് തയ്യാറെടുക്കണം. ನಮಗೆ ಒಳ್ಳೆ ಕ್ವಾಲಿಟಿ ಇರುವಂತಹ ಮಗು ಬೇಕು ಅಂತ ಹೇಳಿದ್ರೆ ತಂದೆ ತಾಯಿಗಳು ಕೂಡ ಸೊ ಅದಕ್ಕೆ ಪ್ರಯತ್ನ ಪಡ್ಬೇಕು. ശവക്കറി നിന്ന് മദ്യവും ലഹരി പദാർത്ഥവും കഞ്ചാവും ഒക്കെ കഴിച്ച് തോന്നിവാസം ഒരു കുട്ടി ഉണ്ടായാൽ അതിന് ആ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. ಈ ಧೂಮಪಾನ ಮದ್ಯಪಾನ ಎಲ್ಲ ತಗೊಂಡು ಅಥವಾ ಈ ಶವಕರಿಗಳನ್ನೆಲ್ಲ ತಿಂದ್ಬಿಟ್ಟು ಸೊ ಒಂದು ಮಗು ಹುಟ್ಸೋದಾದ್ರೆ, ಸೊ ಅದಕ್ಕೆ ಆ ಕ್ವಾಲಿಟಿನೇ ಇರೋದು. കുട്ടി ഉള്ളിൽ കിടക്കുമ്പോൾ മാതാവും പിതാവും ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ആ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. ಸೊ ಮಗು ಒಳಗೆ ಇರ್ಬೇಕಾದ್ರೆ ತಂದೆ ತಾಯಿ ಬ್ರಹ್ಮಚರ್ಯ ಪಾಲನೆ ಮಾಡ್ತಾ ಇಲ್ಲ ಅಂತ ಹೇಳಿದ್ರೆ, ಸೊ ಮಗುಗೂ ಆ ಕ್ವಾಲಿಟಿನೇ ಇರುತ್ತೆ. ഒരു നല്ല കുട്ടി ഉണ്ടാവണമെങ്കിൽ മാതാവും പിതാവും സഹനം, അത്രമാത്രം ത്യാഗത്തിലൂടെ മാത്രമേ അങ്ങനെ ആക്കിയെടുക്കാൻ പറ്റുള്ളൂ. ಒಂದು ಒಳ್ಳೆಯ ಮಗು ಹುಟ್ಟಬೇಕು ಅಂತ ಹೇಳಿದ್ರೆ ತಂದೆ ತಾಯಿಯಲ್ಲಿ ಅಷ್ಟೊಂದು ಸಹನೆ, ಆ ಒಳ್ಳೆತನ ಇದ್ರೆ ಮಾತ್ರ ಒಳ್ಳೆಯ ಮಗು ಬರುತ್ತೆ. ആ മകന് ഭർതൃധർമ്മം എന്താണെന്നും പുത്രധർമ്മം എന്താണെന്നും ആരും പറഞ്ഞു കൊടുക്കണ്ട, കൃത്യമായിട്ട് അറിയാമായിരിക്കും. ಸೊ ಆ ಮಗುಗೆ ಅದು ಹುಟ್ಟಿದ್ಮೇಲೆ ಅದಕ್ಕೆ ಹೇಳ್ಬೇಕು ಅಂತಾನೆ ಇಲ್ಲ, ಏನು ಈ ಗಂಡನ ಧರ್ಮ ಏನು, ತಂದೆಯ ಧರ್ಮ ಏನು ಅಂತ ಒಂದು ಗಂಡು ಮಗು ಅದಕ್ಕೆ ಗೊತ್ತಿರುತ್ತೆ. അങ്ങനെയുള്ള ഒരു പുത്രനും അങ്ങനെയുള്ള ഒരു പുത്രിയും ഒരുമിച്ച് ജീവിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്വാളിറ്റി ലൈഫ് ഇന്ന് ഞങ്ങൾക്ക് നയിക്കാൻ പറ്റണത്. ಸೊ ಆ ರೀತಿಯ ಒಳ್ಳೆಯ ಇರುವಂತಹ ಏನು ಗಂಡು ಮಗು ಆಗ್ಲಿ ಹೆಣ್ಣು ಮಗು ಆಗ್ಲಿ, ಸೊ ಅವರು ಬೆಳೆದು ಸೊ ಅವ್ರ ಜೊತೆ ಸೇರಿದಾಗ ಇಂತಹ ಕ್ವಾಲಿಟಿ ಇರುವಂತಹ ಏನು ಗುರುಗಳಂತಹ ವ್ಯಕ್ತಿಗಳು ಹುಟ್ಟುತ್ತಾರೆ. നിങ്ങൾ ഗുരുമ എന്ന് വിളിക്കുന്ന എന്റെ ധർമ്മപത്നിയും ഇതുപോലെ ഒരു നല്ല മാതാവിനും പിതാവിനും ജനിച്ചുകൊണ്ട് മാത്രമാണ് ഈ ക്വാളിറ്റിയിൽ അവരും എത്തിപ്പെട്ടത്. ನೀವೇನು ಗುರುಮಾತಾ ಅಂತ ಕರೀತೀರ ಗುರೂಜಿ ಅವರ ಧರ್ಮಪತ್ನಿ, ಸೊ ಅವರು ಇಂತಹ ಒಳ್ಳೆಯ ಕ್ವಾಲಿಟಿಯಿಂದ ಬಂದವರಾಗಿದ್ದಾರೆ. എങ്ങനെയോ ഈ ഭാഗ്യങ്ങൾ ഉണ്ടാവുമ്പോഴാണ് ഓരോ കുടുംബത്തിലും സൽപുത്രനും സൽപുത്രിയും ഉണ്ടാവുന്നത്. ಸೊ ಎಲ್ಲೋ ಅಪರೂಪಕ್ಕೆ ಇಂತಹ ಭಾಗ್ಯಗಳು ಇರೋದ್ರಿಂದ ಇಂತಹ ಏನು ಉತ್ತಮ ಪುತ್ರ ಉತ್ತಮ ಪುತ್ರಿಗಳು ಹುಟ್ಟುತ್ತಾರೆ.
അപ്പൊ സ്ത്രീകൾ എങ്ങനെ ചീത്തയാവണം, പുരുഷന്മാർ എങ്ങനെ ചീത്തയാവണം എന്നുള്ളതിന്റെ ഉത്തരം ഇതിനുള്ളിൽ അന്തർലീനമായിട്ട് കിടപ്പുണ്ട്. ಸೊ ಈ ಸ್ತ್ರೀಗಳು ಅಂದ್ರೆ ಸ್ತ್ರೀಗಳು ಯಾವ ರೀತಿ ಕೆಟ್ಟವರಾಗ್ತಾರೆ ಅಥವಾ ಸ್ತ್ರೀಗಳು ಕೆಟ್ಟವರಾದ್ರೆ ಬಾಕಿದವರು ಕೆಟ್ಟವರಾಗ್ತಾರೆ ಅನ್ನುವಂತಹ ಒಂದು ನಿಗೂಢತೆ ಸೊ ಇದರ ಒಳಗಡೆ ಅಂತರ್ಗತವಾಗಿದೆ. സ്ത്രീയുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞത് ധർമ്മത്തിൽ ജീവിക്കാനാണ് സ്ത്രീയോട് പറഞ്ഞിട്ടുള്ളത്. ಸ್ತ್ರೀಯ ಕ್ವಾಲಿಟಿ ಏನು ಅಂತ ಹೇಳಿದ್ರೆ ಆಕೆ ಧರ್ಮದಲ್ಲಿ ಬದುಕಬೇಕು ಅಂತ ಹೇಳಿದ್ದಾರೆ. അതുകൊണ്ടാണ് അവരെ ധർമ്മപത്നി എന്ന് പറയുന്നത്. ಅದಕ್ಕೆ ಸ್ತ್ರೀಯನ್ನ ಧರ್ಮ ಪತ್ನಿ ಅಂತ ಕರೆಯಲಾಗುತ್ತೆ. ധർമ്മ ഭർത്താവ് എന്ന് ഒരിക്കലും പറയാറില്ല. ಧರ್ಮದ ಪುರುಷ ಅಂತ ಯಾವತ್ತೂ ಹೇಳಲ್ಲ. ധർമ്മത്തിൽ ജീവിക്കുന്ന പത്നിയാണ് എന്നുണ്ടെങ്കിൽ അവൾ പതിവ്രതയായിരിക്കും. പതിയെ വ്രതശുദ്ധി കൊണ്ട് ഭഗവാനോളം ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള കഴിവും. ಧರ್ಮಪತ್ನಿ ಅನ್ನುವಂಥದ್ದು ಸೊ ಆಕೆ ಅಷ್ಟೊಂದು ವೃತಶುದ್ಧಿಯಿಂದ ಇರ್ಬೇಕು. ಸೊ ತನ್ನ ಗಂಡನನ್ನ ಅಷ್ಟೊಂದು ವೃತಶುದ್ಧಿಯಿಂದ ಕಾಣ್ತಾ ಸೊ ಗಂಡನನ್ನ ದೇವರ ಅಷ್ಟು ಆ ಮಟ್ಟಕ್ಕೆ ಆ ಎತ್ತರಕ್ಕೆ ಬೆಳೆಸುವಂತವಳಾಗಿರ್ತಾಳೆ. അങ്ങനെ പോകുന്ന ധർമ്മപത്നിമാർക്ക് ಸೊ പുരുഷന്മാർ ധർമ്മത്തിൽ പോയാൽ പോലും അവരെ നല്ല വഴിക്ക് കൊണ്ടുവരാനുള്ള കഴിവുണ്ടാവും. ಸೊ ಅಂತಹ ಧರ್ಮಪತಿಗಳು ತನ್ನ ಗಂಡಂದಿರು ಸೊ ಏನು ಕೆಟ್ಟ ರೀತಿಯಲ್ಲಿ ಹೋದ್ರು ಕೂಡ ಸೊ ಅವರನ್ನ ಒಳ್ಳೆ ರೀತಿಗೆ ತರುವಂತಹ ಸಾಮರ್ಥ್ಯ ಹೊಂದಿರ್ತಾರೆ. ഇന്ന് എന്ത് പറ്റി? അധർമ്മത്തിലുള്ള പുത്രന്മാരുണ്ടാവും, അധർമ്മത്തിലുള്ള ഭർത്താവ് ഉണ്ടാവും. ആ അധർമ്മത്തിന്റെ ഭർത്താവിന്റെ കൂടെ കുടുംബ ധർമ്മമുള്ള ഭാര്യ ആയിരിക്കില്ല. ഭാര്യ ഭർത്താവ് 2 സ്മോൾ അടിച്ചാൽ ഭാര്യ 5 സ്മോൾ അടിക്കും. ഭാര്യ പറയും എനിക്ക് ശവക്കറി ഇല്ലാണ്ട് കിടന്നുറങ്ങാൻ പറ്റില്ല എന്ന്. ಸೊ ಈಗಿನ ಏನು ಈ ಜನರೇಷನ್ ಏನಾಗಿದೆ ಅಂತ ಹೇಳಿದ್ರೆ ಸೊ ಗಂಡಂದಿರು ಅಧರ್ಮದ ದಾರಿಯಲ್ಲಿ ಹೋಗೋತ್ತಿಗೆ ಹೆಂಡತಿಯರು ಸಪೋರ್ಟ್ ಮಾಡುವಂತವರಾಗಿದ್ದಾರೆ. ಸೊ ಅವರು ಏನು 2 ಪೆಗ್ ಅಥವಾ ಏನು ಮದ್ಯಪಾನ ಮಾಡುವವರಾಗಿದ್ದಾರೆ, ಇವರು ಕೂಡ ಅವ್ರ ಜೊತೆ ಸೇರ್ಬಿಟ್ಟು ಮದ್ಯಪಾನ ಮಾಡೋದು ಸೊ ಅಥವಾ ಈ ರೀತಿಯ ಚಟುವಟಿಕೆಗಳಲ್ಲಿ ಅವರು ತೊಡಗಿಸ್ಕೊಂಡಿದ್ದಾರೆ. ಇವರನ್ನ ಧರ್ಮಪತ್ನಿ ಅಂತ ಕರೀಲಿಕ್ಕೆ ಆಗುತ್ತಾ? ഇതിന് ഉദാഹരണം ഞണ്ടുകളെ നോക്കിയാൽ മതി. ಸೊ ಇದಕ್ಕೆ ಉದಾಹರಣೆ ಏಡಿಗಳನ್ನ ನೀವು ನೋಡಿದ್ರೆ ಸಾಕು. ഞണ്ടുകൾ ഏതെങ്കിലും നേരെ നടക്കുന്ന കണ്ടിട്ടുണ്ടോ? ಸೊ ಏಡಿಗಳು ಯಾವತ್ತಾದ್ರೂ ಏನು ನೇರವಾಗಿ ನಡೆಯೋದನ್ನ ನೀವು ನೋಡಿದೀರಾ? അവരെ നേരെ നടത്താൻ പഠിപ്പിച്ചാലും നേരെ നടക്കൂല, അവര് സൈഡിലേക്ക് പോകുള്ളൂ. ಸೊ ಅದನ್ನ ಎಷ್ಟೇ ನೇರವಾಗಿ ನಡಿಲಿಕ್ಕೆ ಕಲ್ತರೂ ಕೂಡ ಅದು ಒಂದು ಸೈಡ್ಗೆ ನಡ್ಕೊಂಡು ಹೋಗ್ತಾ ಇರುತ್ತೆ. ഇപ്പൊ ഇങ്ങനെ ഒരു പരിവർത്തനം പറ്റുമോ എന്നൊന്ന് പരീക്ഷണമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന. സമൂഹം നന്നാവോ ഇല്ലയോ എന്ന് അറിയാൻ. ಸೊ ಈಗ ಒಂದು ಈ ರೀತಿ ಒಂದು ಒಳ್ಳೆಯ ಪರಿವರ್ತನೆ ಆಗುತ್ತಾ ಅಂತ ಅದೊಂದು ಪರೀಕ್ಷೆ ಈಗ ನಡೀತಾ ಇದೆ. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ ക്ലാസ്സിൽ എത്രയോ ആളുകൾ വരുന്നുണ്ട്. അതിനകത്ത് ആദ്യത്തെ ക്ലാസ് കഴിയുമ്പോൾ പകുതി ആൾക്കാർ പോകും. കാരണം എന്താ? ഞാൻ പറയും ആളുകളോട് ശവക്കറി കഴിക്കരുതെന്ന്. ಸೊ ನೀವು ನೋಡ್ಕೊಳ್ಳಿ, ಈಗ ತರಗತಿಗೆ ಬರುವವರು ತುಂಬಾ ಜನ ಬರ್ತಾರೆ. ಸೊ ಮೊದಲನೇ ಕ್ಲಾಸ್ ಕೇಳ್ದಂಗೆ ಸೊ ಅದರಿಂದ ಅರ್ಧ ಜನ ಹೋಗಿರ್ತಾರೆ. ಕಾರಣ ಇಷ್ಟೇ, ನಾನು ಶವಕರಿ ಅಥವಾ ಈ ನಾನ್ ವೆಜ್ ಏನು ತಿನ್ಬಾರ್ದು ಅಂತ ನಾನು ಹೇಳ್ತೀನಿ. ಸೊ ഇപ്പൊ ಅದು ತಿಳ್ಕೊಂಡಂಗೆ ತುಂಬಾ ಜನ ಹೋಗ್ತಾರೆ. ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ 401 പേരുണ്ട്. ಸೊ ಈಗ 401 ಏನು ಜನ ನಮ್ಮ ಕ್ಲಾಸ್ ಅಲ್ಲಿ ಇದ್ದಾರೆ. നാളത്തെ ദിവസം ആകുമ്പോഴേക്കും ഇതൊരു 200 ആവും, പിന്നെ 150 ആവും. ಸೊ ನಾಳೆ ನೀವು ನೋಡ್ಕೊಳ್ಳಿ 200 ಆಗುತ್ತೆ, 150 ಆಗುತ್ತೆ. കാരണം എന്താ? ശവക്കറി കഴിക്കരുതെന്ന് പറയാണ്. ಸೊ ಕಾರಣ ಏನು? ನಾನು ಇಲ್ಲಿ ಶವಕರಿ ತಿನ್ಬಾರ್ದು ಅಂತ ಹೇಳ್ತೀನಿ. ഒരാൾക്കും ധർമ്മത്തിൽ ജീവിക്കാൻ താല്പര്യമേ ഇല്ല. ಯಾರಿಗೋ ಧರ್ಮದಲ್ಲಿ ಬದುಕಬೇಕು ಅನ್ನುವಂತಹ ಒಂದು ಏನು ಆ ಒಂದು ಇದೇ ಇಲ್ವಾ ಅವ್ರಿಗೆ? ഇപ്പൊ നമ്മുടെ ആശ്രമത്തിൽ കഞ്ചാവും മയക്കുമരുന്നും മദ്യവും ലഹരി പദാർത്ഥവും പിന്നെ തോന്നിവാസമുള്ള ജീവിതമാണോ എന്നിരിക്കട്ടെ, ലിവിങ് ടുഗദർ പോലെ ഇവിടെ ആളുകളെ കൊണ്ട് തടഞ്ഞിട്ട് നടക്കാൻ പാടുണ്ടാവില്ല. ಸೊ ಇಲ್ಲಿ ನಮ್ಮ ಆಶ್ರಮದಲ್ಲಿ ಏನು ನಾವು ಡ್ರಿಂಕ್ಸ್ ಮಾಡ್ತೀವಿ ಅಥವಾ ಏನು ಗಾಂಜಾ ಮಾಡ್ತೀವಿ ಅಥವಾ ಇಲ್ಲಿ ಏನಾದ್ರು ಅನಾಚಾರಗಳಿಗೆ ಸಪೋರ್ಟ್ ಮಾಡ್ತೀವಿ ಅಂತ ಹೇಳಿದ್ರೆ ಸೊ ಇಲ್ಲಿ ಜನ ಕಿಕ್ಕಿರಿದು ತುಂಬುತ್ತಾರೆ. ആളുകൾക്ക് അധർമ്മത്തോട് ഭയങ്കര ആകർഷണമാണ്. ಜನಗಳಿಗೆ ಏನು ಅಧರ್ಮದಲ್ಲಿ ತುಂಬಾ ಅಟ್ರಾಕ್ಷನ್ ಇದೆ. ഇതൊന്നും പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കണേ ഇല്ല. ಇದೆಲ್ಲ ಬ್ರಹ್ಮಾಂಡಕ್ಕೆ ಸಂಬಂಧಪಟ್ಟಂಗೆ ಅದು ಏನು ಶ್ರದ್ಧೆ ಕೊಡೋದೇ ಇಲ್ಲ ಅದಕ್ಕೆ. നമ്മൾ വീട്ടിൽ പശുവിനെ തിന്നാൻ വേണ്ടി അഴിച്ചിടും. ಸೊ ನಾವು ಹಸುವನ್ನ ನಾವು ಹಗ್ಗ ಬಿಡ್ತೀವಿ ಅದನ್ನ ಅದು ತಿನ್ಲಿ ಅಂತೇಳಿ. അത് അവിടെ ഇവിടെ നടന്ന് പല പുല്ലും തിന്നും, അവിടെ ഇവിടെയും ചാണകോടും പല പണിയും ചെയ്യും. നമ്മൾ വല്ല ശ്രദ്ധിക്കാറുണ്ടോ? ಸೊ ಅದು ಅಲ್ಲಿ ಇಲ್ಲಿ ಹೋಗಿ ಏನು ಹುಲ್ಲು ತಿನ್ನುತ್ತೆ, ಸಗಣಿ ಹಾಕುತ್ತೆ. ಸೊ ನಾವು ಅದನ್ನ ಏನು ನಾವು ಅಬ್ಸರ್ವ್ ಮಾಡ್ತಾ ಇರ್ತೀವ. ആ പശുവായിട്ട് റബ്ബർ പാലോ കപ്പയുടെ ഇലയോ ഒക്കെ തിന്നു കഴിഞ്ഞാൽ അതിന് വയറിന് പ്രശ്നം ഉണ്ടാവും, ഛർദിക്കും, ബുദ്ധിമുട്ട് അത് അനുഭവിച്ചോളും. ಸೊ ಅದು ಯಾವ್ದಾದ್ರು ರಬ್ಬರ್ ಹಾಲು ಅಥವಾ ಬೇರೆ ರೀತಿಯ ಏನಾದ್ರು ತಿಂದ್ರೆ ಸೊ ಅದಕ್ಕೆ ಹೊಟ್ಟೆ ಪ್ರಾಬ್ಲಮ್ ಆಗುತ್ತೆ, ಅದು ಅನುಭವಿಸ್ತಾ ಇರುತ್ತೆ. നമ്മളല്ലാണ്ട് പശുവിനെ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കാറുണ്ടോ? റബ്ബർ പാല് കുടിക്കരുത്, മറ്റേ കപ്പയുടെ ഇല തിന്നരുതെന്ന് പറഞ്ഞ് പഠിപ്പിക്കാറുണ്ട്. ಸೊ ಗೆಣಸಿನ ಎಲೆ ತಿನ್ಬಾರ್ದು ಅಥವಾ ರಬ್ಬರ್ ಹಾಲು ಕುಡಿಬಾರ್ದು ಅಂತೇಳಿ ಈ ಹಸುಗಳಿಗೆ ನಾವೇನಾದ್ರು ಸ್ಕೂಲ್ ಕಳಿಸ್ತಾ ಇದೀವಿ, ಅದಕ್ಕೇನಾದ್ರು ವಿದ್ಯೆ ತಿಳಿಸ್ತಾ ಇದೀವ?
ദൈവം ഇവിടെ സ്കൂളൊന്നും തുടങ്ങിയിട്ടൊന്നുമില്ല. എല്ലാവരും പോയി ജനിച്ചു കഴിയുമ്പോൾ 3 വയസ്സിൽ പ്ലേ സ്കൂളിൽ പോകണം, 5 വയസ്സിൽ 1-ാം ക്ലാസ്സിൽ പോകണം. ഇത് പഠിച്ചിട്ട് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് മരിച്ചാൽ മാത്രമേ ಸ್വർಗത്തിലേക്ക് സ്ഥലം കിട്ടുള്ളൂ എന്ന് ദൈവം പറഞ്ഞിട്ടില്ല. ದೇವರು ಇಲ್ಲಿ ಏನು ನಿಯಮಗಳೇನು ಮಾಡಿಲ್ಲ, ಇಲ್ಲಿ ಏನು ಸ್ಕೂಲ್ಗಳೇನು ಮಾಡಿಲ್ಲ. ಸೊ ನೀವು ಇಲ್ಲಿ ಏನು ಆ ನರ್ಸರಿಯಿಂದ ಹಿಡಿದ್ಬಿಟ್ಟು ಏನು ಡಿಗ್ರಿವರೆಗೂ ಅಥವಾ ಇಂಜಿನಿಯರ್ ವರೆಗೂ ಸೊ ಇಲ್ಲೇ ಮಾಡ್ಬಿಟ್ಟು ಅದು ಕಂಪ್ಲೀಟ್ ಮಾಡ್ಕೊಂಡು ನೀವು ನನ್ನ ಹತ್ರಕ್ಕೆ ಬನ್ನಿ ಅಂತ ಏನು ಹೇಳಿಲ್ಲ. പ്രപഞ്ച ദൈവം പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് ജീവിക്കണം, ബ്രഹ്മജ്ഞാനിയായിട്ട് സമാധിയാവണം, നിനക്കെന്നാ അവിടെ സ്ഥലമുണ്ട്. ಸೊ ದೇವರು ಹೇಳಿರುವಂತದ್ದು ನೀವು ಬ್ರಹ್ಮಚರ್ಯದ ಪಾಲನೆ ಮಾಡಿ, ಸೊ ಅದೇ ರೀತಿ ಸಮಾಧಿಯಾಗಿ ಬನ್ನಿ ಅಂತ ದೇವರು ಹೇಳಿರುವಂತದ್ದು. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ഉദാഹരണം കൂടി പറയാം. ಸೊ ನಿಮಗೆ ಗೊತ್ತಾಗುವಂಗೆ ಇನ್ನೊಂದು ಉದಾಹರಣೆ ಹೇಳ್ತೇನೆ. ഇങ്ങനെയാണ് ഭൂമിയിലേക്ക് നമ്മൾ ജനിക്കുന്ന വെള്ളം എന്ന് വിചാരിക്കും. ഇതിപ്പോ ഞാൻ കുടിക്കുന്നത് ഒരു ചൂടുവെള്ളമാണ്. ಸೊ ನಾನು ಕುಡಿತಾ ಇರುವಂತದ್ದು ಹಾಟ್ ವಾಟರ್, ಬಿಸಿ ನೀರು. ഇത് ഞാൻ കുടിച്ചു. ಇದು ನಾನು ಕುಡಿತಾ ಇದ್ದೇನೆ. എന്റെ ശരീരത്തിൽ നിന്ന് അത് ഏതെങ്കിലും രൂപത്തിലേക്ക് പുറത്തേക്ക് വന്ന് ആരെങ്കിലും പിന്നെ കഴിക്കുമോ? ಇದು ಯಾವುದೇ ರೂಪದಲ್ಲಿ ನನ್ನ ಶರೀರದಿಂದ ಹೊರ ಬಂದ್ರೆ ಯಾರಾದ್ರೂ ಅದನ್ನ ತಗೊಳ್ತಾರ? ಅದು ഇതുപോലെയാണ് പ്രപഞ്ചത്തിൽ പഞ്ചഭൂതങ്ങളാൽ നമ്മൾ ഓരോരുത്തരും സൃഷ്ടിക്കപ്പെടും. ಸೊ ಇದೇ ರೀತಿ ಪಂಚಭೂತಗಳಿಂದ ನಾವು ಒಬ್ಬೊಬ್ರು ಏನು ಸೃಷ್ಟಿ ಆಗ್ತೀವಿ. ജനിച്ചു പോയോ പിന്നെ അതിന് ക്ലീൻ ആയാൽ മാത്രമേ തിരിച്ച് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. ಸೊ ಹುಟ್ಟದ ಮೇಲೆ ಅದು ಕ್ಲೀನ್ ಆದ್ರೆ ಮಾತ್ರ ನಮಗೆ ರಿಟರ್ನ್ ಅಲ್ಲಿಗೆ ಹೋಗ್ಲಿಕ್ಕೆ ಸಾಧ್ಯ. അല്ലെങ്കിൽ നമ്മുടെ മലമൂത്ര വിസർജനം മാതിരി അവിടെ കിടക്കും. ಸೊ ಅಲ್ಲದಿದ್ರೆ ನಮ್ಮ ಮಲಮೂತ್ರ ಏನು ವಿಸರ್ಜನೆ ಮಾಡ್ತೀವೋ ಸೊ ಅದೇ ರೀತಿ ಅಲ್ಲೇ ಇರ್ತದೆ. എത്ര കോടി രൂപയുടെ ഭക്ഷണമാണെങ്കിലും കഴുത്തിന് താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് മലമല്ലേ? ಎಷ್ಟೇ ಕೋಟಿ ರೂಪಾಯಿ ಬೆಲೆ ಬಾಳುವಂತಹ ಆಹಾರ ಪದಾರ್ಥಗಳಾದ್ರೂ ಕುತ್ತಿಗೆಯಿಂದ ಕೆಳಗಡೆ ಹೋದ್ರೆ ಸೊ ಅದು ಮಲಮೂತ್ರಗಳಾಗಿ ಹೋಗುತ್ತೆ. അതുപോലെ തന്നെ എത്ര സുന്ദരനായാലും എത്ര പൈസ ഉണ്ടായാലും എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനൊന്നും ദൈവത്തിനും വേണ്ട, ആർക്കും വേണ്ട. അവൻ ഇവിടെ കിടന്ന് അനുഭവിച്ച് നരയിച്ച് ഇവിടുന്ന് അടുത്ത ജന്മം എടുത്ത് വീണ്ടും കറങ്ങി തിരിഞ്ഞ് മൂത്രം ശുദ്ധജലമാവുന്നത് പോലെ പതുക്കെ മാത്രമേ വീണ്ടും അത് ആകാശത്ത് പോയി വീണ്ടും ജലമായിട്ട് താഴെ വന്ന് ശുദ്ധിയായിട്ട് വരും. ಸೊ ಅದೇ ರೀತಿ ಎಷ್ಟೇ ಸುಂದರರಾದ್ರೂ ಎಷ್ಟೇ ಸುಂದರಿಗಳಾದ್ರೂ ಕೂಡ ಸತ್ತ ಮೇಲೆ ಸೊ ಅವ್ರು ಯಾರಿಗೂ ಬೇಡ, ಸೊ ಮನುಷ್ಯರಿಗೂ ಬೇಡ, ದೇವ್ರಿಗೂ ಬೇಡ. ಸೊ ಅವರು ಫಿಲ್ಟರ್ ಆಗಿ ಏನು ಈ ಭೂಮಿಯಿಂದ ಏನು ನೀರುಗಳು ಆಕಾಶಕ್ಕೆ ಹೋಗಿ ಸೊ ಅಲ್ಲಿಂದ ಫಿಲ್ಟರ್ ಆಗಿ ಮತ್ತೆ ಮಳೆಯಾಗಿ ಬರುವಂಗೆ ನಾವು ಅಷ್ಟೊಂದು ಫಿಲ್ಟರ್ ಆಗಿ ಹೋದ್ರೆ ಮಾತ್ರ ನಾವು ಏನು ದೇವರ ಹತ್ರ ಸೇರ್ಬೋದು. നീരെന്ത് ഫിൽട്ടർ അല്ല, നീര് നമ്മൾ കുടിച്ചിട്ട് മൂത്രമായി പോയി അത് ഫിൽട്ടറായി വരുന്നത് പോലെ നമ്മൾ ഓരോരുത്തരും മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ശുദ്ധമായി പോയാൽ മാത്രമേ നമ്മൾ വീണ്ടും ആ വന്നിടത്തേക്ക് നമ്മൾ എത്തിപ്പെടുള്ളൂ. ಸೊ ನಾವು ಬರೀ ನೀರು ಶುದ್ಧ ಆಗುವಂತದ್ದಲ್ಲ, ಸೊ ನಮ್ಮ ಮೂತ್ರ ವಿಸರ್ಜನೆಯಾಗಿ ಸೊ ಅದು ಕೂಡ ಯಾವ ರೀತಿ ಶುದ್ಧ ಜಲವಾಗಿ ಮತ್ತೆ ಬರುತ್ತೆ, ಸೊ ಅದೇ ರೀತಿ ನಮ್ಮ ಒಳಗಡೆ ಫಿಲ್ಟರ್ ಮಾಡ್ಕೊಂಡು ನಾವು ಬರ್ಬೇಕು ಅಂತ ಹೇಳ್ತಾರೆ. അത്രമാത്രം ഫിൽട്ടറിങ് പ്രപഞ്ചത്തിൽ നടക്കണ്ട. ആരും വെറുതെ അന്ധവിശ്വാസത്തിൽ ഇതൊന്നും കുഴപ്പമില്ല എന്ന് ഓർത്ത് ജീവിക്കണ്ട. ಯಾರೋ ನಿಮ್ಮ ಮೂಢನಂಬಿಕೆಗಳಿಂದ ಸೊ ಇದೇನ್ ತೊಂದರೆ ಇಲ್ಲ, ನಮಗೆ ಇಷ್ಟ ಬಂದಂಗೆ ಬದುಕಬಹುದು ಅಂತ ನೀವು ತಿಳ್ಕೊಬೇಡಿ. സനാതനധർമ്മം കള്ളു കുടിച്ചിട്ട് എഴുതിയതൊന്നല്ല. ഗുരു പരമ്പരകളായിട്ടുള്ള ശ്രേഷ്ഠ ഗുരുക്കന്മാർ എഴുതി വച്ചിട്ടുള്ള നിയമ സംവിധാനമാണ് സനാതനധർമ്മം എന്ന് പറയുന്നത്. ಸನಾತನ ಧರ್ಮ ಅನ್ನುವಂಥದ್ದು ಏನು ಮದ್ಯ ಸೇವನೆ ಮಾಡ್ಕೊಂಡು ಬರ್ದಿರುವಂತದ್ದಲ್ಲ. ಸೊ ನಮ್ಮ ಗುರು ಪರಂಪರೆಯಿಂದ ಗುರುಗಳು ಅವರು ಅಷ್ಟೊಂದು ಶ್ರೇಷ್ಠತೆಯಿಂದ ಕೂಡಿ ಅದು ಬರ್ದಿರುವಂತಹ ಗ್ರಂಥಗಳು. അല്ലാതെ ഒരു ഉണ്ടാക്കിയ സ്റ്റോറി ഒന്നുമല്ല. 6 ഭൂഖണ്ഡത്തിൽ നിന്ന് 17 പേര് ഒരുമിച്ച് ഒരേപോലെ എഴുതിയെന്ന് പറയാൻ പാകത്തിന് പൊട്ടക്കഥയല്ലാതെ. ഇത് ഓരോ ഗുരുക്കന്മാരും അതിന്റെ ശ്രേഷ്ഠത കൊണ്ട് അവര് ധ്യാനത്തിലൂടെ മനസ്സിലാക്കി അവർ ഓരോന്നിനെയും വ്യക്തമായി കാര്യകാരണ സഹിതം റിസർച്ചോടുകൂടി അവർ എഴുതി വച്ചിരിക്കുന്നതാണ്. ಸೊ ಸುಮ್ಮನೆ ಅವರ ಬಾಯಿಗೆ ಬಂದಂತೆ ಅವರ ಮನಸ್ಸಿಗೆ ತೋಚಿದಂತೆ ಗೀಚಿದಂತಹ ಈ ಗ್ರಂಥಗಳೆಲ್ಲ ಸನಾತನ ಧರ್ಮದ ಗ್ರಂಥಗಳು. ಒಬ್ಬೊಬ್ಬ ಏನು ಗುರುಗಳು ಕೂಡ ತಪಸ್ಸು ಮಾಡಿ ಅಷ್ಟೊಂದು ಕಷ್ಟಪಟ್ಟು ಅಷ್ಟೊಂದು ಶ್ರೇಷ್ಠತೆಯನ್ನ ತಿಳ್ಕೊಂಡು ಸೊ ಅವರ ಧ್ಯಾನದ ಮೂಲಕ ಸಿಕ್ಕಿದಂತಹ ವಿಷಯಗಳನ್ನ ಅವರು ಆ ಗ್ರಂಥಗಳ ಮೂಲಕ ಬರ್ದಿಟ್ಟಿದ್ದಾರೆ. നമ്മുടെ മാനസിക വൈകല്യം എന്ന് പറയുന്നത് ചെറുതല്ല, വളരെ ഗംഭീരമായിട്ട് ബാധിച്ചിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ജ്യോതിശാസ്ത്രത്തിന് എല്ലാവിധ തെളിവുകളും ഉണ്ട്. എന്നിട്ട് പോലും ജ്യോതിശാസ്ത്രത്തെ പുച്ഛിക്കുകയാണ് ആളുകൾ. ಸೊ ನಮ್ಮ ಮಾನಸಿಕ ವೈಕಲ್ಯಗಳು ಯಾವ ರೀತಿ ಇದೆ ಅಂತಂದ್ರೆ, ಈಗ ಏನು ಶಾಸ್ತ್ರ ಅನ್ನುವಂಥದ್ದು ಅದು ತುಂಬಾ ಶ್ರೇಷ್ಠವಾದದ್ದು. ಸೊ ಅದನ್ನ ಕೂಡ ಏನು ತಮಾಷೆ ಮಾಡುವವರಿದ್ದಾರೆ. നമുക്കൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൾച്ചർ ചെയ്ത് അവർ എന്തെല്ലാം രോഗം ഉണ്ടെന്ന് അറിയാൻ പറ്റും. ಸೊ ನಮ್ಮ ಬ್ಲಡ್ ಟೆಸ್ಟ್ ಮಾಡಿದ್ರೆ ಈ ಲ್ಯಾಬ್ ಅಲ್ಲಿ ಸೊ ಅದರಲ್ಲಿ ಏನೇನ್ ಕಾಯಿಲೆ ಇದೆ ಅಂತ ಅವ್ರಿಗೆ ಗೊತ್ತಾಗುತ್ತೆ. ഒരു വ്യക്തി ജനിച്ച സമയം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവന് എന്തെല്ലാം അസുഖം ഭാവിയിൽ വരുമെന്ന് വരെ, അതായത് അവൻ എന്ത് മരിക്കുമെന്ന് വരെ കൃത്യമായിട്ട് അതിനകത്ത്
പ്രഡിക്റ്റ് ചെയ്യാനും മനസ്സിലാക്കാനും അതിസൂക്ഷ്മത്തിൽ പോയിട്ട് അവന്റെ വൈകല്യങ്ങൾ വരെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ശാസ്ത്രമാണ് ജ്യോതിശാസ്ത്രം. ಸೊ ಒಬ್ಬ ವ್ಯಕ್ತಿ ಹುಟ್ಟಿದ್ರೆ ಆತನ ಆ ಸಮಯ ಆ ಗಳಿಗೆ ಇದನ್ನ ತಿಳ್ಕೊಂಡು ಆ ವ್ಯಕ್ತಿಗೆ ಆತನ ಜೀವನದಲ್ಲಿ ಎಂತಹ ಮಾರಕ ಕಾಯಿಲೆಗಳು ಬರ್ಬೋದು ಅಥವಾ ಅವನು ಯಾವಾಗ ಸಾಯ್ಬೋದು ಅನ್ನೋದನ್ನು ಕೂಡ ಅಷ್ಟೊಂದು ಸೂಕ್ಷ್ಮವಾಗಿ ಜ್ಯೋತಿಷಾಸ್ತ್ರದಲ್ಲಿ ಕಂಡುಹಿಡಿಬಹುದು ಅಂತ ಗುರುಗಳು ಹೇಳ್ತಿದ್ದಾರೆ. ഇത് കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ തെറ്റായി പോയതുകൊണ്ട് ഈ ജ്യോതിശാസ്ത്രത്തെ കൊള്ളില്ലാത്തതെന്ന് പറയാൻ എങ്ങനെ ആർക്കാണ് ഒരു ധൈര്യം വന്നത്? ಆದ್ರೆ ಇಲ್ಲಿ ಗುರುಗಳು ಯಾವ ರೀತಿ ಹೇಳ್ತಿದ್ದಾರೆ ಅಂತ ಹೇಳಿದ್ರೆ ಜ್ಯೋತಿಷ್ಯ ತಪ್ಪಲ್ಲ, ಆದ್ರೆ ಜ್ಯೋತಿಷಿಗಳು ಏನು ಅದನ್ನ ಹ್ಯಾಂಡಲ್ ಮಾಡುವಂತ ರೀತಿ ತಪ್ಪಿದೆ ಅಂತ ಹೇಳ್ತಿದ್ದಾರೆ. അതുപോലെ തന്നെയാണ് ബ്രഹ്മവിദ്യ എന്ന് പറയുന്നത് 100% അല്ല, അതിന് മുകളിലൊരു ശതമാനമില്ല. എത്ര ശതമാനമുണ്ടോ മാക്സിമം ഇത് ശരി തന്നെയാണ്. അതിനകത്ത് ഒരു കണിക പോലും തെറ്റില്ല. ಸೊ ಅದರಲ್ಲಿ ಗುರುಗಳು ಏನ್ ಹೇಳ್ತಿದ್ದಾರೆ, ಈ ಬ್ರಹ್ಮಜ್ಞಾನ ಅನ್ನುವಂಥದ್ದು ಒಂದು ಪಿನ್ ಪಾಯಿಂಟ್ ಅದರಲ್ಲಿ ತಪ್ಪಿಲ್ಲ, 100% ಕೂಡ ಅದು ಕರೆಕ್ಟ್ ಆಗೇ ಇದೆ ಅಂತ ಗುರುಗಳು ಹೇಳ್ತಿದ್ದಾರೆ. അതുകൊണ്ടാണ് സനാതന ധർമ്മത്തിൽ എപ്പോഴും പറയുന്നത് സത്യം വദാ ധർമ്മം ജരാ. ಸೊ ಅದಕ್ಕೆ ಸನಾತನ ಧರ್ಮದಲ್ಲಿ ಈಗಲೂ ಹೇಳುವಂತದ್ದು ಸತ್ಯವನ್ನೇ ನುಡಿ ಧರ್ಮದಂತೆ ನಡಿ ಅಂತ. എത്ര നന്നായിട്ട് എഴുതി വെച്ചേക്കണേ, ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് എഴുതി വെച്ചിരിക്കുന്നു. ಎಷ್ಟು ಚೆನ್ನಾಗಿ ಬರ್ದಿದ್ದಾರೆ, ಲೋಕ ಸಮಸ್ತ ಸುಖಿನೋ ಭವಂತು ಅಂತ. പക്ഷെ നമ്മൾ ആ വാചകത്തെ മനസ്സിലാക്കിയിരിക്കണേ എങ്ങനെയാ? മനുഷ്യ സമസ്ത സുഖിനോ ഭവന്തു. ಅದ್ರ ನೋಡಿ ನಾವು ನಮಗೆ ಬೇಕಾಗಿರೋಂಗೆ ಅದನ್ನ ಹೆಂಗ್ ಮಾಡ್ಕೊಂಡಿದೀವಿ ಅಂತ ಹೇಳಿದ್ರೆ ಮನುಷ್ಯ ಸಮಸ್ತ ಸುಖಿನೋ ಭವಂತು ಅನ್ನು ನಾವು ಮಾಡ್ಕೊಂಡಿದೀವಿ. ലോകം എന്ന് പറഞ്ഞാൽ അതിനകത്ത് സകല ജീവജാലങ്ങൾ ഉൾപ്പെടുന്നതാണ് ലോകം. ಲೋಕ ಅಂದ್ರೆ ಅದರಲ್ಲಿ ಸಕಲ ಜೀವಜಾಲಗಳು ಕೂಡ ಒಳಗೊಂಡಿರುವಂತದ್ದೇ ಲೋಕ. അല്ലാണ്ട് ബുദ്ധിഹീനരായിട്ടുള്ള മനുഷ്യൻ മാത്രമാണ് ലോകത്തിലുള്ളതെന്ന് ചിന്തിക്കുന്ന ഈ സമൂഹത്തോട് എങ്ങനെയാണ് പിന്നെ ഈ സനാതന ധർമ്മത്തെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്? ಸೊ ಅಲ್ಲದೆ ಬುದ್ಧಿಹೀನರಾಗಿರುವಂತಹ ಈ ಮನುಷ್ಯರಲ್ಲಿ ಸನಾತನ ಧರ್ಮದ ಬಗ್ಗೆ ಯಾವ ರೀತಿ ನಾನು ಅರ್ಥ ಮಾಡಿಸ್ಲಿ? അപ്പൊ എന്തുകൊണ്ടാണ് അധർമ്മം നടക്കണേന്നുള്ളതിന്റെ ചോദ്യം ഒന്നും വേണ്ട. അധർമ്മത്തിൽ പൂണ്ട് വിളയാടുന്ന ലോകത്ത് അധർമ്മം അല്ലാണ്ട് വേറെ ഒന്നും കാണാനേ ഇല്ല. ಸೊ ಅಧರ್ಮದಲ್ಲಿ ಮುಳುಗಿರುವಂತಹ ಲೋಕದಲ್ಲಿ ಅಧರ್ಮಗಳೇ ನಡೀತಾ ಇರುತ್ತೆ. ಯಾಕೆ ಅಧರ್ಮಗಳು ನಡೀತಾ ಇಲ್ಲ ಅಂತ ನೀವು ಕ್ವಶನ್ ಕೇಳ್ಬೇಡಿ. ಸೊ ಅದು ಆ ರೀತಿ ಆಗಿದೆ, ಮನುಷ್ಯ ಆ ರೀತಿ ಮಾಡಿದಾನೆ ಅಂತ ಹೇಳ್ತಿದ್ದಾರೆ. അടുത്ത ക്വസ്റ്റ്യൻ വരട്ടെ. ಮುಂದಿನ ಕ್ವಶನ್ ಏನಿದೆ? അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിച്ചോണ്ട് രാജു. ಗರ್ಭಿಣಿ ಸ್ತ್ರೀಯರು SMS ಧ್ಯಾನ ಮಾಡಬಹುದೇ? ಏನಾದರೂ ತೊಂದರೆ ಇದೆಯಾ? ಅಥವಾ ಅವರಿಗೆ ಪ್ರತ್ಯೇಕ ಧ್ಯಾನದ ವಿಧಾನ SMS ധ്യാനದಲ್ಲಿ ಇದೆಯೇ? ദയവിട്ട് ഗുരുജിയವರು ತಿಳಿಸಬೇಕು. ഗർഭിണികൾ ആയിട്ടുള്ളവർക്ക് SMS ധ്യാനം ചെയ്യാൻ പാടുണ്ടോ, അല്ലെങ്കിൽ അവര് പ്രത്യേകമായ ധ്യാനം ചെയ്യണമോ എന്ന് ചോദിച്ചു. ഗർഭിണി ആവുമ്പോഴല്ല, ഗർഭിണി ആയിപ്പോയവര് മെഡിറ്റേഷൻ ചെയ്യാൻ. ഗർഭം ധരിക്കുന്നതിന് മുമ്പാണ് അത് വേണ്ടത്. ഒരു ഗർഭിണി ആവാൻ പോകുന്നതിന് മുമ്പ് ഒരു തയ്യാറെടുപ്പുണ്ട്. ಸೊ ಗುರುಜಿ ಏನ್ ಹೇಳ್ತಿದ್ದಾರೆ ಅಂತಂದ್ರೆ ಗರ್ಭಿಣಿ ಆದ್ಮೇಲೆ ಮಾಡೋದಕ್ಕಿಂತ ಆ ಗರ್ಭ ಧರಿಸುವಂತಹ ಮುಂಚೆನೆ ನೀವು ಬಂದ್ಬಿಟ್ಟು ಮೆಡಿಟೇಷನ್ ಮಾಡಿ ಅಂತ ಗುರುಜಿ ಹೇಳ್ತಿದ್ದಾರೆ. സനാതന ധർമ്മത്തിൽ ഒരു നല്ല കുട്ടി, ഒരു ശ്രേഷ്ഠ ജന്മം നൽകാൻ ഭാര്യയും ഭർത്താവും അനുഷ്ഠിക്കേണ്ട രീതിയെ പറ്റി വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ಸನಾತನ ಧರ್ಮದಲ್ಲಿ ಒಂದು ಮಗು ಶ್ರೇಷ್ಠವಾಗಿ ಹುಟ್ಟಬೇಕು ಅಂತ ಹೇಳಿದ್ರೆ ಆ ಗಂಡ ಹೆಂಡತಿ ಯಾವ ರೀತಿ ಬದುಕಬೇಕು ಅಂತ സനാതന ധർമ്മದಲ್ಲಿ ಅದ್ರ ಬಗ್ಗೆ ಹೇಳಿದೆ, ಆ ಶ್ರೇಷ್ಠತೆ ಬಗ್ಗೆ. എല്ലാ സ്ത്രീകൾക്കും ഗർഭധാരണത്തിന് പറ്റിയ ദിവസം എന്ന് പറയുന്നത് 2 ദിവസങ്ങളേ ഉള്ളൂ. ಸೊ ಗುರುಜಿ ಏನ್ ಹೇಳ್ತಿದ್ದಾರೆ ಅಂತ ಹೇಳಿದ್ರೆ ತಿಂಗಳಲ್ಲಿ 2 ದಿನ ಬರುತ್ತೆ ನಾವು ಗರ್ಭ ಧರಿಸಲಿಕ್ಕೆ ತುಂಬಾ ಉತ್ತಮವಾದಂತಹ ದಿನ. ഞാൻ പറഞ്ഞതിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അതായത് അവരുടെ സൈക്കിളിൽ നോക്കിയാൽ അവരുടെ ഒരു ബോഡി സൈക്കിളിൽ എല്ലാ മാസത്തിലും 2 ദിവസം മാത്രമേ ഗർഭധാരണത്തിന് പറ്റിയ ദിവസങ്ങളുള്ളൂ. ಅಂದ್ರೆ ಗುರುಜಿ ಏನಕ್ಕೆ ಆ ತಿಂಗಳಲ್ಲಿ 2 ದಿನ ಅಂತ ಹೇಳ್ತಿದ್ದಾರೆ ಅಂತಂದ್ರೆ ನಿಮ್ಮ ಆ ಮಂತ್ಲಿ ಸೈಕಲ್ ಏನಿದೆ ಸೊ ಅದನ್ನೆಲ್ಲ ಅವಾಯ್ಡ್ ಮಾಡ್ಬಿಟ್ಟು ಸೊ ಸೂಕ್ತವಾದಂತಹ 2 ದಿನಗಳನ್ನ ಗುರುಜಿ ಹೇಳ್ತಿದ್ದಾರೆ. ഇത് നല്ല കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പറയുന്ന കാര്യമാണോ? ಅಂದ್ರೆ ಅದ್ಭುತವಾದಂತಹ ಮಗು ಹುಟ್ಲಿಕ್ಕೆ, ಉತ್ತಮವಾದಂತಹ ಮಗು ಹುಟ್ಲಿಕ್ಕೆ ಹೇಳ್ತಾ ಇರುವಂತಹ 2 ದಿನಗಳು. ಕೆಟ್ಟ കുട്ടികൾ ഉണ്ടാവാൻ എപ്പോ വേണമെങ്കിലും ആവാം. ಕೆಟ್ಟ ಮಕ್ಕಳು ಯಾವಾಗ ಬೇಕಾದ್ರೂ ಹುಟ್ಟಬಹುದು. അതിൽ തന്നെ ഈ പറയുന്ന 2 ദിവസത്തിൽ തന്നെ കറുത്തവാവ്, ചതുർത്ഥി, തൃതീയ, ഗ്രഹണം, അസ്തമനം, ചില അഷ്ടപർവകാലങ്ങളുണ്ട്. ಸೊ ಇದರಲ್ಲಿ ಏನು ಗುರುಗಳು ಹೇಳ್ತಾ ಇರುವಂತ ಸೊ ಅದರಲ್ಲಿ ಈ ಚತುರ್ಥಿ ಏನು ಅಮಾವಾಸ್ಯೆ ಇದೆಲ್ಲ ಬರುತ್ತಲ್ವಾ, ಸೊ ಇದು ಬೇರೆ ಬೇರೆ ದಿನಗಳ ಬಗ್ಗೆ ಹೇಳ್ತಾ ಇದ್ದಾರೆ. ഈ പറയുന്ന ഈ കാലഘട്ടങ്ങൾ ഈ പറയുന്ന 2 ദിവസത്തിലെങ്ങാനും വന്നു പോയാൽ അപ്പോഴും കുട്ടി ഉണ്ടാവാൻ പറ്റില്ല. ಸೊ ಈ ಗುರುಜಿ ಹೇಳ್ತಾ ಇರುವಂತಹ ಆ ದಿನಗಳಲ್ಲಿ ಆ ಕಾಲಘಟ್ಟದಲ್ಲಿ ಅದರಲ್ಲಿ 2 ದಿನ ಬಂದ್ರೆ ಅವಾಗ್ಲೂ ಅದು ಮಕ್ಕಳಾಗಕ್ಕೆ സൂക്തവാദതല്ല. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മൾ കൃഷിയിടങ്ങളിൽ കൃഷി ഇറക്കുമ്പോൾ ഇഞ്ചി കൃഷി ചെയ്യുന്നതിന് ഒരു സമയമുണ്ട്,
വാഴ കൃഷി ചെയ്യുന്നതിന് മറ്റൊരു സമയമുണ്ട്. ಅಂದ್ರೆ ಗುರುಜಿ ಏನ್ ಹೇಳ್ತಿದ್ದಾರೆ ಅಂತಂದ್ರೆ ನಾವು ಕೃಷಿ ಮಾಡ್ಬೇಕಾದ್ರೂ ಕೂಡ ಈ ಶುಂಠಿಯ ಕೃಷಿ ಮಾಡ್ಲಿಕ್ಕೆ ಅಥವಾ ಬಾಳೆಯ ಕೃಷಿ ಮಾಡ್ಲಿಕ್ಕೆ ಸೊ ಅದಕ್ಕೆ ಪ್ರತ್ಯೇಕವಾದಂತಹ ಒಂದು ಸಮಯಗಳಿದೆ. പ്രപഞ്ചവും കാലാവസ്ഥയും മഞ്ഞിന്റെ ഇതിന്റെ ഒക്കെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് കൃഷി നമ്മൾ ഇറക്കുന്നത്. ಈ ಬ್ರಹ್ಮಾಂಡದಲ್ಲಿ ಅದರ ಏನು ಈ ಮಂಜು ಬೀಳುವಂತಹ ವಿಧ ಅಥವಾ ಆ ಕ್ಲೈಮೇಟ್ ಸೊ ಅದನ್ನೆಲ್ಲ ನೋಡ್ಬಿಟ್ಟು ನಾವು ಕೃಷಿ ಮಾಡ್ತೀವಿ. ഓരോ വ്യക്തിയുടെയും ജന്മനക്ഷത്രത്തിനനുസരിച്ച് ക്വാളിറ്റിയുള്ള കുട്ടികൾ വരുന്നതിന്റെ സമയങ്ങൾ മാറി മറിഞ്ഞു വന്നുകൊണ്ടിരിക്കും. ಸೊ ಒಬ್ಬ ವ್ಯಕ್ತಿ ಹುಟ್ಟಿದಂತಹ ಏನು ಆ ಜಾತಕದ ಪ್ರಕಾರ ಅದನ್ನ ನೋಡ್ಬಿಟ್ಟು ಆ ಕ್ವಾಲಿಟಿಯನ್ನ ನೋಡ್ಬಿಟ್ಟು ಸೊ ಈ ದಿನಗಳನ್ನ ಗುರ್ತಿಸಬಹುದು ಅಂತ ಹೇಳ್ತಿದ್ದಾರೆ. അത് പ്രകാരം കറക്റ്റ് ആയിട്ട് ഈ രണ്ട് നല്ല ദിവസങ്ങൾ വരുമ്പോൾ ആ ദിവസങ്ങളിൽ മാതാവും പിതാവും ഗൃഹസ്ഥത്തിൽ സന്യാസികളെ പോലെയാണ് അതിനു മുമ്പ് ജീവിച്ചു പോരേണ്ടത്. വളരെ വ്രതശുദ്ധിയോടുകൂടി വേണം ജീവിച്ചു വരാൻ. ಸೊ ಅದಕ್ಕಿಂತ ಮುಂಚೆ ಆ ಪ್ರಿಪರೇಷನ್ ಏನಿದೆ ಅಷ್ಟೊಂದು ವೃತ ಶುದ್ಧಿಯಿಂದ ಸನ್ಯಾಸಿಗಳ ತರ ಬದುಕಿರ್ಬೇಕು. ಸೊ ಆ 2 ದಿನಗಳಲ್ಲಿ ಸೇರ್ಬಹುದು ಅಂತ ಹೇಳ್ತಿದ್ದಾರೆ. ബ്രാഹ്മ മുഹൂർത്തത്തിൽ വിത്തിട്ട ശേഷം ಸೊ ಬ್ರಹ್ಮ ಮುಹೂರ್ತದಲ್ಲಿ ಸೇರಿದ ನಂತರ അതിനുശേഷം കുട്ടി ഉണ്ട് ഇല്ലയോ എന്ന് മനസ്സിലാവുന്നത് വരെ വീണ്ടും അവരുടെ സന്യാസം അങ്ങനെ തന്നെ പോകുന്നു. ಸೊ ಅಲ್ಲಿಂದ ಅವರು ನೆಕ್ಸ್ಟ್ ಏನು ಮಗು ಇದೆಯಾ ಇಲ್ವಾ ಅಂತ ಅದನ್ನ ಚೆಕ್ ಮಾಡೋವರೆಗೂ ಅವರು ಮತ್ತೆನೂ ಅವರು ಸನ್ಯಾಸದಲ್ಲೇ ಇರ್ಬೇಕು. ഇനി കുട്ടി ഉണ്ട് എന്ന് അറിഞ്ഞാൽ കുട്ടിയുടെ മുലയൂട്ട് കഴിയുന്ന സമയം വരെ ഗൃഹസ്ഥത്തിൽ സന്യാസം തുടരണം. ಸೊ ಇನ್ನು ಮಗು ಆದ ಮೇಲೂ ಕೂಡ ಎದೆ ಹಾಲು ಏನು ಎಲ್ಲಿ ಗಂಟ ಕೊಡ್ತೀವಿ ಅಲ್ಲಿ ಗಂಟನೂ ಸನ್ಯಾಸದಲ್ಲೇ ಇರ್ಬೇಕು ಅಂತ ಗುರುಗಳು ಹೇಳ್ತಿದ್ದಾರೆ. അതുകൊണ്ടാണ് സനാതന ധർമ്മത്തിൽ പറഞ്ഞിരിക്കുന്നത് വിവാഹം വിനോദത്തിനുള്ള ഉപാധിയല്ല എന്ന്. ಸೊ ಅದಕ್ಕೆ ಸನಾತನ ಧರ್ಮದಲ್ಲಿ ಹೇಳಿರುವಂತದ್ದು ವಿವಾಹ ಅನ್ನುವಂಥದ್ದು ವಿನೋದಕ್ಕೋಸ್ಕರ ಅಲ್ಲ ಅಂತ. വിവാഹം എന്ന് പറയുന്നത് വളരെ പവിത്രമായ ഒരു ചടങ്ങാണ്. ಸೊ ವಿವಾಹ ಅನ್ನುವಂಥದ್ದು ತುಂಬಾ ಪಾವಿತ್ರ್ಯತೆಯಿಂದ ಕೂಡಿದಂತಹ ಒಂದು ವಿಷಯ ಅದು. ഇവിടെ ഓരോ വ്യക്തിയും ഗുരുകുല വിദ്യാഭ്യാസത്തിലൂടെ പോകുമ്പോൾ അവനെ സ്വയം നിയന്ത്രിക്കാൻ എന്താണ് മാർഗം എന്നുള്ളത് അവൻ ആത്മവിദ്യയിലൂടെ അത് നേടിയിട്ടുണ്ടാവും. ಸೊ ಗುರುಕುಲ ವಿದ್ಯಾಭ್ಯಾಸದಲ್ಲಿ ಅವನಿಗೆ ಏನು ಆತ್ಮವಿದ್ಯೆ ಸಿಕ್ಕಿರುತ್ತೆ ಸೊ ಇದೆಲ್ಲ ಅವನು ಅದನ್ನ ತಿಳ್ಕೊಂಡಿರ್ತಾನೆ ಆ ವಿದ್ಯೆ ಮೂಲಕ. ഈ ആത്മവിദ്യ നേടിയവനാണ് വിവാഹത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നത്. ಇಂತಹ ಆತ್ಮವಿದ್ಯೆ ಸಿಕ್ಕಿದವನು ಆ ವಿವಾಹಕ್ಕೆ ಈ ರೀತಿಯಲ್ಲಿ ಆತ ತಯಾರಾಗ್ತಾನೆ. അങ്ങനെ ഒരു വിവാഹം നടക്കുമ്പോൾ അവിടെ കന്യാദാനമായിരിക്കും നടക്കുന്നത്. ಸೊ ಅಂತಹ ವಿವಾಹದಲ್ಲಿ ಅದನ್ನ ಕರೆಕ್ಟ್ ಆಗಿ ಕನ್ಯಾದಾನ ಅಂತ ಹೇಳ್ತಾರೆ. കന്യാദാനം എന്ന് പറഞ്ഞാൽ ഏതോ അച്ഛനും അമ്മയും വളർത്തി വലുതാക്കിയ മകളെ ഒരുത്തിന് ദാനമായി നൽകുന്ന ചടങ്ങാണ്. ಸೊ ಕನ್ಯಾದಾನ ಅಂದ್ರೆ ಯಾವುದೋ ಅಪ್ಪ ಅಮ್ಮ ತನ್ನ ಮಗಳನ್ನ ಚಿಕ್ಕದರಿಂದ ಸಾಕಿ ಬೆಳೆಸಿ ಸೊ ಅದನ್ನ ದಾನ ಮಾಡುವಂತದ್ದೇ ಕನ್ಯಾದಾನ. ദാനം സ്വീകരിക്കുന്നതിന്റെ ക്വാളിറ്റിയാണ് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ പുരുഷന്റെ ക്വാളിറ്റി. ಸೊ ಆ ದಾನವನ್ನ ಸ್ವೀಕಾರ ಮಾಡುವಂತಹ ವ್ಯಕ್ತಿಯ ಕ್ವಾಲಿಟಿ ಆಗಿರ್ಬೇಕು. ಅದನ್ನ ನಾನು ಈ ಹಿಂದೆ ಹೇಳಿದಂತಹ ಪುರುಷನ ಕ್ವಾಲಿಟಿ. ഇപ്രകാരം ഒരു കുട്ടിക്ക് ജന്മം നൽകുമ്പോൾ ആ അമ്മയ്ക്ക് ധ്യാനം വേണോ വേണ്ടയോ എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം പോലുമില്ല. ಸೊ ಈ ಪ್ರಕಾರವಾಗಿ ಹುಟ್ಟುವಂತಹ ಮಕ್ಕಳಿಗೆ ಅಥವಾ ಆ ತಂದೆ ತಾಯಿಗಳಿಗೆ ನಾನು ಧ್ಯಾನ ಬೇಕಾ ಬೇಡ ಅಂತ ನಾನು ಹೇಳ್ಕೊಡುವಂತ ವಿಷಯನೇ ಬರಲ್ಲ ಇಲ್ಲಿ. ഇന്ന് ധ്യാനിക്കാൻ പോയിട്ട് എന്തെങ്കിലും ആൾക്കാർക്ക് ഇഷ്ടമുണ്ടോ? ಸೊ ಈಗ ಧ್ಯಾನ ಮಾಡೋದು ಎಲ್ರಿಗೂ ಇಷ್ಟನಾ? മനുഷ്യന് ഇഷ്ടമുള്ള ശവക്കറി തീറ്റയും കള്ളുകൂടിയാണ്. ಮನುಷ್ಯನಿಗೆ ಏನು ಧೂಮಪಾನ ಮದ್ಯಪಾನ ಈ ಶವಕರಿ ತಿನ್ನುವಂಥದ್ದೇ ಇಷ್ಟ. ഇന്ന് ജീവിതം എന്ന് പറയുന്നത് ലിവിങ് ടുഗദറിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും ഒരു കുട്ടി ഉണ്ടായി പോകും. ಇವಾಗ ಜೀವನ ಏನಾಗಿದೆ ಅಂತ ಹೇಳಿದ್ರೆ ಲಿವಿಂಗ್ ಟುಗೆದರ್ ಮಧ್ಯೆ ಆಗ್ಬಿಟ್ಟಿದೆ. ಸೊ ಯಾವಾಗಲೋ ಮಗು ಹುಟ್ಟುತ್ತೆ. നമ്മുടെ സംസ്കാരം ഒരു ഏകദേശം പൂർണ്ണമായിട്ടും തന്നെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ನಮ್ಮ ಸಂಸ್ಕೃತಿ ಆಲ್ಮೋಸ್ಟ್ ನಾಶದ ಅಂಚಿನಲ್ಲಿದೆ. നമ്മൾ വെസ്റ്റേൺ ലോകത്തിലേക്ക് പോയാൽ നമുക്ക് മനസ്സിലാവും അവിടെ 70, 80, 60 വയസ്സായ മുത്തശ്ശിമാര് ഇങ്ങനെ പാർട്ട്ണറെ കാത്ത് പബ്ബിലും ചായക്കടയിലും ഇരിക്കുകയാണ്. ನಾವು ವೆಸ್ಟರ್ನ್ ಕಂಟ್ರಿಗೆ ಹೋದ್ರೆ ನಾವು ಹೊರ ದೇಶಗಳಿಗೆ ಹೋದ್ರೆ ಸೊ ಅಲ್ಲಿ 50, 60, 70 ವಯಸ್ಸಾದಂತಹ ಅವರು ಕೂಡ ಅವರ ಪಾರ್ಟ್ನರ್ನ ಹುಡ್ಕೊಂಡು ಯಾವ್ದಾದ್ರು ಟೀ ಅಂಗಡಿಲ್ಲ ಪಬ್ಬಲ್ಲೋ ಬಾರಲ್ಲೋ ಕೂತಿರ್ತಾರೆ. ഈ പോക്ക് ഇപ്പോഴത്തെ രീതിയിൽ ഇങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളുടെ നാട്ടിലും ഈ പറയുന്ന ഇപ്പോഴത്തെ തലമുറയിലെ പിള്ളേര് വലുതായി 60, 50, 35, 40 വയസ്സാവുമ്പോഴേക്കും അവരൊക്കെ ചായക്കടയിലും പെട്ടിക്കടയിലും ഇരുന്ന് ഇങ്ങനെ പാർട്ട്ണറെ നോക്കിയിരിക്കേണ്ടി വരും. ಸೊ ಇದೇ ರೀತಿ ನಮ್ಮ ಏನು ಈ ಜನರೇಷನ್ ಹೋಗುವಂತಹ ರೀತಿ ನೋಡಿದ್ರೆ ಸೊ ಇವಾಗ ಏನು ಗುರುಗಳು ಫಾರಿನ್ ಅಲ್ಲಿ ಹೇಳಿದ್ರು ಸೊ ಅದೇ ರೀತಿ ಇಲ್ಲೂ ಕೂಡ ಬರುತ್ತೆ. 40, 50, 60 ವಯಸ್ಸಿನಲ್ಲಿ ನಾವು ನಮ್ಮ ಪಾರ್ಟ್ನರ್ ಹುಡ್ಕೊಂಡು ಯಾವ್ದಾದ್ರು ಟೀ ಅಂಗಡಿಲಿ ಅಲ್ಲಿ ಇಲ್ಲೆಲ್ಲ ಕೂತ್ಕೋಬೇಕಾಗುತ್ತೆ. ഇന്ന് നമ്മുടെ റോട്ടിലിറങ്ങി റാൻഡം ആയിട്ട് ഒരു സർവേ എടുത്ത് നോക്കിക്കോ, ഒരു 30% ആണുങ്ങൾക്കും റെസ്പോൺസിബിലിറ്റി എടുക്കാൻ താല്പര്യമില്ല. ಸೊ ಇವಾಗ ನೀವು ಒಂದು ಸರ್ವೆ ಪ್ರಕಾರ ನೀವು ನೋಡೋದಾದ್ರೂ ಕೂಡ ಸೊ ಒಂದು 30% ಗಂಡಸರು ಏನು ರೆಸ್ಪಾನ್ಸಿಬಿಲಿಟಿ ತಗೊಳ್ಳಿಕ್ಕೆ
ಅವರು ರೆಡಿ ಇಲ್ಲ. മോർ ദാൻ 50% പെണ്ണുങ്ങൾക്കും താല്പര്യമില്ല. ಸೊ ಮೋರ್ ದೆನ್ 50%, ಅಂದ್ರೆ 50% ಮೇಲೆ ಮಹಿಳೆಯರಿಗೂ ಕೂಡ ಏನು ಇಷ್ಟ ಇಲ್ಲ. അപ്പൊ പിന്നെ എന്ത് പറയാൻ പറ്റും? അപ്പൊ ഇനി ഗർഭിണിയായിട്ട് ധ്യാനിക്കണമെങ്കിൽ അതിന്റെ പെർമിഷൻ, അത് എങ്ങനെ ചെയ്യണം, ഇതൊന്നും ഇങ്ങനെ ക്ലാസ്സിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഗർഭിണി ആവുന്നതിന് മുമ്പ് വന്നു കഴിഞ്ഞാൽ നല്ല കുട്ടി ഉണ്ടാവാൻ ഭാഗ്യമുണ്ട്. ಸೊ ಹಾಗಾಗಿ ನಾನು ಗರ್ಭಿಣಿ ಆದ್ಮೇಲೆ ನೀವು ಯಾವ ರೀತಿ ಧ್ಯಾನ ಮಾಡ್ಬೇಕು ಅನ್ನೋದಕ್ಕಿಂತ, ಗರ್ಭಿಣಿ ಆಗೋದಕ್ಕಿಂತ ಮುಂಚೆ ನೀವು ಧ್ಯಾನ ಮಾಡಿದ್ರೆ ಏನ್ ಪ್ರಯೋಜನ ಆಗುತ್ತೆ ಅಂತ ನಾನು ಹೇಳ್ತಾ ಇದ್ದೀನಿ. വളം വെക്കണത് കതിരിമ്മ കൊണ്ടുപോയിട്ടല്ല, അത് വളരുന്നതിന് മുമ്പ് നല്ല ക്വാളിറ്റിയുള്ള വിത്ത് നോക്കിയിട്ട് വേണം നടാൻ. ಬೀಜ ಹಾಕುವಂಥದ್ದು ಆ ಕೃಷಿ ಬಂದ ಮೇಲೆ ಅದರ ಮೇಲೆ ಹಾಕುವಂಥದ್ದಲ್ಲ. ಸೊ ಉತ್ತಮ ಕ್ವಾಲಿಟಿಯಾದ ಬೀಜಗಳನ್ನ ನಾವು ಮೊದಲೇ ನೆಟ್ರೆ ಸೊ ಉತ್ತಮವಾದ ಕೃಷಿ ಬರುತ್ತೆ. സോ എങ്കിലും ഉള്ളിൽ കിടക്കുന്ന കുട്ടിക്ക് ധ്യാനത്തിലൂടെ വലിയ പരിവർത്തനം വരുത്താൻ പറ്റും എന്നുള്ള സത്യം ഞാൻ തുറന്നു പറഞ്ഞു. ಆದ್ರೆ ಇನ್ನೊಂದು ಸತ್ಯವನ್ನ ನಾನು ಹೇಳ್ತಾ ಇದ್ದೇನೆ. ಮಗು ಹೊಟ್ಟೆ ಒಳಗಡೆ ಇದ್ರೂ ಕೂಡ ನೀವು ಧ್ಯಾನ ಮಾಡಿದ್ರೆ ಸೊ ಅದು ಉತ್ತಮ ಮಗುವಾಗಿ ಬರ್ಲಿಕ್ಕೆ ಸಾಧ್ಯ ಇದೆ. ഗർഭിണികൾക്ക് ധ്യാനം ചെയ്യുകയും ചെയ്യാം. ಗರ್ಭಿಣಿಯರು ಧ್ಯಾನವನ್ನ ಮಾಡಬಹುದು. അതിന് പ്രത്യേക രീതി ഒന്നുമില്ല, എല്ലാവരും ചെയ്യുന്ന അതേ രീതി തന്നെയാണ് ഉള്ളത്. ಅದಕ್ಕೆ ಇಲ್ಲಿ ಯಾವುದೇ ಪ್ರತ್ಯೇಕ ರೀತಿ ಏನಿಲ್ಲ, ಎಲ್ಲರೂ ಮಾಡುವಂತಹ ಈ ಧ್ಯಾನವನ್ನ ಗರ್ಭಿಣಿಯರು ಕೂಡ ಮಾಡಬಹುದು. ഗുരുമയുടെ ഉള്ളിൽ 2 കുട്ടികളും കിടക്കുമ്പോൾ ഗുരുമ ധ്യാനിക്കണ്ടായിരുന്നു. ಗುರುಮಾತ ಒಳಗಡೆ 2 ಮಕ್ಕಳಿದ್ದಾಗಲೂ ಕೂಡ ಗುರುಮಾತ ಧ್ಯಾನ ಮಾಡ್ತಾ ಇದ್ರು. ആ കുട്ടികൾ 2 ഉള്ളിൽ കിടക്കുമ്പോൾ ഗുരുമാക്ക് ടിവിയിൽ കാണുന്നത് പോലെ മക്കളത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാമായിരുന്നു. ಸೊ ಗುರುಮಾತ ಅವರು ಹೊಟ್ಟೆ ಒಳಗಡೆ ಆ ಮಕ್ಳು ಇರ್ಬೇಕಾದ್ರೆ ನೀವು ಟಿವಿಯಲ್ಲಿ ಯಾವ ರೀತಿ ಸ್ಕ್ರೀನ್ ಅಲ್ಲಿ ನೋಡ್ತಿರೋ ಅದೇ ರೀತಿ ಅವರು ಕೈ ಇಟ್ಟು ಆ ಧ್ಯಾನದಲ್ಲಿ ಆ ಮಕ್ಕಳನ್ನ ವೀಕ್ಷಿಸ್ತಿದ್ರು. അങ്ങനെ കാണുന്നതുകൊണ്ട് എന്താണ് ഗുണമെന്ന് ആരും ചോദിച്ചേക്കില്ല. അങ്ങനെ കാണുന്നതുകൊണ്ടാണ് ഒരു അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ലഭിക്കുന്നത്. ನೀವು ಕೇಳ್ಬೋದು ಆ ರೀತಿ ನೋಡೋದ್ರಿಂದ ಏನು ಪ್ರಯೋಜನ ಇದೆ ಅಂತ. ಸೊ ತಾಯಿಯಾದವಳಿಗೆ ತನ್ನ ಮಗು ಹೊಟ್ಟೆ ಒಳಗಡೆ ಇರ್ಬೇಕಾದ್ರೆ ಆಕೆ ಕಣ್ಣಿಂದ ನೋಡ್ತಾ ಇದ್ದಾಳೆ ಅಂತ ಹೇಳೋತ್ತಿಗೆ ಜೀವನದಲ್ಲಿ ಅದಕ್ಕಿಂತ ಸಂತೋಷದ ಕ್ಷಣಗಳು ಬರೋದಿಲ್ಲ. ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം ഉള്ളിൽ കിടക്കുന്ന കുട്ടിയെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സിനിമ കാണുന്നതിനേക്കാളും സീരിയൽ കാണുന്നതിനേക്കാളും ആനന്ദം നിറഞ്ഞതായിരിക്കും. ಒಬ್ಳು ತಾಯಿಗೆ ತನ್ನ ಹೊಟ್ಟೆ ಒಳಗೆ ಇರುವಂತಹ ಮಗುವನ್ನ ನಾನು ಡೈರೆಕ್ಟ್ ಆಗಿ ನೋಡ್ತಾ ಇದ್ದೀನಿ ಅಂತ ಆದ್ರೆ ಈ ಸೀರಿಯಲ್ ಸಿನಿಮಾ ಕಾಣೋದಕ್ಕಿಂತ ತುಂಬಾ ಖುಷಿಯಾದಂತ ವಿಚಾರ ಅದು. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു അത്ഭുത അനുഭവമാണ്. ಸೊ ನೀವು ಮೆಡಿಟೇಷನ್ ಮಾಡ್ತಾ ಇರ್ಬೇಕಾದ್ರೆ ನಿಮಗೆ ಸಿಗುವಂತಹ ಅದ್ಭುತವಾದ ಅನುಭವ ಇದು. ഇങ്ങനെ മെഡിറ്റേഷൻ ചെയ്യുന്ന മാതാപിതാക്കളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് അധർമ്മം ചെയ്യാൻ തോന്നില്ല. ಸೊ ಈ ರೀತಿ ಮೆಡಿಟೇಷನ್ ಮಾಡುವಂತಹ ತಂದೆ ತಾಯಿಗಳಿಗೆ, ಅಂದ್ರೆ ಆ ಮಗು ಹುಟ್ಟೋ ಆ ತಂದೆ ತಾಯಿಗಳಿಗೆ ಸೊ ಆ ಧರ್ಮದ ರೂಟಲ್ಲಿ ಹೋಗ್ಲಿಕ್ಕೆ ಅನಿಸಲ್ಲ. ഇങ്ങനെ കുട്ടി ഉള്ളിൽ കിടക്കുമ്പോൾ ഭർത്താവും ഭാര്യയും, അതായത് മാതാവും പിതാവും കൃത്യമായിട്ട് മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ ധർമാധർമ്മങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ പ്രപഞ്ചം അവരെ നിയന്ത്രിക്കും, അവരെ പഠിപ്പിച്ചു കൊടുക്കും. ಸೊ ಅಂತಹ ತಂದೆ ತಾಯಂದರಿಗೆ ധർമ്മವನ್ನ ಅನುಸರಿಸಿ ನಡಿಲಿಕ್ಕೆ ಬ್ರಹ್ಮಾಂಡನೇ ಸಹಾಯ ಮಾಡುತ್ತೆ. ചോദിച്ച ആൾക്ക് ആൻസർ കിട്ടി കാണുമെന്ന് ഞാൻ ധരിക്കുന്നു. അടുത്ത ചോദ്യം പറഞ്ഞു. ಕೇಳಿದವರಿಗೆ ಆನ್ಸರ್ ಸಿಗುತ್ತೆ ಅಂತ ಅಂದ್ಕೊಂಡಿದ್ದೀನಿ. ಮುಂದಿನ ಕ್ವಶನ್ಗೆ ಹೋಗ್ಬೋದು. ഗുരുജി ഇടയിൽ കയറാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും പറ്റില്ല. എനിക്ക് കുറെ കണക്ട് നോക്കിയേ, കിട്ടിയില്ല. ഒരു രക്ഷയുമില്ല. ഇതിനൊരു രീതിയുണ്ട്. നിങ്ങൾ ആദ്യം ഈ 409 പേര് ഇതേപോലെ ഇടയ്ക്ക് ചോദിച്ചാലത്തെ അവസ്ഥ എന്തായിരിക്കും? അതിന്റെ സിസ്റ്റം നിങ്ങൾ വിളിച്ച് പറയുക. ആ ക്വസ്റ്റ്യൻ ഇങ്ങനെ വായിക്കും, ഞാൻ ആൻസർ പറഞ്ഞു പോകും. അത് മാത്രമേ മാർഗമുള്ളൂ. സോറി. നെക്സ്റ്റ് ക്ലാസ്സിൽ ആ ഗ്രൂപ്പിൽ എഴുതിയിട്ടാലും മതി, അല്ലെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ തന്നെ ആ ചോദ്യം എഴുതിയിട്ടാലും. കന്നഡയിൽ അതൊന്നും പറയില്ലേ? ಸೊ ಯಾರಾದ್ರೂ ಈ ರೀತಿ ಮಧ್ಯ ಮಧ್ಯದಲ್ಲಿ ಕ್ವಶನ್ ಕೇಳಬೇಡಿ. ನಿಮಗೆ ಏನಾದ್ರು ಕೇಳ್ಬೇಕು ಅಂತಿದ್ರೆ ನೀವು ಗ್ರೂಪ್ ಅಲ್ಲಿ ಬರೆದಿಡಿ ಅಥವಾ ವಾಯ್ಸ್ ಕಳ್ಸಿದ್ರು ಸಾಕು. അത് ഇപ്പൊ എഴുതിയിടല്ല വേണ്ടത്. ഇപ്പൊ എഴുതിയിട്ടാൽ നിങ്ങൾക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടുന്നതുകൊണ്ട് ഒരു ഗുണമില്ല. നിങ്ങളുടെ ചിന്തകളെ പിടിച്ച് ഉലയ്ക്കുന്ന ഒരു ചോദ്യം വേണം. അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ചോദ്യമായിരിക്കണം. പറയാനും ಸೊ ಯಾರ್ಯಾದ್ರೂ ಕೂಡ ಈಗ ಏನು ಕ್ಲಾಸ್ ನಡೀತಾ ಇರ್ಬೇಕಾದ್ರೆ ಸಡನ್ ಆಗಿ ನೀವು ಬಂದ ಕ್ವಶನ್ ಆ ರೀತಿ ಎಲ್ಲ ಕ್ವಶನ್ ನೀವು ಬರ್ದಾಕ್ಬೇಡಿ. ಸೊ ನಿಮ್ಮ ಒಳಗಿನೊಳಗೆ ತುಂಬಾ ದಿನಗಳಿಂದ ಕಾಡ್ತಾ ಇರುವಂತಹ ಕ್ವಶನ್ ಇರುತ್ತಲ್ಲ, ಸೊ ಅಂತ ಕ್ವಶನ್ ಅನ್ನು ನೀವು ಬರ್ದಾಕಿ. ആ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഉള്ളിൽ കിടന്ന് പാകമാക്കി എടുത്തിട്ട് നിങ്ങൾ അതിനെ ടെക്സ്റ്റ് ആയിട്ട് ഗ്രൂപ്പിലേക്ക് ഇടുമ്പോൾ അത് നമ്മുടെ ഗ്രൂപ്പില് അഡ്മിൻ ആയിട്ടുള്ള ആളുകൾ ആ ക്വസ്റ്റ്യൻ എഴുതി വെക്കും. ಸೊ ಅಂತಹ ಒಳಗಿಂದಂತಹ ಬಂದಂತಹ ಕ್ವಶನ್ ಗಳನ್ನ ನೀಟಾಗಿ ನೀವು ಬರೆದು ಗ್ರೂಪ್ ಅಲ್ಲಿ ಹಾಕಿದ್ರೆ ಸೊ ಅದನ್ನ ನಮ್ಮವರು ಬರೆದಿಟ್ಕೊಳ್ತಾರೆ. ಸೊ ನೆಕ್ಸ್ಟ್ ಡೇ ಕ್ಲಾಸ್ ನಲ್ಲಿ ಅದನ್ನ ಓದ್ತಾರೆ, ನಿಮಗೆ ಆನ್ಸರ್ ಸಿಗುತ್ತೆ. അപ്പൊ ഈ ചോദ്യം ചോദിക്കുന്ന ആൾക്കും ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും.
ಸೊ ಇಲ್ಲಿ ഏനാಗುತ್ತೆ ಅಂತಂದ್ರೆ ಒಬ್ಬ ಕ್ವಶನ್ ಕೇಳಿದ್ರೆ ಸೊ ಅವ್ರಿಗೆ ಆನ್ಸರ್ ಸಿಗಲಿಕ್ಕೆ ಒಂದು ಕ್ಯೂರಿಯಾಸಿಟಿ ಬರುತ್ತೆ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ക്ലാസ്സിൽ വന്നു ഇഷ്ടമുള്ളപ്പോ കയറി ഇഷ്ടമുള്ളപ്പോ ഒരു ചോദ്യം ചോദിച്ചു. അപ്പൊ എല്ലാ ദിവസവും കയറണമെന്നോ എല്ലാ ദിവസവും ക്ലാസ് കേൾക്കണമെന്നോ എല്ലാ ദിവസവും ഇത് അറ്റൻഡ് ചെയ്യണമെന്നോ ഒരു അച്ചടക്ക രീതി നമുക്കുണ്ടാവില്ല. ಸೊ ಇಲ್ಲಿ ಏನಾಗುತ್ತೆ ಅಂತಂದ್ರೆ ನೀವು ತರಗತಿಗೆ ಬಂದಾಗ ಸಡನ್ ಆಗಿ ನಿಮಗೆ ಬರುವಂತಹ ಕ್ವಶನ್ ಗಳನ್ನ ಬೇಕಾಬಿಟ್ಟು ಕ್ವಶನ್ ಗಳನ್ನ ಕೇಳ್ತೀರಾ. ಸೊ ಅದಕ್ಕೆ ಆನ್ಸರ್ ಗಳು ಸಿಗುತ್ತೆ. ಮತ್ತೆ ನಿಮಗೆ ಈ ಬರ್ತಾ ಬರ್ತಾ ಈ ತರಗತಿ ಮೇಲೆ ಇಂಟ್ರೆಸ್ಟ್ ಇಲ್ಲದಾಗುತ್ತೆ. ಅದು ಬೇಕಾ ಬಿಡುವ ಅನ್ನುವಂತ ರೀತಿಲಿ ಆಗ್ಬಿಡುತ್ತೆ. ആത്മവിദ്യ എപ്പോഴും അടുത്തിരുന്ന് ഇങ്ങനെ കേട്ട് 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 സ്ലോവില് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഉത്തരത്തിന്റെ രീതി പോലും ശരിയല്ല. കാരണം ക്ഷമയോടെ കാത്തിരുന്ന് നേടേണ്ട ഉത്തരങ്ങളാണ് ഇതൊക്കെ. ಸೊ ಆತ್ಮವಿದ್ಯೆಯಲ್ಲಿ ನೀವು ಗುರುಗಳ ಮುಂದೆ ಕೂತ್ಕೊಂಡು ಈ ರೀತಿ ಅವರ ಬಾಯಿಂದನೇ ಕೇಳ್ಬೇಕು. ಆದ್ರೆ ಅದು ಪ್ರಯೋಜನ. പക്ഷെ ഇവിടെ ഞാൻ സിമ്പിൾ ആയിട്ട് ആൻസർ അങ്ങ് പറഞ്ഞു പോ, വേണമെങ്കിൽ കേൾക്കട്ടെ എന്ന് ಹೇಳಿ. ಸೊ ಇಲ್ಲಿ ಏನಾಗಿದೆ ಅಂತ ಹೇಳಿದ್ರೆ ಸೊ ಬೇಕಾಬಿಟ್ಟಿ ಬರ್ತಾ ಇದಾರೆ. ಸೊ ನಾನು ಹೇಳ್ತಾ ಇದ್ದೀನಿ, ಬೇಕಾದ್ರೆ ಕೇಳಲಿ ಇಲ್ಲದ್ರೆ ಬಿಡ್ಲಿ ಅನ್ನುವಂತ ರೀತಿ ಆಗ್ಬಿಟ್ಟಿದೆ. ഈ ചോദിച്ചോട്ടെ എന്ന് ചോദിച്ച ആൾ ആരാണ്? ആളുടെ പേരെന്താ? ഷഫീർ എന്നാണ് ഗുരുജി. ഞാൻ എന്താണ്? കൊറേ ഞാൻ സ്റ്റാർട്ടിങ് മുതലേ നോക്കുന്നുണ്ട്, പക്ഷെ ഷഫീർ അത് കണക്ട് ആവുന്നില്ല. എന്താ പറഞ്ഞ പേര്? ഷഫീർ. ഷഫീർ. ഓക്കെ. സ്റ്റാർട്ടിങ് മുതൽ നോക്കുന്നുണ്ട്, ഓഡിയോ മാത്രം കണക്ട് ആവുന്നില്ല. എങ്ങനെ കണക്ട് ആവണില്ല? അത് ഇങ്ങനെ ഇൻഡ്യൂ ആയിട്ട് തന്നെ കിടക്കുക, എത്ര നിൽക്കുമ്പോഴും അത് ഇതാവുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഇപ്പൊ ചോദിക്കാൻ വേണ്ടിയിട്ടല്ല, ചോദ്യങ്ങളൊന്നും ഇപ്പോഴല്ല ചോദിക്കേണ്ടത്. അല്ല, ഞാന് ഞാൻ പറഞ്ഞല്ലോ, ഗ്രൂപ്പിലാണ് എനിക്ക് ചോദിക്കുന്നത്. ചേച്ചിയോട് പറഞ്ഞിരുന്നു ഇന്ന് ചോദിക്കാന്നാ പറഞ്ഞത്. ഇന്ന് ചോദിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ചോദിക്കുന്ന രീതി ഇല്ലാന്ന്. അത് നമ്മള് ആ ആ ഗ്രൂപ്പിലേക്ക് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് വായിക്കും. ഇപ്പൊ രാജേഷ് വായിക്കാനുണ്ടില്ലേ? ആ. അപ്പൊ അതേപോലെ വായിക്കും. ആ വായിക്കുമ്പോ അതിന്റെ ഉത്തരം ഞാൻ അങ്ങനെ പറഞ്ഞു. എനിക്ക് മുൻകൂട്ടി ഇതില് അറിയാൻ വേണ്ടിയിട്ടല്ല. അടുത്ത ക്ലാസ്സിൽ മതി. ഇപ്പൊ എന്തായിരുന്നു ചോദ്യം? എന്തായിരുന്നു? അല്ല, ഞാൻ തുടങ്ങിക്കോട്ടെ, ഞാൻ ക്ലാസ് അതൊരു ചോദ്യമല്ല, അതിന് സമയമായില്ല. ഓക്കെ. അടുത്ത ഞാൻ ആളിലേക്ക്. പേടിച്ചു പോയി, ഇത് കണക്റ്റും ആവുന്നില്ല. അപ്പൊ ഗുരുജിയുടെ ഇന്നലെ ലാസ്റ്റിനെ വന്നപ്പോഴേക്കും ഗുരുജി ടൈം കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ കാത്ത് കാത്ത് നിന്നപ്പോഴേ അതാ ഞാൻ ഇടയിൽ കയറി. കുഴപ്പമില്ല, പെർമിഷൻ അടുത്ത ദിവസമാണ് തുടങ്ങുന്നത്. ആ ശരി. അപ്പൊ രാകേഷ് പ്ലീസ്. താങ്ക് ರಾಜೇಶ್, ಮುಂದಿನ ಕ್ವಶನ್ ಏನಿದೆ ನೋಡಿ. രാജേഷ് മറന്നുപോയോ ക്വസ്റ്റ്യൻ? ಇಲ್ಲ 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 ಒಂದು ಸಾಮಾನ್ಯ ಪ್ರಶ್ನೆ ಅದು. ಶ್ರೀ ಗುರುಗಳ മക്കളെന്ന് ನಾವು മുട്ടി മുദ്ദു ಮಾಡಬಹುದೇ? ഇത് ആരാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചതെന്ന് ഗുരുജിയുടെ കുട്ടികളെ നമ്മൾ എന്താ ഈ താലോലിക്കുന്ന മാതിരി സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച് അങ്ങനെ ഇതാക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. അതൊന്നും പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ കുട്ടികളെ ബ്രഹ്മജ്ഞാനത്തിന്റെ ഈ വഴിയിലേക്ക് വളർത്തുന്ന കുട്ടികളാണ്. ആ കുട്ടികളെ അതേ വ്രതശുദ്ധിയോടുകൂടി അതുപോലെ തന്നെ വരുന്ന ആളുകളൊക്കെ തൊട്ട് തലോടി കൊണ്ടാനുള്ളതല്ല. അതിനെ അതുപോലെ തന്നെ കൊണ്ടുപോകേണ്ടതാണ്. വരുന്നവര് എന്നെ വന്നവരൊക്കെ തൊട്ട് തലോടി പോവാണോ? ಸೊ അല്ലല്ലോ. ಗುರುಜಿ ಏನ್ ಹೇಳ್ತಿದ್ದಾರೆ ಅಂತ ಹೇಳಿದ್ರೆ ನನ್ನನ್ನ ರೆಸ್ಪೆಕ್ಟ್ ಮಾಡುವಂಗೆ ಆ ಮಕ್ಕಳನ್ನು ಕೂಡ ರೆಸ್ಪೆಕ್ಟ್ ಮಾಡಿ ಅವರು ಕೂಡ ಬ್ರಹ್ಮವಿದ್ಯಾ ದಾರಿಯಲ್ಲಿದ್ದಾರೆ. ಸೊ ಅವರನ್ನ ಅದೇ ರೀತಿ ನಾನು ಬೆಳೆಸ್ತಾ ಇದ್ದೀನಿ. ಸೊ ಹಂಗಾಗಿ ಬಂದವರೆಲ್ಲ ಸೊ ಅವರನ್ನ ಮುದ್ದಾಡೋದು ಆ ರೀತಿ ಎಲ್ಲ ಮಾಡಬೇಡಿ ಅಂತ ಹೇಳ್ತಿದ್ದಾರೆ. എന്നെ വരുന്നവരെല്ലാരും കെട്ടിപ്പിടിക്കുകയോ ഉമ്മ വയ്ക്കുകയോ ക്ഷയിക്കാൻ തരുമൊന്നും അല്ല ചെയ്യണം. ഗുരുവിനെ എങ്ങനെ കാണുന്നു, ഗുരുമേനെ എങ്ങനെ കാണുന്നു, അതുപോലെ തന്നെയാണ് ആ ഗുരുവിന്റെ മക്കളെയും കാണേണ്ടത്. ಸೊ ನೀವು ಗುರುಜಿನ ನೋಡೋತ್ತಿಗೆ ಹಗ್ ಮಾಡ್ಕೊಂಡು ಅಥವಾ ತಪ್ಕೊಂಡು ಶೇಕ್ ಹ್ಯಾಂಡ್ ಕೊಟ್ಕೊಂಡು ಆ ರೀತಿ ಏನಾದ್ರು ಮಾಡ್ತಾ ಇದ್ದೀರಾ? ಇಲ್ಲ ತಾನೆ. ನೀವು ಗುರೂಜಿಗೆ ಏನ್ ರೆಸ್ಪೆಕ್ಟ್ ಕೊಡ್ತೀರಾ, ಗುರುಮಾಗೆ ಏನ್ ರೆಸ್ಪೆಕ್ಟ್ ಕೊಡ್ತೀರಾ ಅಷ್ಟೇ. ಆ ಒಂದು ಡಿಸ್ಟೆನ್ಸ್ ಅಲ್ಲಿ ನಿಂತ್ಕೊಂಡೆ ನಮ್ಮ ಮಕ್ಕಳನ್ನು ಕಾಣಿ ಅಂತ ಹೇಳ್ತಿದ್ದಾರೆ. ശരി. ಮುಂದಿನ ಕ್ವಶನ್. ಮುಂದಿನ ಪ್ರಶ್ನೆ, SMS ಧ್ಯಾನದಿಂದ ನಮಗೆ ಬೇಕಾದನ್ನೆಲ್ಲ പടയಬಹುದೇ? SMS ധ്യാനത്തിലൂടെ നമുക്ക് വേണ്ടതെല്ലാം കിട്ടുമോ? അതൊരു നല്ല ചോദ്യം. എന്താണ് ഉദ്ദേശിക്കണമെന്ന് ഒന്നുകൂടി ഒന്ന് വ്യക്തമാക്കി പറയാമോ? ಸೊ ಅವರ ಉದ್ದೇಶ ಏನಿದೆ ಅಂತ ತಿಳ್ಕೊಬೋದಿತ್ತು. ಸೊ ಆ ಕ್ವಶನ್ ಕೇಳ್ದವ್ರನ್ನ ವಿಡಿಯೋದಲ್ಲಿ ಬರ್ಲಿಕ್ಕೆ ಹೇಳಿ. രാജേഷ് ഒന്നുകൂടി അതിനൊന്ന് ഇലാബറേറ്റ് ചെയ്ത് പറയാമോ? ಇದು ಸ್ವಲ್ಪ ಹಳೆ ಪ್ರಶ್ನೆ ಇದು. അത് ಯಾರು ಅಂತ ಗೊತ್ತಿಲ್ಲ. ഓക്കെ, അത് ആരാണ് എഴുതിയിട്ടെന്ന് അറിഞ്ഞിട്ടില്ല. എന്തായാലും ഒരു കുനിഷ്ഠ ചോദ്യം, ഞാൻ പറയാം. പറഞ്ഞോളൂ അല്ലേ? ಇದೊಂಥರ ತರಲೆ ಕ್ವಶನ್ ಆದ್ರೂ ಕೂಡ ನಾನು ಹೇಳ್ತೇನೆ.
ഒരു മനുഷ്യന് സാധാരണ ജീവിതത്തിൽ 4 തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉള്ളത്. ಒಬ್ಬ ಮನುಷ್ಯನಿಗೆ ಸಾಮಾನ್ಯ ಜೀವನದಲ್ಲಿ 4 ರೀತಿಯ ಪ್ರಾಬ್ಲಮ್ಸ್ ಬರುತ್ತೆ. മാനസികമായിട്ടുള്ള വിവിധ പ്രശ്നങ്ങൾ കാണും, ಸೊ ಮಾನಸಿಕವಾಗಿ ಪ್ರಾಬ್ಲಮ್ ಬರುತ್ತೆ, ശാരീരികമായിട്ടുള്ള വിവിധ പ്രശ്നങ്ങൾ വരും, ಶಾರೀರಿಕವಾಗಿಯೂ ತುಂಬಾ ಸಮಸ್ಯೆಗಳು ಬರುತ್ತೆ, ദാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, ದಾಂಪತ್ಯದಲ್ಲೂ ಕೂಡ ಪ್ರಾಬ್ಲಮ್ ಬರುತ್ತೆ, സാമ്പത്തിക പ്രോബ്ലം ഉണ്ട്. ಆರ್ಥಿಕವಾಗಿಯೂ ಕೂಡ ಕಷ್ಟಗಳಾಗುತ್ತೆ. ഇത് 4 അഞ്ചാമതൊരു പ്രോബ്ലം എനിക്കറിയില്ല, അറിയാമെങ്കിൽ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു. ಇದು 4 ಅಲ್ಲದೆ 5ನೆಯ ಬೇರೆ ಯಾವ್ದಾದ್ರು ಸಮಸ್ಯೆ ಇದೆ ಅಂತ ನನಗೆ ಗೊತ್ತಿಲ್ಲ. ಸೊ ഇത് ಗೊತ್ತಿದ್ರೆ ಯಾರಾದ್ರೂ 4 ಹೇಳ್ಬೋದು. ഇതിന് 4നും പരിപൂർണമായിട്ടുള്ള ഫലം ഉണ്ടാവും. ಸೊ ಇದು 4ಕ್ಕೂ ಬೇಕಾಗಿರುವಂತಹ ಫಲ ಈ ಮೆಡಿಟೇಷನ್ ಅಲ್ಲಿ ಸಿಗುತ್ತೆ. ഇതിന്റെ രീതി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ಸೊ ಇದರ ರೀತಿ ಏನು ಅಂತ ನಾನು ಹೇಳ್ಕೊಡ್ತೇನೆ. ഒരു മനുഷ്യന്റെ മാനസിക തലം ശരിയായാൽ മാത്രമേ അവന്റെ ശരീരവും മനസ്സും ശുദ്ധമാവുള്ളൂ. ಸೊ ಒಬ್ಬ ವ್ಯಕ್ತಿಯ ಮಾನಸಿಕ ಏನು ಆ ಸ್ಥಿರತೆ ಅಥವಾ ಅದು ಕ್ಲಿಯರ್ ಇದ್ರೆ ಮಾತ್ರ ದೈಹಿಕವಾಗಿಯೂ ಆತ ಸರಿ ಹೊಂತಾನೆ. ധ്യാന മാർഗത്തിൽ സഞ്ചരിക്കുന്നതിന് വേണ്ട മിനിമം ക്വാളിറ്റി എന്ന് പറയുന്നത് ത്യാഗം, ക്ഷമ, ധർമ്മം, നിസ്വാർത്ഥത, ഇതൊക്കെയാണ്. ಸೊ ಧ್ಯಾನ ಮಾರ್ಗದಲ್ಲಿ ನೀವು ಬರ್ಬೇಕು ಅಂತ ಹೇಳಿದ್ರೆ ನಿಮ್ಮಲ್ಲಿ ತ್ಯಾಗ, ಕ್ಷಮೆ, ನಿಸ್ವಾರ್ಥತೆ ಇದೆಲ್ಲ ಇರ್ಬೇಕಾಗುತ್ತೆ. അനുസരണ, ഈ പറഞ്ഞൊന്നും ആർക്കും ഇല്ല. ಸೊ ಗುರುಗಳು ಹೇಳುವಂತದನ್ನ ಅನುಸರಿಸುವಂತದ್ದು. ഈ ധ്യാനത്തിന് ഇരിക്കുന്നത് ഞാൻ ഒരു കാര്യം ചെയ്യും, ഒരു 50 ചെയർ അങ്ങ് എടുത്തിട്ട് കൊടുക്കാം, എന്നിട്ട് സൂര്യന്റെ നേരെ ആ ചെയർ ഒന്ന് നേരെ ഇട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 ചെയർ 50 തരത്തിൽ ഇരിക്കുന്നതല്ലാണ്ട് അവർക്ക് ഒരു നേരെ ഇടാൻ പോലും അറിയില്ല. ಈಗ ಧ್ಯಾನಕ್ಕೆ ಬರುವವರೆಗೆ ನಾನು ಒಂದು 50 ಚೇರ್ಗಳನ್ನ ಸೊ ಅವ್ರ ಮುಂದೆ ಈಗ ಇಟ್ಬಿಟ್ಟು ಇದನ್ನ ನೇರವಾಗಿ ಇಡಿ ಅಂತ ಹೇಳಿದ್ರೆ ಸೊ ಆ 50 ಚೇರ್ಗಳು 50 ರೀತಿಯಲ್ಲಿ ಇರುತ್ತೆ. ಅದನ್ನ ಕರೆಕ್ಟ್ ಆದ ರೀತಿಯಲ್ಲಿ ಇಡ್ಲಿಕ್ಕೂ ಕೂಡ ಗೊತ್ತಾಗದಂತ ಆಗ್ಬಿಟ್ಟಿದೆ. അച്ചടക്കവും ഇല്ല, ശുദ്ധിയില്ല, വൃത്തിയില്ല. ಸೊ ಆ ಶುದ್ಧಿ ಏನು ಕ್ಲೀನ್ನೆಸ್ ಸೊ ಇದು ಯಾವುದೂ ಇಲ್ಲ, ರೆಸ್ಪಾನ್ಸಿಬಿಲಿಟಿ ಇಲ್ಲ, ಆ ರೀತಿಯಾಗಿದೆ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ വൃത്തി ശുദ്ധിയും അച്ചടക്കവും ഇല്ലാത്ത ആൾക്കാരെ ദൈവം അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ദൈവം അവിടെ ഇരുത്തി പഠിപ്പിച്ചു. ಸೊ ಈ ರೀತಿ ಶುದ್ಧಿ ಇಲ್ಲದೆ ಬಂದವರಿಗೆ ನೀವು ಅಲ್ಲಿ ಕೂತ್ಕೊಂಡ್ರೆ ನೀವು ದೇವರ ಹತ್ರ ಹೋದ್ರೆ ದೇವ್ರು ಏನಾದ್ರೂ ಕಲಿಸ್ತಾರೆ. നമ്മൾ എന്തുകൊണ്ടാണ് ILTC പാസ്സായവരെ മാത്രം UK കൊണ്ടുപോകാൻ കാരണം? ಸೊ ಏನಕ್ಕೆ ಈ IELTS ಏನು ಕಲ್ತವ್ರನ್ನ ಮಾತ್ರ UK ಗೆ ತಗೊಂಡ್ ಹೋಗ್ತಾ ಇದಾರೆ? നമ്മുടെ കേരളത്തിൽ 100% വിദ്യാഭ്യാസം ഉണ്ടെന്ന് കേട്ടിട്ടില്ലേ? ಸೊ ನಮ್ಮ ಕೇರಳದಲ್ಲಿ 100% ವಿದ್ಯಾಭ್ಯಾಸ ಇದೆ ಅಂತ ನೀವು ಕೇಳಿದ್ದೀರಾ ಅಲ್ವಾ? ഒന്നുമില്ല, സ്വന്തം പേര് മാത്രം എഴുതാനേ അറിയുള്ളൂ, വിദ്യാഭ്യാസം ഒന്നുമില്ല. ಸೊ ಇವಾಗ ಏನಾಗಿದೆ, ಸ್ವಂತ ಹೆಸರು ಬರೀಲಿಕ್ಕೆ ಮಾತ್ರ ಗೊತ್ತಿದೆ, ಅಲ್ಲಿ ವಿದ್ಯಾಭ್ಯಾಸ ಅನ್ನುವಂಥದ್ದು ಇಲ್ಲದಾಗಿದೆ. എന്റെ അടുത്ത് മെഡിറ്റേഷന് വന്നു പോയ ആൾക്കാർ 42,000 43,000 കുടുംബക്കാരേ ഉള്ളൂ, വീട്ടുകാര്. ಸೊ ಇಲ್ಲಿ ಮೆಡಿಟೇಷನ್ಗೆ ಏನು ಬಂದು ಹೋದವರು ಒಂದು 40-42 ಸಾವಿರ ಕುಟುಂಬಸ್ಥರು ಬಂದಿದ್ದಾರೆ. അതിനകത്ത് തന്നെ 6 പേർക്ക് അക്ഷര വിദ്യാഭ്യാസം ഇല്ലാത്തവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ಸೊ ಅದರಲ್ಲಿ ಒಂದು 6 ಜನಕ್ಕೆ ಮಾತ್ರ ಏನು ಅಕ್ಷರ ವಿದ್ಯಾಭ್ಯಾಸ ಇರ್ಲಿಲ್ಲ. ഈ കഴിഞ്ഞ ആഴ്ചയാണ് ഇവിടെ ഒരാൾ വന്നത്, എഴുതാനും അറിയാൻ പാടില്ല, വായിക്കാനും അറിയാൻ പാടില്ല, ഒന്നുമില്ലാത്ത ഒരാൾ. ಕಳೆದ ವಾರ ಒಬ್ರು ಬಂದಿದ್ರು, ಅವರಿಗೆ ಬರೀಲಿಕ್ಕೆ ಓದಲಿಕ್ಕೆ ಏನೂ ಗೊತ್ತಿಲ್ಲ. ഞാൻ ഉള്ളി മലയാളീനെ മാത്രമാട്ടോ പറയണത്. ಸೊ ಇಲ್ಲಿ ಮಲಯಾಳಿಗಳ ಬಗ್ಗೆ ಮಾತ್ರ ಹೇಳ್ತಾ ಇರೋದು. ഞാൻ അവരോട് ചോദിച്ചു, ഈ മറ്റേ 100% വിദ്യാഭ്യാസത്തിൽ എനിക്ക് പേരെഴുതാൻ അറിയാം. ಸೊ ನಾನು ಅವ್ರ ಹತ್ರ ಕೇಳ್ದೆ, ಈ ಕೇರಳದಲ್ಲಿ 100% ಏನು ವಿದ್ಯಾಭ್ಯಾಸ ಇದೆ ಅಲ್ವಾ ಅಂತ. ಇಲ್ಲ ನನಗೂ ಗೊತ್ತು, ನನಗೆ ಹೆಸರು ಬರೀಲಿಕ್ಕೆ ಗೊತ್ತು ಅಂತ ಹೇಳ್ದ. ഇതുപോലെ തന്നെയാണ് നമ്മളുടെ ഈ എന്താ പറയുക അച്ചടക്കത്തിന്റെ കാര്യത്തിൽ നമുക്കിതൊന്നും ഇല്ല. ಸೊ ಇದೇ ರೀತಿ ನಮಗೆ ಇದು ಇಲ್ಲದಾಗಿದೆ, ಅದು ಗೊತ್ತಾಗ್ತಾ ಇಲ್ಲ, ಅದು ಕರೆಕ್ಟ್ ಆಗಿ ಏನು ಅಂತ. ബേസിക്കലി നമുക്ക് ശുദ്ധവൃത്തി ഈ പറഞ്ഞ പരിപാടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്കൊന്നും ദൈവത്തിന്റെ അടുത്തേക്ക് ചെല്ലാൻ പോലും പറ്റൂല. ಬೇಸಿಕಲಿ ನಮಗೆ ಆ ಒಂದು ಶುದ್ಧತೆ, ಆ ಪರಿಶುದ್ಧತೆ ಇಲ್ಲದರಿಂದ ನಮಗೆ ದೇವರ ಹತ್ರ ತಲುಪಲಿಕ್ಕೆ ಆಗ್ತಾ ಇಲ್ಲ. അതായത് വിവരം വിദ്യാഭ്യാസം സംസാരിക്കാനൊന്നും അറിയില്ലാത്തവരെ UK-കാർക്ക് വേണ്ട എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മളെ പോലെ ഒരു ഗുണമില്ലാത്ത സാധനങ്ങളൊന്നും ദൈവത്തിന് കാണുപോലും വേണ്ട. ಸೊ ಇಲ್ಲಿ ಏನಾಗಿದೆ ಅಂತಂದ್ರೆ ಈ ವಿದ್ಯಾಭ್ಯಾಸ ಎಲ್ಲ ಸರಿಯಾಗಿ ಇಲ್ಲದ ಕಾರಣ ಅಥವಾ ಸಂಸ್ಕೃತಿ ತಿಳಿಯದಂತಹ ಅಥವಾ ಅವರ ಆ UK ಅವರ ಟೆಸ್ಟ್ಗೆ ನಾವು ಪಾಸ್ ಆಗದವರನ್ನ ಯಾವ ರೀತಿ ಅವರು ತಗೊಳ್ಳಲ್ವೋ ಸೊ ಅದೇ ರೀತಿ ದೇವರು ಕೂಡ ನಮ್ಮಲ್ಲಿ ಇರುವಂತಹ ಕ್ವಾಲಿಟಿನ ಚೆಕ್ ಮಾಡಿ ಅವ್ರು ಕರ್ಸ್ಕೊಳ್ಳೋದು. ഇപ്പൊ ചിലര് വിചാരിക്കും ഞാൻ കുളിച്ചു നല്ല ഭംഗിയായിട്ട് അമ്പലത്തിൽ പോണ പുതിയ, അതൊന്നും അല്ല ശുദ്ധി എന്ന് പറയുന്നത്, മനഃശുദ്ധി. ಸೊ ತುಂಬಾ ಜನ ಥಿಂಕ್ ಮಾಡ್ತಾರೆ, ನಾನು ಸ್ನಾನ ಮಾಡ್ಕೊಂಡು ಟೆಂಪಲ್ಗೆಲ್ಲ ಹೋಗಿ ಪೂಜೆ ಮಾಡ್ಕೊಂಡ್ ಬರ್ತೀನಲ್ಲ, ಅದೆಲ್ಲ ಶುದ್ಧಿ, ಒಳಗಿರುವಂತಹ ಶುದ್ಧಿ ಮನಃಶುದ್ಧಿ ಇರ್ಬೇಕು ಅಂತ. ഒരു ജീവിയെ കൊന്ന് ശവക്കറിയാക്കി തിന്നണ ഒരു മനഃശുദ്ധി ഉണ്ടോ?
ಸೊ ಒಂದು ಜೀವಿಯನ್ನ ಸಾಯಿಸಿ ತಿನ್ನುವವನಿಗೆ ಮನಶುದ್ಧಿ ಇರುತ್ತಾ? ഇല്ല. ಸೊ ಯಾವತ್ತೂ ಇರ್ಲಿಕ್ಕೆ ಸಾಧ್ಯನೇ ಇಲ್ಲ. അപ്പൊ ദൈവത്തിന്റെ അടുത്തേക്ക് പോവാനുള്ള ഡോർ അടഞ്ഞു. ಸೊ ಅಲ್ಲೇ ನೀವು ತಿಳ್ಕೋಬಹುದು ದೇವ್ರ ಹತ್ರ ಹೋಗುವಂತಹ ಡೋರ್ ಕ್ಲೋಸ್ ಆಗಿದೆ ಅಂತ. നമുക്ക് പാസ്പോർട്ട് ഇല്ല. ಪಾಸ್ಪೋರ್ಟ್ ಇಲ್ಲ. അടുത്തത് ശരീരശുദ്ധി. ശവപ്പറമ്പായിട്ട് കിടക്കുന്ന ഈ ശരീരത്തിനകത്ത് ദൈവത്തിന്റെ ഈ ചൈതന്യം ഉള്ളിൽ ഇരിക്കുവോ? ಎರಡನೇದಾಗಿ ಶಾರೀರಿಕ ಶುದ್ಧಿ. ಸೊ ಒಂಥರ ಏನೋ ಸ್ಮಶಾನ ತರ ಆಗಿರುವಂತಹ ಈ ಶರೀರದ ಒಳಗಡೆ ಭಗವಂತ ಬಂದು ಕೂತ್ಕೊಳ್ತಾನ. അപ്പൊ നമുക്ക് വിഷയമില്ല. ಸೊ ಆಗ ನಮಗೆ ನೋಡಿ ವೀಸಾನು ಕ್ಲೋಸ್ ಆಗಿದೆ. നമ്മുടെ സൂക്ഷ്മ ശരീരം ഒന്നും അനങ്ങൂല്ല, നമ്മൾ വിളിച്ചാലും കേൾക്കൂല. ಸೊ ನಮ್ಮ ಸೂಕ್ಷ್ಮ ಶರೀರ ಅಲ್ಗಾಡಲ್ಲ, ನಾವು ಕರೆದ್ರೂ ಕೇಳಲ್ಲ. ഇനി അടുത്തത് ടിക്കറ്റ് കിട്ടണമെങ്കിൽ ഇത് രണ്ടും വേണം. പിന്നെ ടിക്കറ്റ് കിട്ടണമെങ്കിൽ നമ്മുടെ സൂക്ഷ്മ ശരീരം ആക്ടിവേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ഈ ശരീരം കൊണ്ട് ദൈവത്തിന്റെ അടുത്ത് പോകാൻ പറ്റൂല്ലോ. നമുക്ക് നമ്മുടെ സൂക്ഷ്മ ശരീരം കൊണ്ട് ദൈവത്തിന്റെ അടുത്ത് പോകാൻ പറ്റുള്ളൂ. ಸೊ ನಮಗೆ ಇನ್ನು ಟಿಕೆಟ್ ಕೂಡ ಇಲ್ಲದಾಗಿದೆ. ಅಂದ್ರೆ ನಮ್ಮ ಈ ಬಾಡಿ ಸಮೇತ ನಾವು ದೇವ್ರ ಹತ್ರ ಹೋಗ್ಲಿಕ್ಕೆ ಆಗಲ್ಲ. ನಮ್ಮ ಸೂಕ್ಷ್ಮ ಶರೀರದಿಂದ ನಾವು ದೇವ್ರ ಹತ್ರ ಹೋಗ್ಬೇಕು ಅಲ್ವಾ? കാണുന്നത്, കേൾക്കുന്നത്, തിന്നുന്നത്, മണക്കുന്നത്, തൊടുന്നത് എല്ലാം അശുദ്ധമാണ്. ಸೊ ನೋಡುವಂಥದ್ದು, ತಿನ್ನುವಂಥದ್ದು, ಮುಟ್ಟುವಂಥದ್ದು, ಅಂದ್ರೆ ಸ್ಪರ್ಶ ಮಾಡುವಂಥದ್ದು ಎಲ್ಲವೂ ಅಶುದ್ಧವಾಗಿದೆ. അപ്പൊ നമുക്ക് പിന്നെ ഈ പഞ്ചശുദ്ധി എന്ന് പറയുന്ന സാധനം ഇല്ല. ಸೊ ಹಾಗಾದ್ರೆ ನೀವು ಥಿಂಕ್ ಮಾಡಿ ನೋಡಿ, ಈ ಪಂಚಶುದ್ಧಿ ಅನ್ನುವಂತಹ ವಿಷಯನೇ ಇಲ್ಲಿ ಇಲ್ಲ. എന്നിട്ട് ഇവിടെ 30 രൂപയുടെ മെഴുകുതിരി അല്ല മറ്റേ 30 രൂപയുടെ ചന്ദനത്തിരി കത്തിച്ച് വെച്ചിട്ട് ജാജി ജോജു ജോജു നേപ്പിച്ച ദൈവം വിളിയെന്ന് ഓർത്തിട്ടിരിക്കുക അല്ലെ? ಸೊ ಇಲ್ಲಿ ನೀವು 30 ರೂಪಾಯಿದು ಅಗರಬತ್ತಿಯನ್ನ ಹಚ್ಚಿಬಿಟ್ಟು ದೇವ್ರ ಹತ್ರ ಈ ರೀತಿ ಕರೆದ್ರೆ ದೇವರು ಕೇಳ್ತಾನ? ഇത്ര മണ്ടന്മാരായി പോയല്ലോ എന്ന് ഓർക്കുമ്പോ എനിക്ക് ചിരി വരും. ಸೊ ಇಷ್ಟೊಂದು ಮನುಷ್ಯ ದಡ್ಡರಾಗಿದ್ದಾರೆ ಅಂತ ಅನ್ನೋತ್ತಿಗೆ ನನಗೆ ನಗು ಬರ್ತಾ ಇದೆ. ഈ ചന്ദനത്തിരി കർപ്പൂരം കത്തിച്ച ദൈവം അങ്ങോട്ട് വിളിയേക്കുന്ന ഓർത്തോണ്ടായിരിക്കണം. ಈ ಕರ್ಪೂರ ಏನು ಅಗರಬತ್ತಿ ಎಲ್ಲ ನಾವು ಹಚ್ಚಿಟ್ರೆ ಏನು ದೇವರು ನಮ್ಮ ಕರೆ ಕೇಳ್ತಾನ? അതിനാണ് സനാതന ധർമ്മത്തിൽ പറഞ്ഞിട്ടുള്ളത് പഞ്ചശുദ്ധി, പഞ്ചധർമ്മം. ഇത് രണ്ടും കൃത്യമായിട്ട് അനുഷ്ഠിക്കുന്നതിന് മാത്രമേ മനഃശുദ്ധി, ശരീരശുദ്ധി ഉണ്ടാവുള്ളൂ. ಸೊ ಅದೇ ರೀತಿ ಅದಕ್ಕೆ ಸನಾತನ ಧರ್ಮದಲ್ಲಿ ಹೇಳಿರುವಂತದ್ದು ಈ ಪಂಚಶುದ್ಧಿ, ಮನಶುದ್ಧಿ ಇದಿದ್ರೆ ಮಾತ್ರ ನಮ್ಮ ಏನು ನಾವಲ್ಲಿ ತಲುಪಲಿಕ್ಕೆ ಸಾಧ್ಯ ಅಂತ. അതിനെന്ത് ചെയ്തു എന്നറിയാം? ഈ സാധനം ഒന്നും അനുഷ്ഠിക്കാൻ ആരെ കൊണ്ടും പറ്റില്ലാത്തതുകൊണ്ട് എല്ലാരും കൂടെ ചേർന്ന് ഈ സനാതന ധർമ്മം ഒന്നിനും കൊള്ളാത്തതാണെന്ന് പറഞ്ഞു. പണി എളുപ്പമായില്ല. ನೋಡಿ ಇದನ್ನ ಕರೆಕ್ಟ್ ಆಗಿ ಫಾಲೋ ಮಾಡ್ಲಿಕ್ಕೆ ಆಗಲ್ಲ, ಇದು ಕಷ್ಟ ಅಂತ ಹೇಳಿ ಗೊತ್ತಿದ್ರಿಂದ ಸೊ ಇದು ಬೇಡ, ಇದು ಸನಾತನ ಧರ್ಮ ಇದು ಅಷ್ಟು ಚೆನ್ನಾಗಿಲ್ಲ ಅಂತ ಹೇಳ್ತಾರೆ. ഇപ്പൊ എന്ത് പറ്റി? ഞണ്ടിന്റെ അച്ഛനും അമ്മയും നടക്കണതുകൊണ്ട് മക്കളും ഞണ്ടിന്റെ പോലെ നടക്കാൻ തുടങ്ങി. അതുപോലെ ഇപ്പൊ നമ്മളും അത് തന്നെ നടക്കുക. ಈಗ ಏನಾಗಿದೆ ಅಂತಂದ್ರೆ ಈ ಏಡಿದು ಅಂದ್ರೆ ಅದರಲ್ಲಿ ತಂದೆ ತಾಯಿಗಳು ನಡೆಯೋದನ್ನ ನೋಡ್ಬಿಟ್ಟು ಸೊ ಮಕ್ಕಳು ಅದೇ ತರನೇ ನಡೀತಾ ಇದಾರೆ. ಸನಾತನ ಧರ್ಮ ಹಂಗ ಆಗ್ಬಿಟ್ಟಿದೆ. ഗൃഹസ്ഥർക്ക് അനേക ധർമ്മങ്ങൾ വേറെ ഉണ്ട്. ಗೃಹಸ್ಥರಿಗೆ ಅನೇಕ ಧರ್ಮಗಳು ಬೇರೆ ಬೇರೆ ಇದೆ. ഈ പറയുന്ന പഞ്ചധർമ്മമൊക്കെ അനുഷ്ഠിച്ച് പഞ്ചശുദ്ധിയൊക്കെ ആയിട്ട് മനസ്സ് ശരീരം ശുദ്ധിയായവര് മാത്രമേ ദാമ്പത്തിക ജീവിതം ഭംഗിയായിട്ട് വരുള്ളൂ. ಈ ಪಂಚಶುದ್ಧಿ, ಈ ಪಂಚಧರ್ಮಗಳನ್ನ ಏನು ಅನುಸರಿಸಿ ನಡೆಯೋರಿಗೆ ಸೊ ಅವರ ಕುಟುಂಬದಲ್ಲೂ ಕೂಡ ಈ ಶ್ರೇಷ್ಠತೆ ಬರುತ್ತೆ. ഈ പഞ്ചധർമ്മം എന്നൊക്കെ പറഞ്ഞ വലിയ കാര്യങ്ങളാ, ചെറുതൊന്നുമല്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് കാണുന്നവരൊക്കെ ഭാര്യയാക്കാനോ ചെറിയ കൊച്ചിനെ കാണുമ്പോ അല്ലെങ്കിൽ മോശമായിട്ട് ചിന്തിക്കാനോ ഒന്നും തോന്നില്ല. ಸೊ ಈ ಪಂಚಧರ್ಮ ಅನ್ನುವಂಥದ್ದು ಇದು ಸಾಮಾನ್ಯ ಧರ್ಮ ಅಲ್ಲ ಇದು. ಸೊ ಏನು ಇದರಲ್ಲಿ ಬಂದವರಿಗೆ ಬೇರೆ ಹೆಣ್ಣು ಮಕ್ಕಳನ್ನ ಏನು ಅವ್ರ ಮೇಲೆ ಆಸೆ ಬರೋದಾಗ್ಲಿ ಅಥವಾ ಬೇರೆ ಬೇರೆ ಏನು ಈ ದುಶ್ಚಟಗಳಿಗೆ ಬಲಿಯಾಗೋದಾಗ್ಲಿ ಅದಾಗಲ್ಲ. പഞ്ചശുദ്ധിയും പഞ്ചധർമ്മവും എന്ന് പറഞ്ഞ 5 വെച്ചിട്ടുണ്ട്. ടോട്ടൽ 10 ഉണ്ട്. ഇതിന്റെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ എന്തോരം വരുന്നെന്ന് ആലോചിച്ച് നോക്കി. ಸೊ ಈ ಪಂಚಶುದ್ಧಿ ಪಂಚ ಧರ್ಮ ಏನಿದೆ ಸೊ ಅದು ಹತ್ತಿರೋದು. ಸೊ ಇದರ ಒಳಗೆ ಇನ್ನು ಏನೇನಿದೆ ಅಂತ ನೀವು ಯೋಚನೆ ಮಾಡಿ ನೋಡಿ. ഇതിനകത്താണ് ധർമാധർമ്മവും സത്യാസത്യമൊക്കെ വരണത്. ಸೊ ಇದರೊಳಗಡೆನೆ ಧರ್ಮ ಸತ್ಯಾಸತ್ಯತೆ ಎಲ್ಲ ಒಳಗಡೆ ಇರುವಂತದ್ದು. ഇതിനെ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങളോട് പറയുന്ന ഒരു സാധനമാണ്. കോംപ്ലിക്കേറ്റഡ് മെമ്മറി വൈപ്പ് ഔട്ട് ചെയ്താൽ നിങ്ങളുടെ സൂക്ഷ്മ ശരീരം ആക്ടിവേറ്റ് ആവുന്നു. ಸೊ ಇದನ್ನ ನಾನು ತುಂಬಾ ಸರಳವಾಗಿ ಏನ್ ಹೇಳ್ತಾ ಇದ್ದೀನಿ ಅಂತ ಹೇಳಿದ್ರೆ, ನಮ್ಮ ಈ ಮೆಥಡ್ ಅಲ್ಲಿ ಕಾಂಪ್ಲಿಕೇಟೆಡ್ ಮೆಮೊರಿಯನ್ನ ನೀವು ವೈಪ್ ಔಟ್ ಮಾಡಿದ್ರೆ ಸೊ ನಿಮ್ಮ ಸೂಕ್ಷ್ಮ ಶರೀರ ಆಕ್ಟಿವ್ ಆಗುತ್ತೆ ಅಂತ. ഈ കോംപ്ലിക്കേറ്റഡ് മെമ്മറിക്ക് അകത്ത് തന്നെ പഞ്ചശുദ്ധിയും പഞ്ചധർമ്മവും വന്നു കഴിഞ്ഞു. ಈ ಕಾಂಪ್ಲಿಕೇಟೆಡ್ ಮೆಮೊರಿಯ ಒಳಗಡೆನೆ ಈ ಪಂಚಶುದ್ಧಿ ಪಂಚಧರ್ಮಗಳು ಬರುತ್ತೆ. ഈ കോംപ്ലിക്കേറ്റഡ് മെമ്മറി വൈപ്പ് ഔട്ട് ആവുമ്പോൾ നമ്മുടെ സൂക്ഷ്മ ശരീരം വൈപ്പ് ഔട്ട് ആവുമ്പോൾ നമ്മുടെ സൂക്ഷ്മ ശരീരം ആക്ടിവേറ്റ് ആവും. ಈ ಕಾಂಪ್ಲಿಕೇಟೆಡ್ ಮೆಮೊರಿ ವೈಪ್ ಔಟ್ ಆಗೋದಕ್ಕೆ ನಮ್ಮ ಸೂಕ್ಷ್ಮ ಶರೀರ ಆಕ್ಟಿವ್ ಆಗುತ್ತೆ. നമ്മുടെ സൂക്ഷ്മ ശരീരം പതിയെ പ്രപഞ്ചവുമായിട്ട് കണക്റ്റഡ് ആവും. ಸೊ ನಮ್ಮ ಸೂಕ್ಷ್ಮ ಶರೀರ ಮೆಲ್ಲನೆ ಬ್ರಹ್ಮಾಂಡದೊಂದಿಗೆ ಕನೆಕ್ಟ್ ಆಗುತ್ತೆ.
അങ്ങനെ വരുമ്പോ നമ്മളിൽ പതിയെ ദൈവം പ്രകടമാവാൻ തുടങ്ങും. ಸೊ ಆ ರೀತಿ ಆಗೋತ್ತಿಗೆ ನಿಮಗೆ ದೇವರ ದರ್ಶನಗಳು ಆಗ್ತಾ ಇರುತ್ತೆ. ദൈവത്തിന്റെ അനുഭവം കിട്ടും. ಸೊ ದೇವರ ಅನುಭವ ಏನಿದೆ ಅದು ಸಿಗುತ್ತೆ ನಿಮಗೆ. ഇങ്ങനെ ഒരു ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിക്കുന്ന കുടുംബത്തിൽ രണ്ടുപേരും മെഡിറ്റേഷൻ ചെയ്യണം, അല്ലെങ്കിൽ മക്കളും എല്ലാവരും മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ അവരുടെ വീട്ടിൽ കുടുംബത്തിൻ്റെതായ സംരക്ഷണ വലയം അവിടെ തനിയെ ക്രിയേറ്റ് ചെയ്യപ്പെടും. ಸೊ ಇಲ್ಲಿ ಗುರುಜಿ ಏನ್ ಹೇಳ್ತಿದ್ದಾರೆ ಅಂತ ಹೇಳಿದ್ರೆ, ಅಂತ ಕುಟುಂಬದಲ್ಲಿ ಅಥವಾ ಗಂಡ ಹೆಂಡತಿ ಮಕ್ಕಳು ಎಲ್ಲಾ ಸೇರಿ ಈ ಮೆಡಿಟೇಷನ್ ನ ಮಾಡ್ಲಿಕ್ಕೆ ಸ್ಟಾರ್ಟ್ ಮಾಡಿದ್ರೆ ಬ್ರಹ್ಮಾಂಡದಿಂದ ನಿಮಗೆ ಇದು ಪ್ರೊಟೆಕ್ಷನ್ ನ ಒಂದು ಕವಚ ರೆಡಿ ಆಗುತ್ತೆ ಅಂತ. ഈ പഞ്ചധർമ്മവും പഞ്ചശുദ്ധിയും എന്താണെന്ന് അറിയണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടോ? ಈ ಪಂಚಧರ್ಮ ಪಂಚಶುದ್ಧಿ ಏನು ಅಂತ ತಿಳ್ಕೊಳ್ಳಿಕ್ಕೆ ನಿಮಗೆ ಆಸೆ ಇದೆಯಾ? കൈ പൊങ്ങണവരുണ്ടെങ്കിൽ ഒന്ന് പതുക്കെ ഒന്ന് നോക്കിയേ. ಸೊ ಯಾರಿಗಾದ್ರೂ ಇಷ್ಟ ಇದೆ ಅಂತ ಹೇಳಿದ್ರೆ ಕೈ ಎತ್ತಿ ನೋಡೋಣ. ഇനി കൈ പൊങ്ങില്ലാത്തവരുണ്ടെങ്കിൽ തലയൊന്ന് ആട്ടിയാലും മതി. ಸೊ ಕೈ ಎತ್ತಲಿಕ್ಕೆ ಕಷ್ಟ ಇದ್ದವರು ತಲೆ ಆಡಿಸಿದ್ರೆ ಸಾಕು. പഞ്ചധർമ്മത്തിൽ വരുന്ന ആദ്യത്തെ സാധനം അഹിംസ. ಪಂಚಧರ್ಮದಲ್ಲಿ ಫಸ್ಟ್ ಬರುವಂತದ್ದು ಅಹಿಂಸೆ എന്ന് പറഞ്ഞാൽ എന്താണ്? കൊന്നു തിന്നണം അല്ലേ? ಅಂದ್ರೆ ಅದನ್ನ ಸಾಯಿಸಿ ತಿನ್ಬೇಕು ಅಂತನಾ? അങ്ങനെ തന്നെയാണോ? ಅಹಿಂಸೆ ಅಂದ್ರೆ ಸಾಯಿಸಿ ತಿನ್ನೋದಾ? അതിനകത്ത് ആയ അങ്ങോട്ട് മാറ്റി ഹിംസ എന്നാക്കി അല്ലേ? ಅಹಿಂಸೆಯಲ್ಲಿ ಆ ಬದಲಾವಣೆ ಮಾಡ್ಬಿಟ್ಟು ಅದನ್ನ ತೆಗೆದಾಕಿ ಹಿಂಸಾ ಮಾಡಿ ನಾವು ಮಾಡಿದೀವಿ. പിന്നെ പഞ്ചശുദ്ധിയിലെ രണ്ടാമത്തെ കാര്യം സത്യം. ಪಂಚಶುದ್ಧಿಯಲ್ಲಿ ಬರುವಂತಹ ಎರಡನೇ ಕಾರ್ಯ സോറി ಸತ್ಯ. പറഞ്ഞു പഞ്ചധർമ്മത്തില് സത്യം. ಪಂಚಧರ್ಮದಲ್ಲಿ ಬರುವಂತಹ ಎರಡನೇ ಕಾರ್ಯ ಅಂದ್ರೆ ಸತ್ಯ. ഞാൻ ആദ്യം പറഞ്ഞു പഞ്ചധർമ്മത്തിൽ പെട്ടത് തന്നെയാണ് കേട്ടോ. ಸೊ ಮೊದಲು ಹೇಳಿದ್ದು ಕೂಡ ಪಂಚಧರ್ಮದಲ್ಲಿ ಇರುವಂತದ್ದು. സത്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? വാ തുറക്കുന്നത് മുഴുവൻ നുണ പറയണം അല്ലേ? ಸತ್ಯ ಅಂದ್ರೆ ಏನು? ಬಾಯಿ ತೆರೆದು ಸುಳ್ಳು ಹೇಳುವಂತದ್ದಲ್ಲ. ഇപ്പൊ ആളുകൾ എന്ത് ചെയ്യുന്ന അറിയോ? അഹിംസയുടെ ആ എടുത്തേച്ച് സത്യത്തിനെ മുൻപിട്ടു, ഹിംസയാക്കി ആ സത്യമാക്കി. ಸೊ ಈ ಅಹಿಂಸೆನ ಆ ತೆಗೆದ್ಬಿಟ್ಟು ಹಿಂಸೆ ಮಾಡ್ಕೊಂಡಿದ್ದಾರೆ. ಸೊ ಅದೇ ರೀತಿ ಅಸತ್ಯನ ಏನು ಆ ತೆಗೆದು ಸತ್ಯ ಮಾಡ್ಕೊಂಡಿದ್ದಾರೆ. ആളുകൾ ഭയങ്കര സ്മാർട്ടാ. ಜನಗಳು ತುಂಬಾ ಸ್ಮಾರ್ಟ್ ಆಗ್ಬಿಟ್ಟಿದ್ದಾರೆ. സനാതന ധർമ്മത്തെ ഒക്കെ പൊളിച്ചടക്കി അവർ എഴുതി. ಸನಾತನ ಧರ್ಮನೇ ಏನೋ ಬದಲಾವಣೆ ಮಾಡ್ಕೊಂಡು ಅವ್ರು ಬರೆದು ಬಿಟ್ಟಿದ್ದಾರೆ. അടുത്തത് അസ്ഥേയം. ಅಸ್ತ್ರೇಯ. അസ്ഥേയം എന്താണെന്ന് അറിയാമോ? ಅಸ್ಥೇಯ ಏನು ಅಂತ ಗೊತ್ತಾ? തല മൊട്ടയടിച്ചാൽ മതി, മനസ്സിലാവും. ತಲೆ ಬೋಳಿಸ್ಕೊಂಡ್ರೆ ಸಾಕು ಗೊತ್ತಾಗ್ಬಿಡುತ್ತೆ ಅಂತ. അടുത്തത് ಅವ್ಯഭിചാരം. ನಂತರ ಬರುವಂತದ್ದು ಅವ್ಯಭಿಚಾರ. അതിനകത്ത് ആവിയാക്കി കളഞ്ഞിട്ട് വ്യഭിചാരം അങ്ങോട്ട് കയറ്റി പിടിച്ചു. ಸೊ ಅದರಲ್ಲಿ ಅಷ್ಟೇ ಆ ತೆಗೆದು ಈ ವ್ಯಭಿಚಾರನ ತಗೊಂಡ್ಬಿಟ್ಟಿದ್ದಾರೆ. നമ്മളോടാണോ കളി? ನಮ್ ಜೊತೆ ಆಟ ಅಂತ ಹೇಳ್ಬಿಟ್ಟು ಆ ತೆಗೆದ್ಬಿಟ್ಟಿದ್ದಾರೆ. അടുത്തത് മദ്യവർജനം. ಸೊ ಇನ್ನೊಂದು ಬರುವಂತದ್ದು ಮದ್ಯವರ್ಜನೆ. അതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തേച്ച് നല്ല ഭംഗിയാക്കി മദ്യവും വെജിറ്റേറിയനും ആയിട്ട് മാറ്റി. ಸೊ ಅದನ್ನ ಸ್ಪ್ಲಿಟ್ ಮಾಡ್ಕೊಂಡು ಈ ಮದ್ಯ ಅನ್ನುವಂಥದ್ದು ಕೂಡ ವೆಜಿಟೇರಿಯನ್ ಅಂತ ಮಾಡ್ಕೊಂಡ್ಬಿಟ್ಟಿದ್ದಾರೆ. ഇതുണ്ടല്ലോ, ആളുകൾ ഭയങ്കര മിടുക്കന്മാരാണ്. ഇങ്ങനെയാണ് സനാതന ധർമ്മത്തിന് ഇത്രയും മോശമാക്കി മാറ്റിയത്. ഇത്രയും നല്ല ഭംഗിയായിട്ട് പഞ്ചധർമ്മത്തെ പറ്റി എഴുതി വെച്ചേക്കാം. എന്നിട്ട് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? ഇനി പഞ്ചശുദ്ധിയുണ്ട്. ಜನಗಳು ಎಷ್ಟು ಬುದ್ಧಿವಂತರಾಗಿದ್ದಾರೆ ಅಂತ ಹೇಳಿದ್ರೆ, ಸೊ ಇದನ್ನೆಲ್ಲ ಬದಲಾವಣೆ ಮಾಡ್ಬಿಟ್ಟು ಅವ್ರಿಗೆ ಬೇಕಾದಂತಹ ರೀತಿಯಲ್ಲಿ ಅವರು ಬಳಸ್ಕೊಂಡಿದ್ದಾರೆ. ಇನ್ನು ಪಂಚಶುದ್ಧಿ, ശരീരശുദ്ധി, ഇന്ദ്രിയശുദ്ധി, മനഃശുദ്ധി, ഗൃഹശുദ്ധി, വാക്ശുദ്ധി. ಶರೀರ ಶುದ್ಧಿ, ಮನಶುದ್ಧಿ, ಇಂದ್ರಿಯ ಶುದ್ಧಿ, ವಾಕ್ ಶುದ್ಧಿ. അപ്പൊ ഇതിനകത്ത് ഗൃഹശുദ്ധിയിൽ വരും ഈ പറയുന്ന ദാമ്പത്യം. ಸೊ ಗೃಹ ಶುದ್ಧಿಯಲ್ಲಿ ಬರುವಂತದ್ದು ಈ ದಾಂಪತ್ಯ ಅನ್ನುವಂಥದ್ದು. ദാമ്പത്യത്തിനകത്ത് ശരീരശുദ്ധിയും വരുവേ, ಈ ದಾಂಪತ್ಯದಲ್ಲಿ ಕೂಡ ಶರೀರ ಶುದ್ಧಿ ಬರುತ್ತೆ. ഇന്ദ്രിയശുദ്ധിയും വരുവേ. ಏದು ಶುದ್ಧಿ? ഇന്ദ്രിയശുദ്ധിയും വരുവേ, ಇಂದ್ರಿಯ ಶುದ್ಧಿ ಕೂಡ ಬರುತ್ತೆ. മനഃശുദ്ധി ഇല്ലെങ്കിൽ ദാമ്പത്യം നന്നാവില്ല. ಸೊ ಮನಃಶುದ್ಧಿ ಇಲ್ಲ ಅಂತ ಹೇಳಿದ್ರೆ ದಾಂಪತ್ಯ ಜೀವನ ಚೆನ್ನಾಗಿರಲ್ಲ. കട്ടായി പോകും. വാക്ശുദ്ധി ഇല്ലെങ്കിലോ ദാമ്പത്യം നന്നാവും. ಸೊ ವಾಕ್ ಶುದ್ಧಿ ಇಲ್ಲ ಅಂತ ಹೇಳಿದ್ರೆ ದಾಂಪತ್ಯ ಜೀವನ ಅದು ಚೆನ್ನಾಗಿರಲ್ಲ. അപ്പൊ ഞാൻ ഈ പറഞ്ഞതിനകത്ത് ഏത് സാധനം മാറ്റി നിർത്താൻ പറ്റി? ഈ 10 കാര്യത്തിന്റെയും പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ഒന്ന് നോക്ക്. നമ്മളുടെ ദാമ്പത്യ ജീവിതം നന്നാവും ഇല്ലയോ എന്നറിയാം. ಸೊ ಈ 10 ಕಾರ್ಯವನ್ನು ಕೂಡ ಕರೆಕ್ಟ್ ಆಗಿ ನೀವು ಫಾಲೋ ಮಾಡ್ಕೊಂಡ್ರೆ ನಿಮ್ಮ ದಾಂಪತ್ಯ ಜೀವನ ಚೆನ್ನಾಗಿರಲ್ವಾ? ഇതിനെ എല്ലാത്തിനെയും കൂടി മിക്സ് ചെയ്തിട്ട് ഒറ്റ പേര് ഞാൻ ഇട്ടേക്കാണ് കോംപ്ലിക്കേറ്റഡ് മെമ്മറി. ಸೊ ಇದನ್ನೆಲ್ಲ ಮಿಕ್ಸ್ ಮಾಡ್ಬಿಟ್ಟು ನಾನು ಅದಕ್ಕೆ ಇಟ್ಟಿರುವಂತಹ ಒಂದೇ ಒಂದು ಹೆಸರು ಕಾಂಪ್ಲಿಕೇಟೆಡ್ ಮೆಮೊರಿ ಅಂತ. ഈ കോംപ്ലിക്കേറ്റഡ് മെമ്മറി അങ്ങ് വൈപ്പ് ഔട്ട് ചെയ്താൽ നമ്മുടെ പ്രശ്നം മുഴുവൻ തീരും.
ಆ ಕಾಂಪ್ಲಿಕೇಟೆಡ್ ಮೆಮೊರಿಯನ್ನ ವೈಪ್ ಔಟ್ ಮಾಡಿದ್ರೆ ನಮ್ಮ ಎಲ್ಲಾ ಸಮಸ್ಯೆಗಳು ಅಲ್ಲೇ ಬಗೆಹರಿಯುತ್ತೆ. ദാമ്പത്തികം ശരിയാവുമ്പോ അവിടെ സമ്പത്ത് തന്നെ വരും. ಸೊ ದಾಂಪತ್ಯ ಸರಿಯಾಗಿ ಹೋಗ್ತಾ ಇದ್ರೆ ಅಲ್ಲಿ ಸಂಪತ್ತು ಆಟೋಮೆಟಿಕ್ ಆಗಿ ಬರುತ್ತೆ. ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നണം ഈ ദാമ്പത്യവും സമ്പത്തും തമ്മിൽ എന്താ ബന്ധം? ಸೊ ಒಂದ್ ವೇಳೆ ನಿಮಗೆ ಕ್ವಶನ್ ಬರ್ಬೋದು, ಈ ದಾಂಪತ್ಯಕ್ಕೂ ಈ ಸಂಪತ್ತು ಬರೋದಕ್ಕೂ ಏನು ಸಂಬಂಧ ಅಂತ. ഇവിടെയാണ് സനാതന ധർമ്മത്തിൽ ഭാര്യാധർമ്മം അല്ലെങ്കിൽ ഭർതൃധർമ്മം അനുസരിച്ച് ഭാര്യയെ എങ്ങനെ കാണണമെന്നുള്ളത് വരുന്നത്. ಸೊ ಇಲ್ಲೇ ಹೇಳುವಂತದ್ದು ಸನಾತನ ಧರ್ಮದಲ್ಲಿ ಆ ಪತ್ನಿಯಾದವಳನ್ನ ಯಾವ ರೀತಿ ನೋಡ್ಬೇಕು, ಅಥವಾ ಪತ್ನಿ ಧರ್ಮ ಏನು ಪುರುಷ ಧರ್ಮ ಏನು ಅಂತ ಹೇಳೋದು. ഒരു വീട്ടില് ഭാര്യ നല്ല സന്തോഷത്തോടെ സുഖത്തോടെ ജീവിച്ചാലേ ആ വീട്ടിൽ ധനം വരുള്ളൂ. അവളാണ് അവിടുത്തെ ലക്ഷ്മി. ಒಂದು ಮನೆಯಲ್ಲಿ ಆ ಪತ್ನಿಯಾದವಳು ಆಕೆ ಸುಖ ಸಂತೋಷದಿಂದ ಇದ್ರೆ ಸೊ ಅಲ್ಲಿ ಆಟೋಮೆಟಿಕ್ ಆಗಿ ಲಕ್ಷ್ಮಿ ಕೂಡ ಬರ್ತಾಳೆ. ഇനി ലക്ഷ്മി എന്ന് ഞാൻ പറഞ്ഞു ആരും വായിൽ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു വെക്കലുണ്ടോ? ಈ ಲಕ್ಷ್ಮಿ ಅಂತ ಹೇಳೋತ್ತಿಗೆ ಯಾರು ಏನು ಬಾಯಲ್ಲಿ ಬೆಂಕಿ ಹಚ್ಚಬೇಡಿ ಅಂತ ಹೇಳ್ತಿದ್ದಾರೆ. അപ്പോ ഇത് ലക്ഷ്മി എന്ന് ഞാൻ പറഞ്ഞത് ആ വീട്ടിലേക്ക് ഐശ്വര്യം കൊണ്ടുവരുന്നത് ആ സ്ത്രീയിലൂടെയാണ്. ಸೊ ಲಕ್ಷ್ಮಿ ಅನ್ನುವಂಥದ್ದು ಆ ಮನೆಗೆ ಐಶ್ವರ್ಯ ಬರುವಂತದ್ದು ಆ ಸ್ತ್ರೀಯಿಂದಾಗಿ. അപ്പൊ സ്ത്രീയെ സന്തോഷമാക്കി കൊണ്ടുവരുന്ന ഈ പുരുഷനെ എന്ത് ചെയ്യണം? സാരി മേടിച്ചു കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. ಹಾಗಾದ್ರೆ ಆ ಸ್ತ್ರೀಯನ್ನ ಸಂತೋಷವಾಗಿ ಇಡ್ಬೇಕು ಅಂತ ಹೇಳಿದ್ರೆ ಪುರುಷ ಸೀರೆ ತೆಗೆದುಕೊಟ್ರೆ ಆಗುತ್ತಾ? ഇതൊക്കെ ഈ മെഡിറ്റേഷൻ ചെയ്ത തനിയേ സംഭവിക്കുന്ന കാര്യമാണ് ഇതെല്ലാം. ಸೊ ನೀವೇನ್ ಮಾಡ್ಬೇಕು ಅನ್ನೋದನ್ನ ಈ ಮೆಡಿಟೇಷನ್ ಮಾಡಿದಾಗ ನಿಮಗೆ ಏನು ಬ್ರಹ್ಮಾಂಡ ತಿಳಿಸುತ್ತೆ. അങ്ങനെയുള്ള വീട്ടിൽ ധനം തന്നെ വന്നു ചേരും. ಸೊ ಅಂತ ಮನೆಗಳಲ್ಲಿ ಏನು ಐಶ್ವರ್ಯ ತಾನೇ ಬರುತ್ತೆ. ഇപ്പൊ ആ കുനിഷ്ഠ ചോദ്യത്തിന്റെ ഉത്തരായില്ലേ? ಸೊ ಈಗ ಆ ಕ್ವಶನ್ಗೆ ಆನ್ಸರ್ ಸಿಕ್ತಲ್ವಾ? അപ്പൊ ഇപ്പൊ ചിലരൊക്കെ ഓർക്കണ്ടോ, ഓ അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാനിതൊന്നും ചെയ്യണില്ല, എല്ലാം കൂടെ നിർത്തിയിട്ട് ഇപ്പൊ അങ്ങനെ വലിയ സമ്പത്തൊന്നും വേണ്ട, ഞാൻ ഇത്തിരി വല്ല എന്തെങ്കിലും ഷോർട്ട് കട്ടിലൂടെ പൈസ ഉണ്ടാക്കണുള്ളൂ എന്ന് വിചാരിക്കും. ಸೊ ಕೆಲವರೆಲ್ಲ ಥಿಂಕ್ ಮಾಡ್ತಾರೆ, ಏನಾದ್ರೂ ಶಾರ್ಟ್ ಕಟ್ ಹುಡುಕಣ, ಅದರಿಂದ ಏನಾದ್ರೂ ದುಡ್ಡು ಮಾಡ್ಲಿಕ್ಕೆ ನೋಡೋಣ, ಏನಕ್ಕೆ ಎಷ್ಟೊಂದು ಕಷ್ಟ ಬಿದ್ದು ಇದೆಲ್ಲ ಮಾಡ್ಬೇಕು ಅಂತ. അടുത്ത ചോദ്യത്തിലേക്ക് പോകും. ನೆಕ್ಸ್ಟ್ ಕ್ವಶನ್ ಏನಾದ್ರು ಇದೆ ಗುರುಜಿ? ನೀವು ಮಲಯಾಳത്തിൽ എന്തെങ്കിലും ಕ್ವಶನ್ ഉണ്ടാവും? ഓ എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് തന്നെയാ പുള്ളി ഹിന്ദിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാം ഒന്നും ശരി, തന്നെയാ question. ಓಕೆ. ಅಲ್ಲ ഞാൻ വിചാരിച്ചു അനിൽ ചേച്ചിയുടെ അടുത്ത് വേറെ ക്വസ്റ്റ്യൻസ്. ഇല്ല ഒറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ. രാജേഷ് ಮುಂದಿನ അത് മലയാളം ക്ലാസ്സിലേക്ക് അല്ല ചേച്ചി സെപ്പറേറ്റ് പറയും. അല്ല ചേച്ചിക്ക് എന്തെങ്കിലും ഇല്ല, ഒന്നുമില്ല. അല്ലു പറഞ്ഞു. ರಾಜೇಶ್ ಅವರೇ, ನೆಕ್ಸ್ಟ್ ಕ್ವಶನ್. ಸನಾತನ ಧರ್ಮದ ಸಂಸ್ಕೃತಿಯಲ್ಲಿ ಅಂದ್ರೆ ಭಾರತೀಯ ಸಂಸ್ಕೃತಿಯ ಪರಂಪರೆಯಲ್ಲಿ ಎಲ್ಲಾ ಪ್ರಾಣಿಗಳನ್ನು ನಾವು ಪ್ರೀತಿಸಬೇಕು, ಗೌರವಿಸಬೇಕು, ಪ್ರಾಣಿ ಹಿಂಸೆ ಮಾಡಬಾರ್ದು, ಕೊಲ್ಲಬಾರ್ದು ಅಂತ ಇದೆ. ಆದರೆ ಗೋವಿಗೆ ಭಾರತೀಯ ಸನಾತನ ಸಂಸ್ಕೃತಿಯಲ್ಲಿ ಮಹತ್ವದ ಸ್ಥಾನ ಯಾಕೆ ಕೊಡಲಾಗಿದೆ? ಗುರೂಜಿಯವರು ಉತ್ತರಿಸಬೇಕು. സോ ഇത് ഷോർട്ട് ആയിട്ടുള്ള ഒരേ ഒരു ക്വസ്റ്റ്യൻ. അത് ആ പശുവിന് നമ്മുടെ ഇത് സംസ്കൃതിയില് എന്നുള്ള കൾച്ചറിൽ അതിന് പ്രത്യേകമായ ഒരു സ്ഥാനം കൊടുക്കണല്ലോ, അതെന്തുകൊണ്ടാണ്? നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഓരോ ജീവികൾക്കും ഇവിടെ പ്രാധാന്യമുണ്ട്. പശുവിന് പ്രാധാന്യം കൂടുതൽ കൊടുക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പശുവിന്റെ സയന്റിഫിക് കാര്യങ്ങളൊക്കെ അവിടെ നിന്നോട്ടെ, നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, നമ്മുടെ ഋഷി പരമ്പരമാര് അവരുടെ കൂടെയൊക്കെ അല്ലെങ്കിൽ ശ്രീകൃഷ്ണന്റെ കൂടെ വരെ നമ്മൾ കാണുന്നത് പശുവിനെയാണ്. ഒരു കുടുംബം ജീവിക്കാൻ ഒരു പശു ഉണ്ടെങ്കിൽ ധാരാളം മതി, ഇല്ലേ? നമുക്ക് അമ്മ കഴിഞ്ഞാൽ പാല് തരുന്നത് ആരാണ്? പശുവാണ്. ನಾವಿಲ್ಲಿ ಥಿಂಕ್ ಮಾಡ್ಬೇಕಾದಂತಹ ವಿಷಯ ಅಂತ ಹೇಳಿದ್ರೆ, ಸೊ ಪ್ರತಿಯೊಂದು ಪ್ರಾಣಿಗೂ ಕೂಡ ಅದರದೇ ಆದಂತಹ ಪ್ರಾಧಾನ್ಯತೆ ಇದೆ. ನಾವು ಇಲ್ಲಿ ಹಸುವಿಗೆ ಹೆಚ್ಚಿನ ಪ್ರಾಧಾನ್ಯತೆಯನ್ನು ಏನಕ್ಕೆ ಕೊಡ್ತೀವಿ ಅಂತ ಹೇಳಿದ್ರೆ, ಸೊ ಒಂದು ಉದಾಹರಣೆಗೆ ನಮಗೆ ಹಾಲು ಕೊಡುವಂತಹ ಒಂದು ಏನು ಜೀವ, ಅದು ತಾಯಿ ಜೀವ ಬಿಟ್ರೆ ಮತ್ತೆ ನೀವು ಥಿಂಕ್ ಮಾಡಿ ನೋಡಿ, ಈ ಹಸು ಅದು ಕೂಡ ಅದೇ ತರ ಅಲ್ವಾ ಅಂತ. അപ്പൊ പശുവിനെ നമ്മൾ കൊല്ലുക എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ അമ്മയെ കൊല്ലുന്ന പോലെ തന്നെയാണ്. ಹಾಗಾದ್ರೆ ಹಸುವನ್ನ ಕೊಲ್ಲೋದು ಅಂತ ಹೇಳಿದ್ರೆ ನಮ್ಮ ತಾಯಿಯನ್ನ ನಾವು ಸಾಯಿಸ್ತಾ ಇದ್ದೀವಿ ಅಂತ ಅರ್ಥ. പാൽ ഇഷ്ടമല്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ? ಹಾಲನ್ನ ಇಷ್ಟಪಡದವ್ರು ಯಾರಾದ್ರೂ ಇದ್ದೀರಾ? ഇപ്പൊ ഞാനൊരു പണ്ടത്തെ ഋഷിയാണെന്ന് നിങ്ങൾ വിചാരിക്കുക. ಸೊ ನೀವು ಥಿಂಕ್ ಮಾಡಿ ನೋಡಿ, ನಾನು ಹಳೆ ಕಾಲದ ಒಬ್ಬ ಋಷಿ ಅಂತ. എനിക്ക് പട്ടിയെ കൊണ്ട് കിടന്നിട്ട് ഒരു കാര്യമില്ല, ഞാൻ നായാട്ടിന് പോണതല്ല. ನನಗೆ ಜೊತೆಯಲ್ಲಿ ನಾಯಿಯನ್ನ ಕರ್ಕೊಂಡು ನನಗೆ ಪ್ರಯೋಜನ ಇಲ್ಲ, ನಾನು ಬೇಟೆ ಆಡಕ್ಕೆ ಹೋಗ್ತಾ ಇಲ್ಲ. ഞാൻ ധ്യാനിക്കുന്ന സമയത്ത് അത് നടന്ന് പുല്ല് തിന്നോളൂ. ಸೊ ನಾನು ಹಸುವನ್ನ ಕರ್ಕೊಂಡು ಹೋದ್ರೆ ನಾನು ಧ್ಯಾನ ಮಾಡುವ ಟೈಮಲ್ಲಿ ಅದು ಹುಲ್ಲು ತಿನ್ನುತ್ತೆ. ആ കിടാവ് കുടിച്ചിട്ട് അവസാനം ഒരു ഇച്ചിരി പാലുണ്ടാവും, എനിക്കത് മതി ജീവിക്കാൻ. ಸೊ ಅದರ ಏನು ಕರು ಏನಿದೆ ಅದು ಕುಡಿದು ಬಾಕಿ ಹಾಲು ಇರುತ್ತೆ, ನನಗೆ ಸ್ವಲ್ಪ ಹಾಲು ಸಾಕು. മനുഷ്യന് ഭൂമിയിൽ ജീവിക്കാൻ ഏതെങ്കിലും ഒരു ജീവിയുടെ സഹായം കൂടിയേ പറ്റുള്ളൂ. ಸೊ ಮನುಷ್ಯನಿಗೆ ಭೂಮಿಯಲ್ಲಿ ಬದುಕಬೇಕು ಅಂತಂದ್ರೆ ಯಾವ್ದಾದ್ರು ಜೀವಿಯ ಸಹಾಯ ಬೇಕೇ ಬೇಕು. ആരുടെ സഹായം ഇല്ലാണ്ട് മനുഷ്യൻ ജീവിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ സമാധിയിൽ ഇരിക്കുന്ന മനുഷ്യനായിരിക്കും.
ಸೊ ಇಂತಹ ಏನು ಆ ಜೀವಿಗಳ ಸಹಾಯವಿಲ್ಲದ ಮನುಷ್ಯ ಬದುಕಲಿಕ್ಕೆ ಕಷ್ಟ. ಇಲ್ಲ ಅಂತ ಹೇಳಿದ್ರೆ ಆತ ಸಮಾಧಿಯಲ್ಲಿ ಕೂತ್ಕೋಬೇಕಾಗುತ್ತೆ. സമാധിയിൽ ഇരിക്കുന്നത് മനുഷ്യനല്ല, അത് ಸಮಾಧಿಲಿ ഭഗവാനായി ಕೂರುವಂತದ್ದು. വേറെ ലെവലിലേക്ക് പോയി. ಸೊ ಸಮಾಧಿಲಿ ಕೂರುವಂತವರು ಕೂಡ ಸಾಮಾನ್ಯ ಮನುಷ್ಯರಲ್ಲ. ಸೊ ಅವ್ರು ಗುರುಗಳಾಗಿ ಅವ್ರು ಬೇರೆ ಲೆವೆಲ್ಗೆ ಹೋಗ್ಬಿಡ್ತಾರೆ. അപ്പൊ ഇങ്ങനെ ഒരു നമ്മളെ ജീവിക്കാൻ, നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ശ്രേഷ്ഠതയുള്ള ഒരു ജീവിയാണ് പശു. ಸೊ ನಮ್ಮ ಜೊತೆಗೆ ಇರುವಂತಹ ಇಷ್ಟೊಂದು ಶ್ರೇಷ್ಠವಾದಂತಹ, ನಮ್ಮನ್ನ ಸಹಾಯ ಮಾಡ್ಲಿಕ್ಕೆ ಇಷ್ಟೊಂದು ಶ್ರೇಷ್ಠವಾದಂತಹ ಜೀವಿ ಅಂದ್ರೆ ಅದು ಹಸು. ഇനി ഇതിന്റെ മറ്റൊരു തലം പറയാം. പശുവിന്റെ പാല്, വെണ്ണ, മോര്, നെയ്യ്, ചാണകം, മൂത്രം എല്ലാം ഔഷധമാണ്. ಹಸುವಿನಿಂದ ನೋಡಿ, ಅದರ ಹಾಲಿನಿಂದ ಏನು ಬೆಣ್ಣೆ, ತುಪ್ಪ ಅಥವಾ ಏನು ಅದರ ಮೂತ್ರ ಅಥವಾ ಸಗಣಿ, ಸೊ ಇದೆಲ್ಲ ಕೂಡ ಔಷಧೀಯ ಗುಣಗಳಿಂದ ಕೂಡಿದೆ. മാംസം മാത്രം വിഷമാണ്. ಅದರ ಮಾಂಸ ಮಾತ್ರ ವಿಷ ಆಗಿರುತ್ತೆ. എന്നാൽ എത്രയോ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഭക്ഷണം കഴിക്കണം നമ്മള്. ಸೊ ಎಷ್ಟೋ ಏನು ಎಕ್ಸ್ಪೆನ್ಸಿವ್ ಆಗಿರುವಂತಹ, ಕ್ವಾಲಿಟಿ ಆಗಿರುವ ಊಟ ಮಾಡುವಂತಹ ನಾವು ഈ പറഞ്ഞ മലമോ മൂത്രമോ നെയ്യോ വെണ്ണയോ പാലോ എന്തെങ്കിലും ഗുണമുണ്ടോ? ಸೊ ನಮ್ಮ ಏನು ವೇಸ್ಟ್ ಆಗಿ ಹೋಗುವಂತಹ ಈ ಮಲ ಮೂತ್ರಗಳು, ಇದ್ರ ಯಾವ್ದಾದ್ರೂ ಪ್ರಯೋಜನ ಇದೆಯಾ? സ്വന്തം മൂത്രം കുടിക്കാൻ പറഞ്ഞാൽ നമുക്ക് അറയ്ക്കും. ಸ್ವಂತ ಮೂತ್ರ ನಾವು ಕುಡಿಲಿಕ್ಕಾಗುತ್ತಾ? പശുവിന്റെ ഈ പറയുന്ന സകലതും ഔഷധമാണ്. ಆದ್ರೆ ಹಸುವಿನಿಂದ ಸಿಗುವಂತದ್ದು ಸಕಲವೂ ಔಷಧೀಯ ಗುಣಗಳಿಂದ ಕೂಡಿದೆ. തലയിൽ അല്പമെങ്കിലും മൂളയുണ്ടെങ്കിൽ സ്വന്തം ചിന്തിച്ചു നോക്ക് പശുവിന് എന്താ പ്രത്യേകത ഉള്ളത്. ಸೊ ನಿಮ್ಮ തലಯಲ್ಲಿ ಒಂದ್ ಸ್ವಲ್ಪ ಆದ್ರೂ ಮೂಳೆ ಇದ್ರೆ ನೀವು ಥಿಂಕ್ ಮಾಡಿ ನೋಡಿ, ಆ ಹಸುವಿಗೆ ಏನ್ ಪ್ರತ್ಯೇಕತೆ ಇದೆ ಅಂತ. പിന്നെ തലയിൽ മത്ത കുത്തിയേക്കണവർ അതിന്റെ മാംസവും തിന്നും, അതിനെ മോശമായിട്ട് പറയുകയും ചെയ്യും. ಸೊ ಬುದ್ಧಿ ಇಲ್ಲದವ್ರು ಅದರ ಮಾಂಸನೂ ತಿಂತಾರೆ, ಸೊ ಅದನ್ನ ಮೋಸ ಏನು ಕೆಟ್ಟದಾಗಿ ಹೇಳ್ತಾರೆ. ഇതിന് ഉത്തരം പറയാൻ മാത്രം അത്ര താഴ്ന്നു പോയിട്ടില്ല ഞാൻ. ಸೊ ಇದಕ್ಕೆ ಉತ್ತರ ಹೇಳುವಷ್ಟು ಕೀಳು ಮಟ್ಟಕ್ಕೆ ನಾನು ಹೋಗಿಲ್ಲ. അടുത്ത ചോദ്യം. ಸೊ ಮುಂದಿನ ಕ್ವಶನ್ ಏನಾದ್ರೂ ಇದೆಯಾ? ಇದೆ. ആത്മീയപരമായിട്ട് ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. അത് പശുവിന്റെ ശരീരത്തിൽ 30 കോടി ദൈവങ്ങൾ ഉണ്ടെന്ന് പരമ്പരകളായിട്ട് പറഞ്ഞു വരുന്നതാണ്. അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ആ തലത്തിലേക്ക് പോയാൽ. ഇപ്പൊ ഇത് ആർക്കും മനസ്സിലാവില്ലാത്തതുകൊണ്ട് ഞാനത് പറഞ്ഞില്ല, അതേ ഉള്ളൂ. ಸೊ ಇವಾಗ ನಿಮಗೆ ಯಾರಿಗೂ ಗೊತ್ತಾಗಲ್ಲ. ಸೊ ಅದರಲ್ಲಿ ಮತ್ತೊಂದು ಮುಖ್ಯವಾದಂತಹ ವಿಷಯ ಇದೆ. ಈ ಹಸುವಿನಲ್ಲಿ 3 ದೇವತೆಗಳು ಅಡಗಿದೆ. അതിനകത്ത് മെയിൻ സാധനം അതിൽ പറഞ്ഞില്ല. അത് ഞാൻ പറയാത്തത് നിങ്ങൾക്ക് മനസ്സിലാവില്ലാത്തത് കൊണ്ടാണ് പറയാത്തത്. ಈ ಮುಖ್ಯವಾದಂತಹ ವಿಷಯ ನಾನು ಹೇಳಿದ್ರೆ ನಿಮ್ಗೆ ಅರ್ಥ ಆಗಲ್ಲ. ಸೊ ಅದಕ್ಕೆ ನಾನು ಹೇಳಲಿಲ್ಲ ಅಷ್ಟೇ. അടുത്തത്. ನೆಕ್ಸ್ಟ್ ಕ್ವಶನ್ ರಾಜೇಶ್ ಅವರ. ಮಳೆ ಬಂದಾಗ ರಾತ್ರಿ ಚಂದ್ರ ಮತ್ತೆ ನಕ್ಷತ್ರ ಧ್ಯಾನ ಮಾಡೋದು ಹೇಗೆ ಅಂತ ಗುರೂಜಿ ಅವರು ತಿಳಿಸ್ಕೊಡ್ಬೇಕು. ಸೊ മഴ വരുന്ന ടൈമില് മൂൺ മെഡിറ്റേഷൻ, സ്റ്റാർ മെഡിറ്റേഷൻ അത് എങ്ങനെ ചെയ്യാൻ പറ്റും അധികം മഴ വന്നാല്? അത് കന്നഡക്കാർക്ക് മാത്രം ഉദ്ദേശിച്ച. മഴ കാണുമ്പോൾ അവർക്ക് ഭയങ്കര പേടിയാണ്, കുളിക്കില്ല. ಸೊ ಅದು ಕನ್ನಡದವರಿಗೆ ಮಾತ್ರ ಈ ಮಳೆನ ಕಾಣೋದಕ್ಕೆ ಇಷ್ಟೊಂದು ಭಯ ಅಂತ ಹೇಳ್ತಿದ್ದಾರೆ. വെള്ളം കണ്ട ഭയങ്കര പേടി അവർക്ക്. വെള്ളത്തിന് ഭയങ്കര പേടിയാ, കുളിക്കാൻ വിഷമ. ನೀರನ್ನು ನೋಡಿದ್ರೆ ತುಂಬಾ ഭയ. ಏನು ಡೈಲಿ ಸ್ನಾನ ಮಾಡೋದು ಅಂದ್ರೂ ಕೂಡ ಕೆಲವರಿಗೆ ಅದಾಗ್ತಾ ಇಲ್ಲ ಅಂತ. ഇവിടെ വരുന്നവരുടെ അടുത്ത് ചോദിക്കും, അവര് പറയും ആഴ്ചയിൽ ഒരു ദിവസം, 2 ആഴ്ചയില് ഒരു ദിവസം, രണ്ട് ദിവസം, ഒരാഴ്ചയിൽ, ഇങ്ങനെയൊക്കെയാണ് ആളുകൾ കുളിക്കുന്നത്. ಸೊ ಇಲ್ಲಿ ಬರುವವರು ಕೆಲವರೆಲ್ಲ ಹೇಳ್ತಾ ಇದಾರೆ, ವಾರದಲ್ಲಿ 1 ದಿನ, ಇಲ್ಲ ವಾರದಲ್ಲಿ 2 ದಿನ, ಅಥವಾ ವಾರದಲ್ಲಿ 3 ದಿನ ಮಾತ್ರ ಸ್ನಾನ ಮಾಡ್ತೀವಿ ಅಂತ ಹೇಳ್ತಿದ್ದಾರೆ. അത് വളരെ മോശമാണ്. നമ്മൾ എല്ലാ ദിവസവും കുളിക്കണം. ಸೊ ನಾವು ಪ್ರತಿದಿನನೂ ಸ್ನಾನ ಮಾಡ್ಬೇಕು. ഇത് ധ്യാനിക്കുന്നവർ പ്രത്യേകിച്ച്. ನಾವು ಧ್ಯಾನ ಮಾಡೋರು ಪ್ರತ್ಯೇಕವಾಗಿ ಇದು ಡೈಲಿ ಸ್ನಾನ ಮಾಡ್ಲೇಬೇಕು. രാവിലെയും വൈകുന്നേരവും മഴ നനഞ്ഞു ഒരു കുഴപ്പമില്ല. ನೀವು ಬೆಳಿಗ್ಗೆ ಆದ್ರೂ സರಿ, ಸಂಜೆ ആದ್ರೂ ಸರಿ, ಮಳೆ ಅಂದ್ರೆ ಏನೂ ಆಗಲ್ಲ. മഴയാണെന്ന് കരുതി എണീറ്റ് ഓടൊന്നും വേണ്ട. നല്ല ശുദ്ധജലമാണ്. പ്രപഞ്ചം അനുഗ്രഹിക്കലാണ്. മഴയത്തിരുന്ന് സൺ മെഡിറ്റേഷനും മഴയത്തിരുന്ന് മൂൺ മെഡിറ്റേഷൻ ചെയ്താൽ നമുക്ക് എനർജിയും ഇമ്മ്യൂണിറ്റിയും കൂടി വരുള്ളൂ. ಸೊ ಮಳೆ ಬರುವಂತದ್ದು ಅದು ಶುದ್ಧವಾದಂತಹ, ಪರಿಶುದ್ಧವಾದಂತಹ ಜಲ ಬ್ರಹ್ಮಾಂಡ ನಮಗೆ ಅನುಗ್ರಹಿಸುವಂತದ್ದು. ಸೊ ನೀವು ಸನ್ ಮೆಡಿಟೇಷನ್ ಮಾಡುವಾಗಲೂ, ಮೂನ್ ಮೆಡಿಟೇಷನ್ ಮಾಡುವಾಗಲೂ ಮಳೆ ಬಂದ್ರೆ ಎದ್ದು ಓಡಬೇಡಿ, ನೀವು ಅಲ್ಲಿ ಕೂತ್ಕೊಂಡು ಧ್ಯಾನ ಮಾಡಿ. ಓಕೆ ಅല്ലേ? ಓಕೆ ಆಗಿರೋದಾ? ಸೊ ಓಕೆ ಆಗಿದೆ ಅಂದ್ರೆ ಮಿಂಚು ಗುಡುಗು ಬಂದ ಸಮಯದಲ್ಲಿ ಅಂದ್ರೆ ಗುರುಜಿ ಇದು തണ്ടർ, ഇടി മിന്നൽ വരുന്ന ടൈമില്. ഓക്കെ, ഇടിമിന്നൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ പ്രപഞ്ചത്തിലായിരിക്കുന്നത്. പ്രപഞ്ചത്തിന് അറിയാൻ നമ്മൾ മെഡിറ്റേഷൻ ഇരിക്കുകയെന്ന്. ധൈര്യമായിട്ടിരുന്ന ഒന്നും സംഭവിക്കില്ല.
ಸೊ ನೀವು ಧೈರ್ಯದಿಂದ ಈ ಮಳೆಯಲ್ಲಿ ಕೂತ್ಕೊಳ್ಳಿ. ಇನ್ನು ಗುಡುಗು ಮಿಂಚು ಬಂದ್ರು ಕೂಡ ನೀವು ಏನು ಧ್ಯಾನಕ್ಕೆ ಹೋದಾಗ ನಿಮ್ಮನ್ನ ಬ್ರಹ್ಮಾಂಡವೇ ಕಾಪಾಡುತ್ತೆ ಅಂತ ಹೇಳ್ತಿದ್ದಾರೆ. ആ ഇരിക്കുന്നവന് വിശ്വാസം വേണം, അല്ലാണ്ട് ഞാൻ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് പോയിരുന്നേ ഇടിവെട്ട് കൊണ്ടുപോകും. ಆದ್ರೆ ನೀವು ಕೂತ್ಕೊಳ್ಳೋವರಿಗೆ ನಿಮ್ಮಲ್ಲಿ ಸಂಪೂರ್ಣವಾದ ವಿಶ್ವಾಸ ಇಟ್ಕೊಂಡು ನೀವು ಕೂರ್ಬೇಕು. ಒಂದ್ ವೇಳೆ ನೀವು ಡೌಟ್ ಇಟ್ಕೊಂಡು ನೀವು ಕೂರೋದ್ ಬೇಡ ಅಂತ ಹೇಳ್ತಿದ್ದಾರೆ. ആൾക്കാരോട് ഇത് മഴ വന്നാൽ എണീക്കരുന്ന് പറഞ്ഞു വെച്ചാൽ ഞാൻ അപ്പുറത്ത് ഇപ്പുറത്തേക്ക് വരുമ്പോഴേക്ക് മഴ പെയ്യുമ്പോൾ ഒരെണ്ണം കാണില്ല, എനിക്ക് ഓടുന്ന ആൾക്കാർ. അപ്പൊ പിന്നെ ഇടിമിന്നലിൽ ഇരിക്കുന്ന ആൾക്കാരുള്ള ഉണ്ടാവില്ല. ಇಲ್ಲಿ ಜನಗಳಿಗೆ ನಾನು ಏನು ಮಳೆ ಬಂದಾಗ ನೀವು ಕೂತ್ಕೊಳ್ಳಿ ಆನಂದಿಸಿ ಅಂತ ಹೇಳಿದ್ರು ಕೂಡ ನಾನು ಆ ಕಡೆ ತಿರುಗೋತಿಗೆ ಎದ್ದು ಓಡಿ ಬಂದಿರ್ತಾರೆ. ಸೊ ಅಂತ ಜನಗಳಿಗೆ ಇನ್ನು ಈ ಗುಡುಗು ಮಿಂಚು ಎಲ್ಲ ಬರ್ಬೇಕಾದ್ರೆ ಕೂತ್ಕೊಳ್ಳಿ ಅಂತ ನಾನು ಹೆಂಗೆ ಹೇಳಲಿ? മഴക്കാര് കണ്ടാൽ പെരക്കാത്ത കയറിയിരിക്കുന്ന ആൾക്കാരാണ്. ಸೊ ಮಳೆ ಮೋಡ ಕಂಡಾಗ್ಲೇ ಮನೆ ಒಳಗಡೆ ಕೂತ್ ಬಿಡ್ತಾರೆ ಅಂತ ಜನಗಳಿದ್ದಾರೆ. അടുത്താരാ? ನೆಕ್ಸ್ಟ್ ഒറ്റയ്ക്കൊരു ചോദ്യം, 1 മിനിറ്റാ ബാക്കിയുള്ളൂ. ಹಾ ಇದು ಇದು ನಿನ್ನೆ ಗೊತ್ತಾದ ಪ್ರಶ್ನೆ ಒಂದು. ಒಬ್ರು ಧ್ಯಾನ ಮಾಡುವ ಜಾಗದಲ್ಲಿ ಆ ಊರಿಗೆ ಚಿರತೆ ಬಂದಿದೆ ಅಂತೆ. ಹಾಗಿದ್ರೆ ಅಂತ ಸಮಯದಲ್ಲಿ ಕೂತು ಧ್ಯಾನ ಮಾಡಿದ್ರೆ ಚಿರತೆಯಿಂದ ಅಥವಾ ಕ್ರೂರ ಪ್ರಾಣಿಗಳಿಂದ സമസ്യ ആദിത്തേ എന്ന്. ആരോ ധ്യാനം ചെയ്യുമ്പോ ഈ പുലി അതായത് ലെപ്പാർഡ് അത് വന്നിട്ടുണ്ടായിന്ന്. നേപ്പാൾ മനസ്സിലായില്ല? ಲೆಪಾರ್ಡ್ എന്ന് പറയല്ലേ, പുലിയല്ല, ഇഞ്ഞൊന്ന് ಚಿರತೆ. ಚಿರತೆ. ಹಾಗಾಗಿ ಅವರಿಗೆ ಧ್ಯಾನ ಮಾಡಿ ಅಲ್ಲಿ ಮನೆ ಹತ್ತಿರ ಕೂತು ಧ್ಯಾನ ಮಾಡ್ಲಿಕ್ಕೆ ಹೆದರಿಕೆ ಆಗಿದೆ ಅಂತೆ. ಅಲ್ಲಿ ಒಂದು ಚಿರತೆ ಬಂದು ನಾಯಿಯನ್ನು ಕೊಂಡೋಗಿದೆ. ಹಾಗಿರುವಾಗ ನಾನು ಹೇಗೆ ಧ್ಯಾನ ಮಾಡುವುದಂತ ಹೆದರಿಕೆಯನ್ನು വ്യക്തപടിಸಿದ್ದಾರೆ. മേ ബി മലയാളത്തില് പുലി എന്നായിട്ട് പറഞ്ഞെന്ന് തോന്നുന്നു. പട്ടീനെ വന്നിട്ട് എടുത്തിട്ട് പോയി അവരുടെ വീട്ടിന്റെ അടുത്ത് വന്നിട്ട്. സോ അതുകൊണ്ട് ഭയത്തില് എനിക്ക് ധ്യാനം ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പ്രശ്നം. ഞാൻ ഇതിന് നമ്മുടെ അടുത്തുള്ള ലിവിങ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ಸೊ ಒಂದು ಲಿವಿಂಗ್ ಎಕ್ಸಾಂಪಲ್ ಅನ್ನ ಗುರುಜಿ ಹೇಳ್ತಾರೆ. നമ്മുടെ ക്ലാസ്സിൽ അവർ ഇരിപ്പുണ്ട്. ഒരു ഫാമിലി മെഡിറ്റേഷന് വേണ്ടി ഇരിക്കുന്ന സമയത്ത് അവരുടെ വീട്ടിൽ കാട്ടുപോത്ത് വന്നു. ಸೊ ಈ ಕ್ಲಾಸ್ ಅಲ್ಲಿ ಕೂತ್ಕೊಂಡಿದ್ದಾರೆ. ಸೊ ಒಂದು ಫ್ಯಾಮಿಲಿ ಅವರು. ಸೊ ಅವರು ಮೆಡಿಟೇಷನ್ಗೆ ಕೂರುವ ಟೈಮ್ ಅಲ್ಲಿ ಕಾಡೆಮ್ಮೆ ಬಂದಿದೆ. കാട്ടുപോത്ത് ദൂരെ എത്തിയിട്ടേ ഉള്ളൂ. ಕಾಡೆಮ್ಮೆ ದೂರದಲ್ಲೇ ಇದೆ. അവരെ പ്രപഞ്ചം ഓൾറെഡി കാണിച്ചു തന്നു, അവിടുന്ന് എണീറ്റ് പൊക്കോളാനും പറഞ്ഞു. ಸೊ ಅವ್ರಿಗೆ ಮೆಡಿಟೇಷನ್ ಅಲ್ಲಿ ಎಲ್ರಿಗೂ ಅಲ್ಲಿಂದ ಮೆಡಿಟೇಷನ್ ನಿಂದ ಎದ್ದು ಹೋಗಿ ಅಂತ ಸೂಚನೆ ಕೊಟ್ಟಿದೆ. എന്താ എണീറ്റ് പോകാൻ പറഞ്ഞതെന്ന് അറിയാൻ പാടില്ല. പ്രപഞ്ചത്തിന്റെ നിർദ്ദേശം ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പൊ എണീറ്റ് പോന്ന് പറഞ്ഞാൽ എണീറ്റ് പോയിരിക്കും. ಸೊ ಎದ್ದು ಹೋಗಿ ಅಂತ ಹೇಳ್ಬೇಕಾದ್ರೆ ಎದ್ದು ಹೋಗ್ಲೇಬೇಕು. ಸೊ ಅದು ಬ್ರಹ್ಮಾಂಡ ಅವ್ರಿಗೆ ಅಂತಹ ಸೂಚನೆಯನ್ನ ಕೊಟ್ಟಿದ್ದೆ. അവരെണീറ്റ് പെരക്കകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവര് ജനല് തുറന്നപ്പോ കാട്ടുപോത്തിന് ശബ്ദം കേട്ട് നോക്കിയപ്പോ കാട്ടുപോത്താണ്. ಸೊ ಅವರಿಗೆಲ್ಲ ಏನು ಅಂತ ಹೇಳಿದ್ರೆ ಈ ಅವ್ರಿಗೆ ಸೂಚನೆ ಸಿಕ್ಕಿದೆ. ಆ ಫ್ಯಾಮಿಲಿ ಏನ್ ಕೂತ್ಕೊಂಡಿದೆ ಮೆಡಿಟೇಷನ್ ಸೂಚನೆ ಸಿಕ್ಕಿದೆ, ನೀವು ಎದ್ದು ಹೋಗಿ ಅಂತ. ಹಂಗಾಗಿ ಎಲ್ಲರೂ ಎದ್ದು ಹೋದ್ರು. ಮನೆ ಒಳಗಡೆ ಹೋಗಿ ಅವರು ವಿಂಡೋ ಓಪನ್ ಮಾಡಿ ಹೊರಗಡೆ ಸೌಂಡ್ ಕೇಳ್ತಾ ಇತ್ತು. ವಿಂಡೋ ಓಪನ್ ಮಾಡಿ ಹೊರಗಡೆ ನೋಡ್ಬೇಕಾದ್ರೆ ಏನು ಕಾಡೆಮ್ಮೆಗಳ ಗುಂಪುಗಳು ಬಂದಿದೆ. ഞാൻ ഒരു കാര്യം ഉറപ്പ് പറയും, നമ്മളെ പ്രപഞ്ചമാണ് ഇങ്ങോട്ട് വിട്ടിട്ടുള്ളത്. ಸೊ ನಾನು ಒಂದು ನಿಜ ಸಂಗತಿಯನ್ನು ಹೇಳ್ತೀನಿ, ಬ್ರಹ್ಮಾಂಡನೇ ನಮ್ಮನ್ನ ಇಲ್ಲಿ ಕಳಿಸಿರೋದು. നമ്മള് ധർമ്മത്തിലാണ് നിൽക്കണേന്നുണ്ടെങ്കിൽ നമ്മളെ ധർമ്മം സംരക്ഷിച്ചോളും. ಸೊ ನಾವು ಕರೆಕ್ಟ್ ಆದ ಧರ್ಮದಲ್ಲಿ ಇದ್ದೀವಿ ಅಂತ ಹೇಳಿದ್ರೆ ಧರ್ಮನೇ ನಮ್ಮನ್ನ ಕಾಪಾಡುತ್ತೆ. നമ്മൾ അധർമ്മത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് CCTV വെക്കേണ്ടി വരും. നമ്മൾ ആരെങ്കിലും നോക്കോ പിടിക്കോ എന്നൊക്കെ നോക്കേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ ഒന്നും ഭയപ്പെടണ്ട, ഇത് പ്രപഞ്ചം തന്നെ സംരക്ഷിക്കും. ഞാൻ അത്ര സ്ട്രോങ് ആയിട്ട് പറയണത് എനിക്കറിയാവുന്നത് കൊണ്ടാണ്. ಸೊ ನಾವು ಅಧರ್ಮದಲ್ಲಿ ಇದ್ದೀವಿ ಅಂತ ಹೇಳಿದ್ರೆ ನೋಡಿ, ನಾವು ಕೂತ್ಕೊಳ್ಳೋ ಜಾಗದಲ್ಲಿ CCTV ಎಲ್ಲ ಇಟ್ಕೊಂಡು ನಾವು ಕೂತ್ಕೊಬೇಕಾಗುತ್ತೆ. ಸೊ ಆ ರೀತಿ ಆಗ್ಬಿಟ್ಟಿದೆ. ಬಟ್ ನಾವು ಧರ್ಮದಲ್ಲಿ ಇರೋದ್ರಿಂದ ನಮ್ಮನ್ನ ಬ್ರಹ್ಮಾಂಡ ಕಾಪಾಡುತ್ತೆ. നമ്മൾ സ്വയം വേലിപ്പുറത്തിരിക്കുന്ന തേങ്ങയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ആരും സംരക്ഷിക്കില്ല. ಸೊ ನಾವು ಬಿಸಿಲಲ್ಲಿ ಏನು ಒಣಗುವಂತಹ ತೆಂಗಿನಕಾಯಿ ಅಂತ ಹೇಳಿದ್ರೆ ನಮ್ಮನ್ನ ಯಾರು ಸಂರಕ್ಷಣೆ ಮಾಡಲ್ಲ. ഇതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന പഞ്ചശുദ്ധി, പഞ്ചധർമ്മം ഒക്കെ പാലിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന എല്ലാ ഗുണവും ഉണ്ടാവും എന്ന് പറയാൻ കാരണം അതാണ്. ಸೊ ಅದಕ್ಕೆ ನಾನು ಇದಕ್ಕಿಂತ ಮುಂಚೆ ಹೇಳಿದ್ದು, ಈ ಪಂಚಧರ್ಮ ಪಂಚಶುದ್ಧಿ ಇದನ್ನೆಲ್ಲ ಕರೆಕ್ಟ್ ಆಗಿ ನೀವು ಫಾಲೋ ಮಾಡ್ಕೊಂಡು ಹೋದ್ರೆ ನಿಮ್ಮನ್ನ ಆ ಬ್ರಹ್ಮಾಂಡ ಕಾಪಾಡುತ್ತೆ. എല്ലാവരും ഈ പറയുന്ന പഞ്ചശുദ്ധി പഞ്ചധർമ്മം ഒക്കെ എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ ആരെങ്കിലും ഇത് കേട്ടത് മനസ്സിലായെന്നുണ്ടെങ്കിൽ അതൊന്നും അറിയാവുന്നവര് ഫോട്ടോ എടുത്തിട്ട് ആരും ഇട്ടേക്കരുത്, ഫോർവേഡ് കൊടുക്കരുത്. സ്വന്തം വാചകങ്ങളായിരിക്കണം പറയണത്. ഇപ്പൊ ഞാൻ പറയണത് നിങ്ങൾ കേട്ടില്ലേ? എന്റെ വാക്കുകളാണ് ഞാൻ പറയണത്. ഞാൻ അതിൽ നിന്നും എടുത്തിട്ട് ഒന്ന് കട്ടെടുത്ത് പറയണതല്ല. ನೋಡಿ, ನೀವು ಯಾರಾದ್ರೂ ಗ್ರೂಪಿನಲ್ಲಿ ಬೇಕಾದ್ರೆ ಈ ಪಂಚಧರ್ಮ ಏನು ಪಂಚಶುದ್ಧಿಗಳ ಬಗ್ಗೆ ನಿಮಗೆ ಕರೆಕ್ಟ್ ಆಗಿ ಅರ್ಥ ಆದ್ರೆ, ಅಂದ್ರೆ ನೀವು ಬೇರೆ ಕಡೆಯಿಂದ ಫಾರ್ವರ್ಡ್ ಮಾಡೋದಾಗ್ಲಿ, ಬೇರೆ ವಿಡಿಯೋಗಳು ಹಾಕೋದಾಗ್ಲಿ, ಫೋಟೋಗಳು ಹಾಕೋದಾಗ್ಲಿ ಮಾಡಬೇಡಿ. ಸೊ ನಾನು ಏನು ತಿಳ್ಕೊಂಡಿದ್ದೇನೆ, ನನ್ನ ಜ್ಞಾನದಿಂದ ನಾನು ಹೇಳಿದ್ದನ್ನ ನೀವು ಅರ್ಥ ಮಾಡ್ಕೊಂಡಿದ್ರೆ ಸೊ ಯಾರಾದ್ರೂ ಬೇಕಾದ್ರೆ ಗ್ರೂಪಿನಲ್ಲಿ ಬರೆದು ಹಾಕಿ. ഒരു കാരണവശാലും ഫോർവേഡ് മെസ്സേജ് ഇടരുത്. ಯಾವುದೇ ಕಾರಣಕ್ಕೋಸ್ಕರನು ನೀವು ಫಾರ್ವರ್ಡ್ ಮೆಸೇಜ್ ಹಾಕ್ಬಾರ್ದು.
നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ കേട്ട് മനസ്സിലാക്കിയത് പഞ്ചശുദ്ധി പഞ്ചധർമ്മം എന്താണെന്ന് നിങ്ങൾ എഴുതിയിടുക. അത് കന്നഡയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് കന്നഡയിലേക്ക് ഇട്ട് തരാം. ഇനി കന്നഡയിലാണ് എഴുതിയ മലയാളത്തിൽ അറിയില്ല എന്നുണ്ടെങ്കിൽ അത് ഞാൻ മലയാളത്തിലേക്ക് ഇട്ട് തരാം. മലയാളികൾക്ക് മിക്കവാറും അത് അറിയാം, ചെയ്യൂല്ലെങ്കിലും. ಸೊ ಇದ್ರ ಬಗ್ಗೆ ನಿಮಗೆ ಏನಾದ್ರು ಏನು ಗೊತ್ತಿಲ್ಲ ಅಂತ ಹೇಳಿದ್ರೆ ನಾನೇ ಏನು ಬರ್ದಾಕ್ತೀನಿ ಅದನ್ನ ಕನ್ನಡದಲ್ಲಿ ನಾನು ಮಲಯಾಳಂಲ್ಲಿ ಇರೋದನ್ನ ಕನ್ನಡದಲ್ಲಿ ಟ್ರಾನ್ಸ್ಲೇಟ್ ಮಾಡಿ ನಾನು ಹಾಕ್ತೀನಿ. ಮಲಯಾಳಂಲ್ಲಿ ಆಲ್ರೆಡಿ ಇದೆ ಅಂತ ಗುರುಗಳು ಹೇಳ್ತಿದ್ದಾರೆ. അപ്പൊ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. ಸೊ ಎಲ್ರಿಗೂ ಒಳ್ಳೇದಾಗ್ಲಿ. ಇವತ್ತಿನ ತರಗತಿ ಮುಗಿದಿದೆ. ಮುಂದಿನ ತರಗತಿಯಲ್ಲಿ ಭೇಟಿಯಾಗೋಣ. ಎಲ್ರಿಗೂ ನಮಸ್ಕಾರ. ശുഭദിനം ആശംസിച്ചുകൊള്ളുന്നു. നാളെ നമുക്ക് വീണ്ടും കാണാം. ಶುಭ ದಿನಗಳು. ನಾಳೆ ಭೇಟಿಯಾಗೋಣ.